ഫിൽറ്റർ ഇടാൻ പറ്റിയില്ല. ഓക്കെ. ഇതേ നിങ്ങൾ ഈ പ്രശ്നം ഇവിടെ സോഷ്യൽ മീഡിയ കിടന്ന് ബഹളം വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചാണ് രണ്ടുപേരെയും ഒന്ന് വിളിച്ച് സംസാരിച്ച് ഇതൊന്ന് സെറ്റപ്പ് ആകണമെന്ന്. എസ്പെഷ്യലി എനിക്ക് ചിഞ്ചുവിന്റെ അടുത്താണ് സംസാരിക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഈ എല്ലാ പെൺപിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. എന്റെ ഒരു ടോണും വേയും ഒക്കെ വേറെ ഡിഫറെന്റ് ആണ്. അപ്പൊ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ വിചാരിച്ച കണക്കൊന്നുമല്ല. ഭയങ്കര ബ്രേവാണ്, സൂപ്പറാണ്, പൊളിയാണ്. ആദ്യമേ സൂചിപ്പിച്ച് ഇനി എനിക്കിട്ട് താങ്ങരുത്. ഇല്ല. കൊച്ചിന് പറയാനുള്ള എന്താന്ന് വെച്ചാ പറയുക. ഐ മീൻ വലുതായിട്ടൊന്നും വേണ്ട. നമ്മളിപ്പം സംസാരിച്ചതില് ഞാൻ സിബിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ സിബിൻ ഈ നമ്മുടെ ദ ഫോർത്ത് ജംഗ്ഷൻ അല്ലേ, ഫോർത്ത് ജംഗ്ഷൻ അതിനകത്ത് കണ്ണന്റെ ചാനലാണ്. അപ്പൊ കണ്ണന്റെ ചാനലിൽ വന്ന് പറഞ്ഞ അതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ കൊച്ചെവിടെ സിഗ്നേച്ചർ ഇടണമെന്ന് പറയണം അവിടെ ഇട്ട് തരും. ആൻഡ് പേയ്മെന്റ്സ് എന്തോ 7 lakh സംതിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു അത് എന്തിനാണ് എന്നുള്ളതൊന്ന് പറയണം, പബ്ലിക്കിൽ പറയണം. കാരണം ഒരാൾ കോമ്പൻസേഷൻ ചോദിച്ചു അങ്ങനെ വേണ്ടല്ലോ. അപ്പൊ ചിഞ്ചു എന്നോട് ചിഞ്ചു പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാല്, ചിഞ്ചുവിന് സമ്മതിക്കാത്തതല്ല, ചിഞ്ചു പറഞ്ഞ കാട് കയറി ഭൂലോകം മുഴുക്ക പറയും. അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ ഷോട്ടിൽ അങ്ങ് പറഞ്ഞു തീർക്കാം. ചിഞ്ചു എന്നോട് പറഞ്ഞത് വീട് ചിഞ്ചുവിന്റെയും അമ്മയുടെയും പേർക്കാണുള്ളത്, ഇപ്പോഴുള്ള വീട്. അത് ഒരു വാഹനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സിബിന് വേണ്ടി അത് പണയപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി, വാഹനം പുള്ളിയുടെ കയ്യിലാണ്. ആൻഡ് ഒരു നോർമലായി എനിക്ക് എന്റെ വസ്തു ജപ്തിയാകാതെ തിരിച്ചു തരിക, അതാണ്. അപ്പൊ അതിൽ നിന്നുള്ളൊരു റവന്യൂ ആണ് ആകെ ഉള്ള ഒരു വരുമാന മാർഗം. ഇപ്പൊ ജോലിയും ചെയ്യുന്നുണ്ട് അല്ലെ. കുഞ്ഞിന് മാത്രം ഒരു റവന്യൂ കിട്ടുക എന്നുള്ളതും ഡിമാൻഡാണ്. ഈ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ്, ഞാൻ അത് ചിഞ്ചുവിനോട് പറയുന്നത് പബ്ലിക്കിൽ തന്നെ പറയുന്നതാണ്. നമ്മൾ രണ്ട് വ്യക്തികളാണ്, രണ്ട് സൈസ്, രണ്ട് ഡിഫറെന്റ് ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ഫാമിലിന്ന് വന്നവരാണ്. നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ചിഞ്ചു ജനിച്ചു വളർന്ന ലെവൽ അല്ലെങ്കിൽ ആ രീതി ഇതൊന്നും തന്നെ സിബിനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. തിരിച്ച് സിബിനും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മായിയുടെ മോളെയോ അമ്മായച്ചന്റെ മോനെയോ ഒക്കെ അങ്ങ് കെട്ടുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നിങ്ങൾ രണ്ടും ഒരേ കുടുംബം, ഒരു പ്രശ്നമില്ല. പണ്ട് കാലങ്ങളിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതാണ്, ഈ അടിപിടി ലഹളയാക്കി പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. മനസ്സിലായോ? അപ്പൊ ഇതില് നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും അഭിപ്രായമുണ്ട്, രണ്ടുപേരുടെയും ഭാഗത്ത് ശരികളുണ്ട്. മനസ്സിലായോ? സിബിന്റെ അടുത്ത് പറയുമ്പോൾ സിബിന് പിന്നെ ശരികളുടെ ഒരു വലിയ പെരുമരയാണ്. ചിഞ്ചുവിന്റെ അടുത്ത് പറഞ്ഞാൽ പിന്നെ ചിഞ്ചു എന്നെ എടുത്ത് ഉടുക്കുന്ന രീതിയിലാണ് പറയുന്നത്. അമ്മാതിരി ചിഞ്ചുവിന് പറയാനുണ്ട്. ഇത് ഒക്കെ എനിക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഒരുപാട് പറയണ്ട, എനിക്ക് മനസ്സിലാവുന്നതാണ്. കാരണം ഞാനും ഡിവോഴ്സ് ചെയ്യണം. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കത് അവിടെ നിർത്താം. പരസ്പരം കല്ലുവാരി എറിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമം ഉണ്ടാവില്ല. നിങ്ങളുടെ മകൻ അവനാണ് പ്രശ്നം വരിക. ഇത് ഈ യെല്ലോ ഈ ഗ്രീൻ കാണുന്ന, സോറി ഈ ബ്ലൂ കാണുന്നതെല്ലാം നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലെ ചെങ്കീരികളാ. അത്യാവശ്യം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം. ഇത് കഴിയട്ടെ കേട്ടോ. അവരൊക്കെ ഇതിന്റെ ഒപ്പം ഉണ്ടെന്ന് തന്നെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ സന്തോഷം തന്നെ. നമുക്കിത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇത് സെറ്റിൽ ചെയ്യാം. അതായത് എന്താ പറയണേ, കൊച്ചിന് കിട്ടേണ്ടതെല്ലാം കൊച്ചു ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഡിമാൻഡ് എല്ലാം സിബിനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. സമ്മതിക്കുക എന്നത് മാത്രം പോരല്ലോ, സിബിൻ അത് ചെയ്യണമല്ലോ. അപ്പൊ അത് ചെയ്തു തീർക്കുന്നിടം വരെ ഞാൻ സംസാരിച്ച് അത് ക്ലിയർ ചെയ്ത് തരാം. മനസ്സിലായോ? പിന്നെ അവിടെ കമന്റ് ഇട്ടു, അവൻ എന്തോ പറഞ്ഞു, ഇവൻ വീഡിയോ ഇട്ടു, മറ്റവൻ ഇട്ടു, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. പൊതുജനം പലവിധമാണ്. ഇപ്പോ എക്സാമ്പിൾ നമ്മുടെ മുല്ലപ്പൂ എന്ത് നല്ല കുട്ടിയാണെന്നൊന്ന് ഓർത്തു നോക്കിയാണ്, പൊന്നോളാണ്. പക്ഷെ ഇവരെല്ലാം ആ കൊച്ചിനെ എന്തെല്ലാം പറയണം. ചേച്ചി ഇന്നവരെ ഒരു അച്ഛന മുല്ലപ്പൂവിനെ പറ്റി പറഞ്ഞ അവിടെയുണ്ട് ചേച്ചി, മനസ്സിലാക്കിക്കോ. ചാനൽ കണ്ടിട്ടില്ലല്ലോ? കാണുന്നുണ്ട് കേട്ടോ, പറഞ്ഞത് വേറൊരു ചിഞ്ചു മോളെ ഹാപ്പി ആയിരിക്കും. റുബീൻ അമീർ സമീർ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരമാണ് ചേച്ചി ഗുഡ് വർക്ക് ചേച്ചി, റൈറ്റ് വേ ചിഞ്ചു, റൈറ്റ് വേ ചിഞ്ചു. പോരെ. അത് ജിനു കോട്ടയം അറിയോ? എന്നെ ഈ ഇടയ്ക്ക് ഏറിക്കൊണ്ടാക്കിയത് ജിനു കോട്ടയമാണ്. അതിനകത്ത് പോയി അയ്യോ അതൊക്കെ ഉണ്ട്, അങ്ങനെ കുറെ കഥകളൊക്കെ ഉണ്ട്, അതൊന്നും കൊച്ചറിയണ്ട. തൽക്കാലം ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ബലം എന്താണെന്നറിയാം, നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ലൊരു ജോലിയുണ്ട്, സ്വസ്ഥം, സുഖം. സിബിൻ എന്ന ഒരു വ്യക്തി തന്റെ ലൈഫിലേക്ക് വന്നു പാർട്ട്ണറായിട്ട്. ഇപ്പോ കൊച്ച് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അവനോട് പെരുമാറാൻ നമുക്ക് പറയാൻ ഒക്കത്തില്ല.
ഇല്ല. മനസ്സിലായോ? നീ മനസ്സിലായി. ഇങ്ങനെ തന്നെ പറയണം, നീ ഇങ്ങനെ തന്നെ ചെയ്യണം, നീ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്, നീ ഇങ്ങനെ മോശം പറയരുത് എന്നൊന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല. അങ്ങനെ പറഞ്ഞാൽ സിബിൻ പറയും തള്ളേ പോയി വല്ല ജോലിയും നോക്കാൻ. ഞാൻ അവന്റെ വായിരിക്കണ കേൾക്കുന്നതിലും നല്ലതല്ലേ നമുക്ക് വേറൊരു രീതിയിൽ ഇതങ്ങ് തീർക്കാം. ഇപ്പൊ നിങ്ങൾ കേസിന് പോയാൽ മിനിമം 10 ഇയേഴ്സ് നിങ്ങൾ ഇതിന്റെ പിറകെ പോകും. രണ്ടുപേർക്ക് സമയം, ഒരാൾ വരുമ്പോ മറ്റേയാൾ വരൂല, മറ്റേയാൾ വരുമ്പോ വരത്തില്ല. ഇത് കേസിന്റെ ഒരു പ്രോസസ്സാണ്. മ്യൂച്വൽ അതെ, അതെ. ആകുമ്പോൾ രണ്ടുപേർക്കും എന്തൊക്കെ എഗ്രിമെന്റ്സ് ഉണ്ടോ അതിനകത്ത് പറയാം. ഇപ്പൊ പുള്ളി കൊടുത്തത് വേണ്ട, അത് വാനിഷ്ഡ് ആണ്. അപ്പൊ അതിനകത്ത് കൊച്ചിനെതിരെയുള്ള കുറെ അധികം കുറ്റങ്ങള്, മോശം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ആ 72 സാധനം പാരഗ്രാഫാണ് ചേച്ചി. അതാണ് പ്രശ്നം. അത് സാരമില്ല. അത് ഒരു 5, 6, 10, 20 പേജ് അവൻ നിറച്ചെഴുതിക്കോട്ടെ. അതുപോലെ നമുക്കും ഉണ്ടല്ലോ. പുള്ളിക്ക് എത്രത്തോളം ഉണ്ടോ അതിന്റെ ഡബിൾ നമ്മുടെ കയ്യിലും ഉണ്ടാവില്ല. രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോ എന്നെ വിളിച്ചുണർത്തിയില്ല, എനിക്ക് ചായ ഇട്ട് തന്നില്ല, തൊട്ട് തോർത്ത് ആ. എടുത്ത് വന്നിട്ട് സോപ്പ് എടുത്ത് ബാത്റൂമിൽ കൊണ്ട് തന്നില്ല എന്ന് വരെയുള്ള സാധനം ഉണ്ട്. അത് നമുക്കറിയാം. അത് അതെ. നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആണ്. നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ നിങ്ങൾ ചെയ്തതാണ്. നിങ്ങൾ ഇത് പറയുകയാണ്. ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുകുത്തുകയാണെങ്കിൽ ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെയൊക്കെ ചെയ്തില്ലേ അതും കൂടെ പറയണം. മൊത്തം ഞങ്ങൾക്ക് വിവരിച്ച് തന്നാൽ ഞങ്ങൾ ഇതിരുന്ന് കേൾക്കും. അതായത് ഈ തല്ലും പിടി അല്ലാതെ നിങ്ങൾ വേറെ സന്തോഷമായിട്ടൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? ഉണ്ട്. അതും ഉണ്ടായിട്ടുണ്ട് കൂടെ ചേച്ചി. നിങ്ങൾക്ക് വിശദമായി വിവരിച്ചു തരാം. അത് പറ്റൂലല്ല, നിങ്ങൾ തല്ലും പിടി മാത്രമേ പറയുള്ളൂ. എല്ലാവർക്കും ഇല്ല ഏത് ചേച്ചി. നേരവും അങ്ങനെ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളി ഇപ്പം ബിഗ് ബോസിൽ പുള്ളീനെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മരുന്ന് നൽകി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അതിന്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പുള്ളിക്ക് ജസ്റ്റിസ് കിട്ടണം. അതും ഈ പ്രസ് മീറ്റുമായിട്ട്. അതായത് ഞാൻ ഇന്നലെ ഒരു എന്താ പറയുക ഇന്റർവ്യൂ പോയത്. മൺഡേ ആണ് ഞാൻ കൊടുക്കുന്ന ഇന്റർവ്യൂ. ആക്ച്വലി ഞാൻ അറിഞ്ഞിട്ടില്ല പ്രസ് മീറ്റ് വെനസ്ഡേ ആണെന്ന്. അപ്പൊ എല്ലാരും ഇപ്പൊ പറയുന്നത് ആ പ്രസ് മീറ്റ് വരുമ്പോ തന്നെ ഞാൻ മറ്റേ പ്ലെയിൻ പിടിച്ചിട്ട് ഫ്ലൈറ്റ് പിടിച്ച് പോയി എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഒന്നും അതെന്താ അല്ല. അപ്പം അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജസ്റ്റിസ് ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സിബിന് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ. സിബിൻ ചെയ്യാനുള്ളത് സിബിൻ ചെയ്യട്ടെ, അത് സിബിന്റെ വഴി. ഈ അതെ, സമയത്ത് കൊച്ചിത് വന്ന് പറയുമ്പോ ഇത് എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ പിന്നെ ചിഞ്ചു ഇതിനു മുമ്പേ തന്നെ ഈ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. അതെ. ഒരുപാട് പ്രാവശ്യമായിട്ട് ഇത് അവതരിപ്പിക്കുന്നുണ്ട്. അത് ഡോൺ കെയർ എന്നുള്ള ഒരു മെത്തേഡിലാണ് സിബിൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് അതെ. ഇപ്പൊ കൂടുതൽ ഇത് ഇത്രയും വിഷമത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ സിബിനെ എങ്ങനെയും ഒന്ന് തകർക്കാനായിട്ട് ഒരു ചാൻസ് നോക്കി നടക്കുകയാണ് അപ്പുറത്തൊരു ടീം. അതെ, അതെ. ശരിയാണ്. നമുക്കിപ്പോ എത്ര ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ സമരസപ്പെട്ട് നിങ്ങൾ സന്തോഷമാക്കണം, അല്ലെങ്കിൽ അവന് മാപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ അയാളെ കൊല്ലണം, ഇതൊന്നും ഞാൻ പറയത്തില്ല. നമ്മൾ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മളുടെ കൂടെ കുറച്ച് നാൾ ജീവിച്ചു ഇല്ലേ? അതെ, സ്വസ്ഥമായി നമ്മൾ കുറച്ച് നാള് നമ്മൾ സ്വസ്ഥമായി ഇരുന്നു. ഈ ഒരു ദിവസമെങ്കിലും ഇരുന്നു. അതാണ് ഒരു കുഞ്ഞ് തെളിവല്ലേ? അപ്പൊ അതെ. ആ ഒരു ഇതില് ആ ഒരു റെസ്പെക്റ്റിന്റെ പുറത്ത് ഇപ്പോ നമ്മൾ വലിച്ചു കീറുന്നില്ല. നമുക്ക് സമയമുണ്ട്. ആദ്യം ഇത് നുള്ളിപ്പറക്കി വരട്ടെ. അതിനുശേഷം നമ്മളുടെ ഡിമാൻഡ് സിബിൻ കൃത്യമായി ചെയ്തിട്ടില്ല വെച്ചാല് അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. മനസ്സിലായോ? ഇപ്പം കൊച്ചിന്റെ ഭാഗത്തുനിന്ന് ഒരു വക്കീല്, ഇവിടുന്ന് ഒരു വക്കീല്, ഇത് രണ്ടും വേണ്ട. അമൃതയുടെ ആ. കേസ് എടുത്തില്ലേ? ആ വക്കീലിന്റെ അടുത്ത് നമ്മൾ കോണ്ടാക്ട് ചെയ്യാം. പുള്ളി ഇത് മ്യൂച്വൽ ആയിട്ട് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, പേപ്പർ വർക്ക് ചെയ്തു തരും. പിന്നെ നിങ്ങൾ ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് ത്രൂ അങ്ങോട്ട് പറഞ്ഞ് 4 അവിടുന്ന് ഇങ്ങോട്ട് കേട്ട് ഈ മനപ്രയാസം നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രെയിനിന് നല്ലത് കൊടുത്താൽ നല്ലത് കിട്ടും. വയറിന് നല്ല ഭക്ഷണം കൊടുത്താൽ വയറിളകാതിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമ്മൾ ബ്രെയിനിന് നല്ല സാധനം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മെയിൻ ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കടം. എനിക്കറിയാം, ഞാൻ ലോണൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പം 14% കണ്ടാണ് പലിശ. അപ്പൊ അത് അതെ. രണ്ടുപേരും കൂടെ വെല്ലുകുത്തി കുറെ ചാനലുകാർക്ക് വ്യൂ കൊടുത്ത് അവരെ കൊണ്ട് പിന്നെ കുറെ റിവ്യൂ നടത്തി നിങ്ങളെ വലിച്ചു കീറി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലും ഭേദം ചിഞ്ചു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് തീർക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ തനിച്ചൊന്നും അല്ല കേട്ടോ, തന്റെ ഒപ്പം നിൽക്കുന്നത് ഒരു പെൺ കൂട്ടായ്മ തന്നെയാണ്, ഒരു പെൺ പടകൾ തന്നെ ഉണ്ട് അവിടെ. അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. തന്റെ ഒപ്പം ഞങ്ങൾ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ മകളിൽ സിബിൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ സിബിൻ ഫേസ് ചെയ്യാൻ പോകുന്നത് കേരളം കത്തിക്കലാണ്. നമ്മൾ കേരളം കത്തിക്കും, അത്രേ ഉള്ളൂ. സിബിൻ ഇത് നമ്മളോട് കോംപ്രമൈസ് ചെയ്ത് ഈ വിഷയം സോൾവ് ചെയ്യാൻ നിന്നില്ലെങ്കിൽ നമ്മൾ കേരളം കത്തിക്കും എന്നാണ് നമ്മളുടെ വാക്ക്. പബ്ലിക്കിലാണ് പറയുന്നത്. ഞാൻ എന്തായാലും കൊച്ചിന്റെ കൂടെ ഉണ്ടാവും. മനസ്സിലായോ? ഇനി പോയി ഇപ്പൊ ഒരു എന്താ പറയണേ, ഇപ്പൊ പോയി ഒരു വീഡിയോ കൊടുത്തു, അവര് വീഡിയോ ഇട്ടു, ഇനി ഇവിടുന്ന് ഒരു വീഡിയോ സിബിൻ ഇനി ഇടില്ല.
ഓക്കെ, കൊച്ചിനെതിരെ സിബിൻ ഓക്കെ. ഇനി ഒന്നും ഈ പബ്ലിക്കില് നിങ്ങൾ വേറെന്താ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ തല്ലുന്നത് മാത്രം പറയാതെ ഇല്ല അതും കൂടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആവും. ഇത് മാത്രം പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ബോറടിക്കുന്നു. നിങ്ങൾക്ക് ഇതല്ലേ പറയാനുള്ളൂ, അവൻ എന്നെ പിച്ചി, ഞാൻ അവനെ മാന്തി, ഞാൻ മടലെടുത്തടിച്ചു, ഇതൊക്കെയല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. അതിന് പുതിയതായിട്ട് വേഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ വാക്പോര്, അവിടുന്ന് കൈപ്പോര്, ഇതല്ലേ ഉദ്ദേശം. അത് സ്വാഭാവികമായിട്ട് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവുന്നതാണ്. നമ്മളുടെ സ്പേസിലേക്ക് മറ്റൊരു വ്യക്തിയെ ഒരാൾ ചൂസ് ചെയ്താൽ അല്ലെങ്കിൽ ചിന്തിച്ചാൽ തന്നെ എന്റെ ഒരു അഭിപ്രായം വാക്കൗട്ട്. മനസ്സിലായോ? ഈ പേഴ്സൺ ഉള്ളടം വരെയല്ലേ ഈ പേഴ്സൺ നമ്മൾ തലയിൽ ചുമക്കും. ഈ പേഴ്സൺ അതെ. ഡെഡ് ആയിപ്പോയി എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഇവൻ കൊള്ളത്തില്ല, ഇവൻ ഫ്രോഡായിരുന്നു, ചക്കയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. ഇപ്പൊ കുവൈറ്റിൽ കുറെ ഖത്തറിൽ കുറച്ച് കുട്ടികൾ മരിച്ചു. അവരുടെയൊക്കെ എടുത്ത് നോക്ക്, 2 പെൺമക്കള് 3 പെൺമക്കള് ഒക്കെ ഉള്ള ആളുകളാണ് പോയി 4-ാം മാസത്തിൽ ഇതുപോലെ വന്നത്. നമ്മൾ ചുറ്റുമുള്ള ലൈഫൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും നമ്മളുടെ ഒരു സ്ഥിതി എന്താണെന്ന് നമുക്ക് അപ്പോഴേ പിടികിട്ടുള്ളൂ. മനസ്സിലായോ മോളെ? ഇത് ആരെയും പിന്നെ വേദനിപ്പിക്കാനോ മോളെ ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സിബിനെ ഹേർട്ട് ചെയ്യാനോ അല്ല പറയുന്നത്. വളരെ കാമായിട്ട് ഇതങ്ങ് ഫിനിഷ് ചെയ്യാം. കൊച്ചിന്റെ ഡിമാൻഡ് അവർ അംഗീകരിച്ചില്ലേ? അതെ. ഇനി അത് ഒരു ഇനി എനിക്കറിയില്ല തീർച്ചയായിട്ടും എവിടെയാണ്. അതെ. ഞാൻ റെക്കോർഡ് ചെയ്ത് വേണം കേൾപ്പിക്കാം. റെക്കോർഡ് ആ. ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉള്ള ആ വിഷ്വൽ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണന്റെ ചാനലിലുള്ളത് അതെന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ റെക്കോർഡിക്കൽ എവിഡൻസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. തലതിരിച്ച് ഇനി അവൻ പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിബിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. മനസ്സിലായി? എന്നോട് അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മാറിയാണ് പറയുന്നതെങ്കിൽ ചിഞ്ചു വരേണ്ട കാര്യമില്ല, ഞങ്ങൾ പറഞ്ഞോളാം. സിബിന് വേണ്ടത് കൊച്ചിനി വെറുതെ നമ്മുടെ ഫേസ്, നമ്മുടെ വാല്യൂ അത് മറ്റൊരാൾ ഉപയോഗിച്ച് മറ്റൊരാൾ എടുത്തു വെച്ച് അതിന് വിട്ടുകൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. മനസ്സിലായോ? ബാക്കി കൊച്ചിന്റെ ഇഷ്ടം. ഇത് ജെന്യൂനായി തോന്നുന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ല എങ്കിൽ മോളുടെ ഇഷ്ടം പോലെ പറയാം. കമന്റ്സിലൊക്കെ പിന്നെ ഇപ്പൊ വരുന്നേക്കാൾ ജെന്യൂൻ കമന്റ് ആണ്. ഇനിയിപ്പോ ചിലപ്പം നല്ല ഫസ്റ്റ് ക്ലാസ് ഒക്കെ വരും. അതൊക്കെ എന്നെ കാണാൻ വരുന്നതാണ്. കൊച്ചത് മൈൻഡ് ചെയ്യണ്ട. അത് നമുക്ക് സ്ഥിരം ഓക്കെ. വരുന്ന നമ്മുടെ ആൾക്കാരാണ്. മൈൻഡ് ചെയ്യണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കൊച്ചിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൂട്ടം ചേർത്ത് പറയാം. ആൻഡ് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ദയവ് ചെയ്തിട്ട് ഈ വിഷയം നമ്മൾ ഇതോടെ ഇവിടെ സോൾവ് ചെയ്തിട്ട് മുൻപോട്ട് പോകുന്നത്. ഏത് പേപ്പർ വർക്ക്, നമ്മളുടെ പേയ്മെന്റ് കിട്ടുക, കുഞ്ഞിനൊരു എമൗണ്ട് കിട്ടുക. കുഞ്ഞിനെ അതെ. മോൾ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, കൊച്ച് ഞാൻ നോക്കിക്കൊള്ളാം ചേച്ചി, എനിക്ക് അങ്ങനെയല്ല, സിബിൻ അത് ചെയ്യണമെന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് തന്നെയുണ്ട്. പിന്നെ കസ്റ്റോഡിയൻ അല്ല സിബിൻ ചോദിച്ചിരിക്കുന്നത്. സിബിൻ അവനെ കാണണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മോൾക്ക് സമ്മതമാണെങ്കിൽ അത് കാട്ടിക്കൊടുക്കുക. അത് നമുക്ക് നിഷേധിക്കാനൊക്കില്ല, പിതാവല്ലേ, കാണട്ടെ. അത് ഏതാണ് സൗകര്യം അതിന്റെ അനുസരിച്ചിട്ട് കൊച്ചു കാണിച്ചു കൊടുക്കുക. പരസ്പരം നമ്മൾ മ്യൂച്വലായി പിരിയുമ്പോൾ ഉള്ള ലാഭം എന്താണെന്നറിയാമോ? നമ്മളുടെ വാല്യൂ അവർക്ക് മനസ്സിലാകും. നമ്മൾ പരസ്പരം കല്ലെറിയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഇതിനെ കളഞ്ഞത് തന്നെ നല്ലതെന്നൊരു തോന്നൽ അവന് വരും. അതിനേക്കാൾ നല്ലത് നമ്മളൊരു വാല്യുബിൾ പേഴ്സൺ ആയിരുന്നു, നമ്മളെ നഷ്ടപ്പെടുത്തിയത് ഏറ്റവും വലിയ നഷ്ടമാണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതാണ് ഒരു പെണ്ണ് ചെയ്യേണ്ട ഏറ്റവും ആത്യന്തികമായ കാര്യം. പിന്നെ ഒരാളുടെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ അയാളുടെ അണ്ടറിൽ ഇരിക്കുമ്പോൾ അയാൾ പല തോന്നിവാസങ്ങളും കാണിക്കും, നമ്മളത് സഹിക്കേണ്ടി വരും. അത് ഇനി ഇയാൾക്ക് ചാനലുണ്ട്, അതിൽ കൂടെ പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുക്കാം. ഞാനൊരു മോഡലാണ്. സോ എനിക്ക് നേർപ്പെട്ട ഇതേ ബുദ്ധിമുട്ടുകൾ ഇനി ഒരു പെൺകുട്ടിക്ക് വരാതിരിക്കാൻ ഞാൻ ഇത് പറയണു എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു പക്ഷെ 10 പേർക്ക് അത് ഉപകാരമാവുമെങ്കിൽ അത് നല്ലത്. കരയുന്ന പെണ്ണുങ്ങളെ ഇഷ്ടമില്ല, തലേ കിണറും കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളെ ഇഷ്ടമില്ല. കരയാതിരിക്കുക, സങ്കടപ്പെടാതിരിക്കുക. ഇത് ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ്, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. മനസ്സിലായോ? പുള്ളിയെ നന്നാക്കാനോ പുള്ളിയുടെ ക്യാരക്ടർ ചീത്തയാക്കിയത് കൊണ്ടോ കൊച്ചിന് യാതൊരു ലാഭവും കിട്ടാൻ പോകുന്നില്ല. ഉണ്ടോ? എന്തെങ്കിലും ലാഭം ഉണ്ടോ? ഈ ചാനലിൽ പോയിരുന്ന ഒരു ഇന്റർവ്യൂ കൊടുത്ത് അവര് ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം, ശരി. സിബിൻ എങ്ങനെയുണ്ട്? അവൻ മഹാകൂറയാ, ശരി. അപ്പൊ മഹാകൂറയാണ്, ശരി മഹാകൂറയാ. എന്നാ പിന്നെ ഞാനും കൂടെ പറഞ്ഞ മക്ക കുക്കറെ. ഇത്രയും പറഞ്ഞ മോക്ക് എന്ത് കിട്ടി? മോളുടെ പ്രോബ്ലം കോംപ്രമൈസ് ആയോ? സോൾവ് ആയോ? ഇല്ല ഒന്നുമില്ല. ചേച്ചി, ഞാൻ ഇന്റർവ്യൂനൊന്നും അങ്ങനെ പോയി അങ്ങനെ കൊടുക്കണമെന്ന് ഒരു ഇന്റർവ്യൂ വിചാരിച്ചല്ല. വന്നതാണല്ലോ ഇത് ഇഷ്യൂ കുറച്ചുകൂടെ സീരിയസ് ആകുന്നത്. അതാണ് ഞാൻ അതെ. പറഞ്ഞത്. അവർക്ക് വ്യൂ കിട്ടുന്നുണ്ട്, അവർക്ക് റവന്യൂ കിട്ടുന്നുണ്ട്. കൊച്ച് അങ്ങനെ ആരെടുത്ത് ഞാൻ എന്റെ ഒരു അറിവിൽ ഏഷ്യാനെറ്റ് വിളിച്ച് പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ ഇല്ല. മനസ്സിലാവും. പക്ഷേ അങ്ങനെ ചിലർ കൊച്ചിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു അതെ. തരേണ്ട കാര്യമൊന്നുമല്ല. ബാംഗ്ലൂരും കണ്ടല്ലേ, അപ്പൊ ആ ബാംഗ്ലൂർ പട്ടണത്തിൽ പോയി നിന്ന് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല.
മനസ്സിലായി. എത്ര ബുദ്ധിയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഒരാൾ ഉപയോഗിക്കുന്നതും നമ്മളുടെ മിസ്റ്റേക്കാണ്. അങ്ങനെ ഒരാൾ അതെ. ഉപയോഗിക്കുന്നതിനായിട്ട് നമ്മൾ തലവെച്ച് കൊടുത്ത് നിൽക്കരുത് എന്നുള്ളതാണ് അടുത്തത്. ബാക്കി നോക്കാം, വരും പോലെ വരാം. ഈ വിഷയത്തിൽ സിബിൻ ഇനി മാറ്റി പറയുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പറയുകയോ ചെയ്താൽ നമുക്കതിന് സൊല്യൂഷൻ കണ്ടെത്താം. മനസ്സിലായോ? പിന്നെ സോഷ്യൽ മീഡിയയിൽ പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ ഞരമ്പ് രോഗികൾ ഒരുപാടുള്ളതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. അവർക്ക് തലയ്ക്ക് സുഖമില്ലാതെ വരുമ്പോൾ അവർ ആദ്യം നോക്കുന്ന പെമ്പിള്ളേർ എവിടെയെങ്കിലും ലൈവ് ചെയ്യുന്നുണ്ടോന്നാണ്. മനസ്സിലായോ? പിന്നെ വന്ന് നോക്കുമ്പോ ചന്തമുള്ള ആളാണെങ്കിൽ പിന്നെ അപ്പ കിളവിന്ന് വിളിക്കും, പിന്നെ പച്ചത്തെറി പറയും. അത് മൈൻഡ് അതെ. ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചിഞ്ചു, ദയവ് ചെയ്ത് ഇനി പബ്ലിക്കിൽ വന്ന് ഫാമിലി പ്രോബ്ലംസ് എടുത്തിടാതെ സ്ട്രോങ് ആയി മുന്നോട്ട് പോകുക. നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ, മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. ഷബീന മുനീർ. സബീന മുനീർ. ഉറപ്പായിട്ടും. കാരണം ഞാൻ ഒരിക്കലും ഫാമിലി പ്രോബ്ലം കൊണ്ടുവരണം എന്ന് വിചാരിച്ചല്ല. എന്നെ പറ്റി മോശമായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എനിക്കൊരു പറയാനോ ആരടുത്തും പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വന്ന് റിയാക്ട് ചെയ്തതാണ്. ഇത് ഞാൻ ഇപ്പം ബിഗ് ബോസിൽ പോയതുകൊണ്ട് റിയാക്ട് ചെയ്തതല്ല. മുന്നേ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് ആരും കണ്ടില്ല. 2023 റിയാക്ട് ചെയ്തു. 2021 റിയാക്ട് ചെയ്തു. അതിനെന്താ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ആ റിയാക്ഷൻ വീഡിയോ മൂപ്പൻ വ്ലോഗ് ആണ് എനിക്ക് തോന്നുന്നു, പുള്ളിയുടെ ഒരു ഇൻഫർമേഷൻ കൊടുത്തപ്പോ പുള്ളി എന്തോ എനിക്ക് തോന്നുന്നു വെരിഫൈ ചെയ്യാതെ ചെയ്തതാണ്. അപ്പൊ അത് അതൊന്നും മൈൻഡ് ചെയ്തപ്പോഴത്തേക്കും ചെയ്തില്ലേ മോളെ? ഈ മൂപ്പൻസ് ലോകായിരുന്നാലും ശരി, നമ്മുടെ വാഴ സായി ഉണ്ടില്ലേ, എന്നെ വേസ്റ്റ് എന്നാ വിളിച്ചത്. അതുകൊണ്ട് ഞാൻ വേസ്റ്റാ. വേസ്റ്റ് ആരാണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? ഈ അതെ. വാഴ വിളിച്ചത് എന്നെ വേസ്റ്റ് എന്നാണ്. ഞാൻ പബ്ലിക് വേസ്റ്റ് എന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ ആരാണ് പബ്ലിക് വേസ്റ്റ്? അത് കാലം തെളിയിക്കട്ടെ, കർമ്മ കൊടുക്കട്ടെ. ആര് നമുക്കെതിരെ ചെയ്താലും, ആരവസരത്തിനൊത്ത് നമ്മളെ ചതിച്ചുകൊണ്ട് നമ്മളെ യൂസ് ചെയ്താലും അവർക്ക് കർമ്മ കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ജീവൻ കൊടുത്തോളും. വിട്ടുകളയുള്ളൂ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഐ എം എ സ്ട്രോങ് വിമൺ. ആ ഒരൊറ്റ എന്നെ ചേച്ചി, എനിക്ക് പറ്റും. ആ ഒരു 2 സ്റ്റേറ്റ്മെന്റ് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആരുടെ കൂടെ ഓടിപ്പോയതാണ്. പുള്ളിയാണ് എന്നെ ബാംഗ്ലൂർ കൊണ്ടുവിടുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ റിയാക്ട് ചെയ്തതാണ്. കാരണം അല്ലെങ്കിൽ ആ ഒരു 2 സ്റ്റേറ്റ്മെന്റ് പെൺകുട്ടികളെ ട്രിഗർ ചെയ്യാൻ ഭയങ്കര ഒരു ഇതാണ്. സെക്കൻഡ് എക്സാക്ട്ലി. ബേബി കൺസീവ് ആയപ്പോ എന്റെ പുള്ളിയുടെ അല്ലാന്നൊക്കെ പറഞ്ഞത് എനിക്ക് അത് ഒരിക്കലും അന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പൊ പറ്റാത്തത് കൊണ്ടാണ് ജയിക്കാൻ റിയാക്ട് ചെയ്തത്. നമ്മൾ പലതും പറയുമല്ലോ. ജയിക്കണ്ടേ? ചുമ്മാ ഇരുന്നാ ജയിക്കാൻ പറ്റും. അതൊക്കെ പറഞ്ഞൊന്ന് വരും. അത് സി എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, തെറി വിളിക്കണു, തെറി വിളിക്കണു. ഞാൻ വിളിക്കണ തെറിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നു? നിങ്ങൾക്ക് തെറി അറിയാവുന്നുണ്ടല്ലേ? അപ്പൊ അറിയാൻ നിങ്ങൾക്ക് പാടില്ല. അറിയാവുന്ന ഒരു സാധനമല്ലേ ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ പറയുമ്പോൾ മാത്രം അതൊരു തെറിയാവണത് എങ്ങനെയാണ്? ആവശ്യം വരുമ്പോ ഇതിനേക്കാൾ വലിയ തെറികൾ നിങ്ങൾ വിളിക്കും. അത് നിങ്ങളെ ഓരോ സാഹചര്യം കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കൊണ്ടെത്തിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞു, എന്നെ പിടിച്ചു, എന്നെ പിച്ചി, എന്നെ മാന്തി, സില്ലി ആകാതിരിക്കും. ഒരു അമ്മയല്ലേ? നാളെ മകളോ മകനോ ആരായിരുന്നാലും മകനാണല്ലേ, അവൻ നോക്കുമ്പോ മൈ മദർ ഈസ് ബോൾഡ് അങ്ങനെ തോന്നണം. അല്ലാണ്ട് എന്നെ അമ്മ കരഞ്ഞു കാല് പിടിച്ചു, അച്ഛാ തിരിച്ചു വരണേ, എനിക്ക് എന്റെ കൊച്ചിന് അച്ഛനെ വേണേ, ഈ ഡയലോഗ് ഒക്കെ പറയണത് പോലെ പാഴ് വേറെ ഇല്ല. നമ്മളെ സ്നേഹിക്കുന്നവരെ കൂടെ നമ്മൾ ജീവിക്കണം. നമ്മളെ അംഗീകരിക്കുന്നവരോടെ നമ്മൾ ജീവിക്കണം. നമുക്ക് സ്പേസ് തെരഞ്ഞെടുത്ത് നമ്മൾ പോയി ഇരിക്കണം. അല്ലാതെ നമ്മൾ അവിടെ അതെ. കുത്തിക്കേറി ഇരുന്നാൽ നമ്മൾ അവിടെ എപ്പോഴും ഒരു അധികപ്പറ്റാണ്. ഒരു ശരിയാണ്. ചെറിയ അവസരം ഉണ്ടാകുമ്പോ തന്നെ നമ്മളുടെ വാല്യൂ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തടത്ത് പിന്നെ നിക്കരുത്. നിക്കരുതെന്നാ അതത്രേ പറയാം. ഉള്ളൂ. ഏങ്ങി ഒരു വലി അത് വലിച്ച അന്ന് എനിക്കും അതന്നെ. തീരാന്നുള്ള എനിക്കും ദിവസമേ ഉള്ളൂ. അങ്ങ് തീർന്നു പോയാൽ എന്തോ നീയും. ഇപ്പൊ കൊച്ചിനാണ് എന്തെങ്കിലും അതെ. സംഭവിക്കുന്നതെന്ന് വെക്കാം, ബൈ ചാൻസ് സംഭവിക്കാതിരിക്കട്ടെ, ആണെങ്കിൽ അവൻ സഹിച്ചല്ലേ പറ്റൂ. തിരിച്ചാണെങ്കിലും നമ്മൾ സഹിച്ചല്ലേ പറ്റുള്ളൂ. വൈസായിട്ട് തിങ്ക് ചെയ്യും. കാം ആൻഡ് ക്വയറ്റ്. ഒരുപാട് ലൈഫിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, ഒത്തിരി എൻജോയ് ചെയ്യാനുണ്ട്, ഒത്തിരി കഴിക്കാനുണ്ട്, ഒത്തിരി ഡ്രസ്സ് വാങ്ങിയിട്ട് ഡാൻസ് കളിക്കാനുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ഷോ മസ്റ്റ് ഗോ ഓൺ. ഇതിനകത്ത് നമ്മളിപ്പോ ഇരുന്നുണ്ട്, എടാ നിന്നെ ഞാൻ ചെയ്യോടാ, ഇനി വാടാ, ഞാൻ പോയി ഞാൻ വെറൈറ്റി മീഡിയ കിട്ടി കയറിയിരുന്ന് നിനക്ക് 2 തരട്ടെ. അപ്പോഴത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ. അടുത്ത വിഷയം വരുമ്പം ഈ വിഷയം പോകും. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിനോ ഒരു ഇതിനോ പോകുമ്പോ ഈ ഫേസ് റിവീൽ ആയത് മായ്ച്ചു കളയാൻ ഒക്കത്തില്ല. മനസ്സിലായോ? അതെ. സിബിൻ എന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഡാമേജ് ചിഞ്ചു എന്ന വ്യക്തിക്ക് ഉണ്ടാകും. കാരണം നമ്മുടെ അതെ. സൊസൈറ്റി ഓൾവേസ് ടാർഗറ്റ് ചെയ്യുന്ന സ്ത്രീകളെയാണ്. അവരെ ചീത്തയാക്കുക. ഇപ്പൊ കൊച്ചു പറയുന്നു ഞാൻ ആരോടൊപ്പം പോയിട്ടില്ല. പക്ഷെ എനിക്ക് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ കൊച്ചു ആരോടെ പോയെന്ന. മനസ്സിലായോ? ഇത് ഉം. നമുക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് വേറെ ലെവലാണ്. അപ്പൊ ബെറ്റർ എന്താണ്, അത്തരം സിറ്റുവേഷനിൽ നമ്മൾ നമ്മളെ കൊണ്ടൊന്നും ഇടാതിരിക്കുക. മനസ്സിലായോ? ഇത് ആദ്യമേ തന്നെ എന്താ ചെയ്യേണ്ടിയിരുന്നത്, ഇത് വെരി ബിഗിനിങ്ങേ തന്നെ ആരെങ്കിലും നല്ലൊരു മീഡിയേറ്ററെ കണ്ടിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇത് എന്നേ തീർന്നേനെ.
പിന്നെ പേയ്മെന്റ് അയാൾ തരുന്നെങ്കിൽ അത് അയാളുടെ മാന്യത, തന്നില്ലെങ്കിലും കൊച്ചു തടയ്ക്കും. മനസ്സിലായോ? നമുക്ക് അങ്ങനെ ഒരു നഷ്ടം വന്നു, ഒരു അസുഖം വന്നു, നമ്മുടെ കൈക്ക് ഒരു പരിക്ക് പറ്റി, ഇത്ര ഒരു എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു, നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ. തരികയാണെങ്കിൽ ഈസി ഗോ. അത് തരേണ്ടത് അവന്റെ മാന്യത, കാരണം വാഹനം എടുക്കാനാണ് അത് പണയം വെച്ചത്. പിന്നെ ഭാര്യയാണ്, ആ റെസ്പോൺസിബിലിറ്റി അവൻ മറച്ചു വെക്കാൻ ഒക്കത്തില്ല. കേസിനും കൂട്ടത്തിനും ഒക്കെ പോവുകയാണെങ്കിൽ ജീവനാംശം തരണം, മാത്രമല്ല ഒരുപാട് രീതിയിൽ ഡാമേജ് തരേണ്ടി വരും, ഒരുപാട് കോമ്പൻസേഷൻ കൊച്ചിന് ചോദിക്കാൻ പറ്റും. സ്ത്രീകൾക്ക് സപ്പോർട്ടീവായ ലോ ആണ്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ ഒരു കോംപ്രമൈസിൽ തീർക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയെ വീണ്ടും നമ്മൾ ടോർച്ചർ ചെയ്യുമ്പോൾ നമ്മളുടെ ജെനുവിനിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോ, ഇവര് അങ്ങനെ പെൺകുട്ടികൾ പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരും. അങ്ങനെ നമ്മുടെ ക്യാരക്ടറെ ഡാമേജ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. വിഷമമാണ് പരസ്പരം ബഹുമാനത്തോടെ പിരിയുക. കാരണം ഒരു കുഞ്ഞ്, അതിന്റെ ഭാവി, ഇനിയുള്ള ജീവിതത്തിനും അതാണ് നല്ലത്. ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ കൊടുക്കരുത്. ചേച്ചി ഞാനും അത് തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഒരു എന്താ പറയാ, ഒരു ചാനൽ വഴി എത്ര 3-4 ലക്ഷം ആൾക്കാർ കാണുന്ന ഒരു ചാനൽ വഴി ഒരു അന്വേഷിക്കാതെ പോലും ഒരു കണ്ടന്റ് അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോ, അത് എനിക്കും ഫാമിലി ഉണ്ട്. എന്റെ സിബിനും ഫാമിലി ഉണ്ട്, എനിക്കും ഫാമിലി ഉണ്ട്, ഞങ്ങൾക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾക്ക് അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവര് വന്ന് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കുവാണോ? കാരണം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, 2 സ്റ്റേറ്റ്മെന്റ് കാരണം മാത്രമാണ്. അല്ലാതെക്ക് ഞാൻ സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കുവായിരുന്നു. 2021 ഞാൻ തിരിച്ച് ഒരു കമന്റ് മാത്രം ഇട്ടത്. അത് വേറൊന്നുമല്ല, എന്നെപ്പറ്റി അവിടെ പരാമർശിക്കുന്നോണ്ടാണ്. ഞാൻ ഓൾറെഡി പുള്ളിയോട് പറഞ്ഞാണ്, നമ്മൾ തമ്മിൽ മാറി നിൽക്കുകയാണ്, ഒരിക്കലും എവിടെയും പോയി പറയരുത് എന്നുള്ള രീതിയിൽ രണ്ടുപേരും പറഞ്ഞ് നിശ്ചയിച്ചത് തന്നെയാണ്. അത് റെസ്പെക്ട് ചെയ്യാതെ പോയി ഇന്റർവ്യൂലൊക്കെ ഇരുന്ന് വൈഫിന്റെ കാര്യം ഞാൻ ഡിവോഴ്സ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറയുമ്പോ അത് ഇറ്റ് ഹേർട്സ്. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ സത്യസന്ധമായ കാര്യങ്ങൾ പറയട്ടെ. ഓക്കെ, ഫാമിലിനെ പറ്റി പറയുമ്പോൾ സത്യസന്ധമായി പറയുവാണെങ്കിൽ പറയട്ടെ. പക്ഷെ ഈ ഇല്ലാത്ത കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്കും ഒരു ട്രിഗർ വരുന്നത്. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത്? അങ്ങനെ തോന്നി, അങ്ങനെ റിയാക്ട് ചെയ്താണ്. അല്ലെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു. അത് ഞാൻ ഇപ്പം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ പ്രസ് മീറ്റിന്റെ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല. നേരത്തെ എടുത്ത ഇന്റർവ്യൂ ആണത്. പ്രസ് മീറ്റ് കാര്യങ്ങൾ വന്ന ഉടനെ നിങ്ങള് ഫ്ലൈറ്റ് പിടിച്ചു പോയി, അങ്ങനെ കുറെ പറയാം. അതൊന്നും അല്ല. അത് നിങ്ങൾ കാണുന്നവരെങ്കിലും അത് അല്ലല്ല, മനസ്സിലാക്കുക. അത് അങ്ങനെയല്ലെന്ന് എനിക്ക് മനസ്സിലാവും. അത് ആര് കളിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലാകും. മനസ്സിലായോ? അതില് കൊച്ചിന്റെ പാട്ട് ഇല്ല എന്നുള്ളത് എനിക്ക് സംസാരിച്ചപ്പോ തന്നെ പിടികിട്ടിയിരുന്നു. അത് ഓപ്പൺ ആയിട്ട് തന്നെ ഞാനും പറയുന്നു, ചിഞ്ചു അതിനകത്ത് ഇല്ല. അത് സിബിൻ മനസ്സിലാക്കുക. ചിഞ്ചു അല്ല അത് ചെയ്തത്. ചിഞ്ചുവിനെ കൊണ്ട് ഇനിയും ആളുകൾ എടുത്തിട്ട് ആട്ടം കാണിച്ചു കളയും. അത് കോംപ്രമൈസ് ചെയ്ത് തീർക്കാൻ നോക്കൂ സിബിനെ. എന്റെ ഒരു അഭിപ്രായമാണ്, പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് പ്രോബ്ലം സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അവൾക്ക് അധികം ടോർച്ചറും സ്ട്രെസ്സും കൊടുക്കാതിരിക്കുക, റെസ്പെക്ട് ചെയ്യുക. എത്രയായാലും ഭാര്യയല്ലേ. അപ്പോ എക്സോ വൈയോ ആയിരുന്നല്ലോ. അപ്പൊ അത് കോംപ്രമൈസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യുക. രണ്ടുപേരും അവരവരുടെ വ്യക്തിത്വം, നമ്മൾ മറ്റുള്ളവർ അനലൈസ് ചെയ്യുന്നത്, ഈ പറയുന്ന പാർട്ട്നേഴ്സ്, നമ്മുടെ വീട്ടിലും ഇതൊക്കെ ഉണ്ടായിരുന്നടേ. ചെരവെടുത്തടിപ്പും കെണ്ടിലെടുത്തിടക്കും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ വലിഞ്ഞു പിടിച്ച് മേളി കയറി വന്നതാണ്. പക്ഷെ പിന്നെ നമ്മളെടുത്തിടുമ്പം പിന്നെ എഴുന്നേറ്റ് വരാൻ പറ്റാത്ത കണക്ക് നട്ടെല്ലൊടിച്ചങ്ങ് ഇട്ട് കൊടുക്കണം. ഇത് എന്താന്ന് പറയുന്ന, ഈ പൊതുജനം പലവിധമാണ്. പെണ്ണുങ്ങളുടെ വായ അടപ്പിക്കാനാണ് എല്ലാവർക്കും സന്തോഷം. അപ്പൊ അത് മനസ്സിലാക്കി കുറച്ചുകൂടെ വിജിലന്റ് ആയി കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് ചെയ്യാം. ദയവ് ചെയ്ത് ആർക്കും പോയിട്ട് തന്നെ ഉപയോഗിച്ച് റീച്ച് ഉണ്ടാക്കണ കളിക്ക് നിൽക്കുന്ന കൊടുക്കാതിരിക്കും. മനസ്സിലായോ? താനൊരു മെറ്റീരിയൽ അല്ല. ഇത് തന്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്, തന്റെ ലൈഫാണ്. ഇത് ഒരാൾ ഉപയോഗിച്ച് അവര് കച്ചവടവൽക്കരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, കണ്ടു. ചിഞ്ചു ഓടി നടന്ന് കമന്റ് റിപ്ലൈ കൊടുക്കുന്നത് നിർത്തുക. വൈഫ്സ് വീഡിയോ. ചിഞ്ചു ചിഞ്ചു അല്ല അത്, ചിഞ്ചുവിന്റെ ഫേക്കാണ്. ചിഞ്ചുവിന് സമയമില്ല. ഈ സമയത്ത് നിങ്ങൾ സിബിനെ സപ്പോർട്ട് ആക്കുക, അത് ന്യായം. അത് സിബിൻ ഫാനാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ചേച്ചി. ഇതില് ഇപ്പം പുള്ളി അതില് എന്തെങ്കിലും പ്രശ്നങ്ങള് വരുന്നുണ്ടെങ്കിൽ, ഇപ്പം പുള്ളി ഇത് നമ്മുടെ മീഡിയക്കെതിരെയൊക്കെ കേസ് കൊടുക്കുന്നു എന്നല്ല പറഞ്ഞു. അപ്പൊ അതിന് ഞാൻ
ഇന്നലെ എനിക്ക് തോന്നുന്നു ലൈവിൽ വന്നപ്പോ പറഞ്ഞതാണ്. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. ജസ്റ്റിസ് ഫോർ സിബിൻ ഞാൻ പറഞ്ഞതാണ്. അതൊന്നും പോയിട്ടില്ല. ഇപ്പം എടുത്തോണ്ട് പോയി കണ്ടന്റ് ചെയ്യുന്നവർ അതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അവര് ഞാൻ പുള്ളിക്കെതിരെ ആ ഒരു സമയത്ത് നിൽക്കും. പിന്നെ ഒരു ഫോട്ടോ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഒരു പുള്ളി അത് ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടന്നതാണ്. ഞാനത് എന്റെ ഡ്രൈവിന്റെ ആക്സസ്, അതായത് ഈ ഒരു ഇന്റർവ്യൂവിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഡ്രൈവിന്റെ ആക്സസ് കുറച്ച് പേർക്ക്, അതായത് സത്യം ദേഷ്യം വന്ന സമയത്ത് തന്നെയാണ് ആ ഡ്രൈവിന്റെ ആക്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ഗ്രൂപ്പ് വന്നിട്ട്, ഗ്രൂപ്പല്ല ചാനലാണ്, ഇൻസ്റ്റാഗ്രാമിന്റെ ചാനലാണ്. അവർക്ക് ഞാൻ ഇതിന്റെ ഒരു പ്രൂഫ് എന്നുള്ള രീതിയിൽ കൊടുത്താണ്. ഞാൻ എവിടെ ആ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടില്ല. ആ ഒരു ലിങ്ക് ആണ് കൊടുത്തത്. ആ ലിങ്ക് എന്ന് പറയുന്നത് എന്റെ വീഡിയോയിലേക്കുള്ള ഒരു ലിങ്ക് ആണ്. അതുപോലെ ആ ഫോട്ടോയിൽ തന്നെ കുറച്ച് ആക്സസബിൾ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട്. ഇതിൽ നിന്ന് എടുത്തോണ്ട് പോയി ആരോ എന്റെ കമന്റ് ഞാൻ ഇട്ടത് തന്നെയാണ്, ഞാൻ അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ കമന്റിന്റെ കൂടെ ആ ഫോട്ടോ ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ ആർക്കും പേഴ്സണലി സെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് എടുത്തിട്ട് ഫോട്ടോസ് എടുത്തവരുണ്ട്. അത് എനിക്ക് ദേഷ്യം എന്റെ വന്നപ്പോ മെയിലിലെ നോട്ടിഫിക്കേഷൻസ് എടുത്തോണ്ട് പോയി വന്നിട്ടുണ്ട്. ദേഷ്യം വന്നപ്പോ എടുത്ത കമന്റ് കൊണ്ടുപോയി ഇട്ടിട്ട് അത് വെച്ചിട്ട് കുട്ടിയെ ഡിഗ്രേഡ് ചെയ്യുന്നു അല്ലേ? അതെ. വാട്ട് ഒഫീഷ്യൽ ആണോ? അല്ല, ഇത് ഒഫീഷ്യൽ അല്ല. ഇഫ് നോട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ബി ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് സപ്പോർട്ട് ഈച്ച് അതർ. ഡോണ്ട് ലെറ്റ് എനിവൺ എൽസ് bring issues between you both. You have a child whose parents cannot be replaced. റെസ്പെക്ട് ടീച്ചർ ആൻഡ് ബ്ലെസ് മോർ അറിയില്ല എന്നുള്ളതാണ് ഒരു വേറൊരു പ്രശ്നം. ഇനി അതിലിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു നോർമൽ കിഡ് എന്നുള്ളതാണെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ പുള്ളിയും കൂടെ ഐ മീൻ അത് പുള്ളി വിചാരിച്ചാലേ ആ കാര്യത്തിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അത് നമുക്ക് സംസാരിക്കാം. നോട്ട് വറി. വൈബ്സ് മീഡിയ ഫേക്ക് അക്കൗണ്ട് അല്ലല്ലോ ചിഞ്ചു, ഒറിജിനൽ അക്കൗണ്ട് നിന്നാണ് എല്ലാ കമന്റ്സ് ഇട്ട്. വൈബ്സ് മീഡിയ ബ്രോ, ഞാൻ ഇടുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ അതിനെ പറ്റി മോശമായിട്ട് പൂറി മോളേന്ന് വരെ വിളിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ എനിക്ക് PR ടീംസ് ഒന്നും വർക്ക് ചെയ്യാനായിട്ടില്ല. ഞാൻ എന്റെ കമന്റ് ഞാൻ ഇടുന്നുണ്ട്. കാരണം എനിക്ക് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ്, ഞാനല്ലാതെ വേറെ ആരാണ് എനിക്ക് വേണ്ടിയിട്ട് കമന്റ് ഇടാൻ? വേറെ ആരുമില്ല. എനിക്കൊരു PR ടീം ഒന്നുമില്ല. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും വൃത്തികെട്ട കമന്റ് ആണെന്ന് തോന്നി അങ്ങനെയുള്ള കമന്റ്സിന് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതെന്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ് ചേട്ടാ. VAT ഒഫീഷ്യൽ പേജ് ആണോ? എന്റേതല്ല. VAT ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് വാട്ട് ഒഫീഷ്യൽ പേജ് ആണോ? വാട്ട് ഒഫീഷ്യൽ പേജ് മനസ്സിലായില്ല. എനിക്കും ഇല്ല അങ്ങനെ ഒരു പേജ്. ചേച്ചി എടുത്തത് നല്ല തീരുമാനമാണ്. ചിന്തിക്ക് നല്ല സംഭവിക്കട്ടെ. എന്തായാലും ചേച്ചി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇത് ആക്ച്വലി പറഞ്ഞ ഇങ്ങനെ നേരത്തെ ഇത് ചെയ്യേണ്ടതായിരുന്നു. ഈ ഒരു വീഡിയോ ഇട്ടു, അതിനപ്പുറം വേറെ വീഡിയോ ഇട്ടു, എല്ലാ ഇന്റർവ്യൂവിലും പോയി ഇന്റർവ്യൂലൊക്കെ മോശമായിട്ട് പറയുന്നുണ്ട്, അത് ഇതെന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ മുന്നേ ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു വീഡിയോ വന്നു എങ്കിലോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇവിടെ വരെ എത്തില്ലായിരുന്നു. അത് അതിന് പകരം ഓരോരുത്തരുടെ വീട്ടിൽ പോവുക, പിന്നെ പുള്ളി തോന്നുന്ന രീതിയിലും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. ഞാനും എനിക്ക് തോന്നിയ പോലെ എനിക്ക് റിയാക്ഷൻ അങ്ങനെ ആ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യാൻ തോന്നിയതാണ്. അങ്ങനെ റിയാക്ട് ചെയ്തു. കാരണം എനിക്ക് വേറൊരു രീതിയിൽ റിയാക്ട് ചെയ്യാൻ അറിയില്ല. എനിക്ക് ഈ പറയുന്ന പോലെ ചാനൽസുമായിട്ട് കോണ്ടാക്ട്സ് ഇല്ല. അപ്പൊ എനിക്ക് ഒരു ഇന്റർവ്യൂവിന് പോയി പങ്കെടുത്ത് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റേതായ രീതിയിൽ റിയാക്ട് ചെയ്തത്. I think all these interviews are evidence in court. Only kid will suffer. ഒന്നും നടക്കാൻ പോണില്ല. അവർ രണ്ടുപേർക്കും പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കോർട്ട് എടുത്തോ നീ? അവർക്ക് രണ്ടുപേർക്കും പരസ്പരം പ്രശ്നമില്ല, പിന്നെ കോർട്ടിന് എന്ത് കാര്യം? കോർട്ടിനൊന്നും ഒരു കാര്യമില്ല. അവര് തമ്മിൽ പ്രശ്നമില്ല, അവർക്ക് തമ്മിൽ ഒരു പ്രോബ്ലവും ഇല്ല. പിന്നെ വാഗ്വാദം വരും. പിന്നെ നിങ്ങളൊക്കെ ഭയങ്കര ഈ കാണുന്നവരൊക്കെ അങ്ങ് മിണ്ടാതിരിക്കുമല്ലോ. വഴക്കുണ്ടാവാത്ത വീടുകളില്ല, എല്ലാ വീട്ടിലും ഉണ്ട്. എല്ലാ വീടുകളിലും ഉണ്ട്. കുറെ അമ്മമാര് സഫർ ചെയ്യും, ടോളറേറ്റ് ചെയ്യും. തിരിച്ച് അതേപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടും ആണുങ്ങളും സഫർ ചെയ്യും, അവരും മിണ്ടാതിരിക്കും. രണ്ട് സൈഡിൽ നിന്നും ഇതുണ്ടാകും. അത് ആരും പുറത്തു പറയത്തില്ല, അത്രേ ഉള്ളൂ. ഈ പുറത്തു പറയാത്തവരാണ് രണ്ട് മുറി കിടന്നിട്ട് അവസാനം സർക്കസ് മുഴുക കാണിക്കുന്നത്. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ ഉള്ള ഡയലോഗ് കാണിക്കുന്നത്. ഫോട്ടോ ഷെയർ ചെയ്യാൻ ആക്സസ് കൊടുത്തത് വാറ്റ് എന്ന ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അവരാണ് ഇതിൽ സിബിനെ ഡീഗ്രേഡിംഗ് ചെയ്യാൻ മുൻപിൽ നിൽക്കുന്നത്. അതാണ് ചോദിച്ചത്.
വാട്ട് ആ അതാ ഞാൻ പറഞ്ഞത്, ഏതോ ഒരു ഗ്രൂപ്പാണ്, അതായത് എന്തോ ഒരു ചാനലാണ്. ഞാൻ ഇപ്പം ഫോർത്ത് ജംഗ്ഷൻ ആണെങ്കിൽ കൂടെ എനിക്ക് ഇതിന്റെ ശരിക്കുള്ള പേരൊക്കെ കറക്റ്റിന് ഞാനിതൊന്നും ഡെയിലി യൂസ് ചെയ്യണ ചാനൽസ് ഒന്നും അല്ല. ഒരു ഇന്റർവ്യൂ, അതായത് ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് അതിന്റെ താഴെ ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് ആഹ് അങ്ങനെയാണ് നമ്മുടെ നിശാന്തിനെ പരിചയപ്പെടുന്നത്. അതായത് ആ ഫോർത്ത് ജംഗ്ഷനിലെ ഒരു വീഡിയോ വന്നിട്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി കൊടുത്തതല്ല, പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ആ കോംപ്രമൈസ് വർക്കൗട്ട് ആയില്ല. അതിന്റെ റീസൺ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. അതുകൊണ്ടാണ് ആ ഒരു ഇന്റർവ്യൂവിന് ഓക്കെ പറഞ്ഞത്. കാരണം എനിക്കത് അവിടെ വർക്കൗട്ട് ആയില്ല. എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ് പ്രൊമോഷൻ കൊടുത്തിട്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവിടെ വന്നിരുന്ന സിബിൻ ജോയിൻ ചെയ്തു. അപ്പൊ സിബിൻ സംസാരിച്ചപ്പോഴത്തേക്കും സിബിൻ വാചാലനായി. എനിക്ക് അവിടെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് എനിക്ക് പ്രൊമോഷൻ നിന്നിട്ട് എനിക്കൊന്നും സംസാരിക്കാൻ ഒരു ഇടം കിട്ടാത്ത പോലെ തോന്നിയോണ്ടാണ് എനിക്കത്. ഞാൻ പ്രൊമോഷൻ ഇട്ടിട്ടില്ല ഇപ്പൊ. എന്താ ആരാന്ന് പോലും ബേബി? പറഞ്ഞിട്ടില്ല. ഞാൻ ആരാന്ന് പോലും പറഞ്ഞിട്ടില്ല. ഒരു പ്രൊമോഷനും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രൊമോഷനൊക്കെ എന്റെ ഫോട്ടോ ഒക്കെ വെച്ച് പ്രൊമോഷൻ കൊടുത്തപ്പോഴത്തേക്കും ഞാനും ഒന്ന് ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പകച്ചുപോയി. കാരണം ഒരു 10 മണിക്ക് എങ്ങാണ്ടായിരുന്നു ലൈവ് പോകുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ലൈവില് പോകുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താ, പുള്ളി നേരത്തെ എന്നോട് പറഞ്ഞതുമില്ല സിബിൻ ഉണ്ടെന്ന്. ഉണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷെ നേരത്തെ ഒരു ക്ലൂ തരിക. നേരത്തെ ഒരു കാര്യം ക്ലൂ തന്നിരുന്നെങ്കിൽ എനിക്ക് ഉം. പ്രിപ്പയർ ചെയ്യാനല്ല ഞാൻ ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇന്ന ആളെ ഞാൻ ഇന്നേ വരെ ഫ്രണ്ടിൽ ഞാൻ ഐ മീൻ ഈ ഒരു ഇഷ്യൂവിന് ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അപ്പം ആ ഒരു ലൈവിലാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ആ ഒരു ഫേസ് ടു ഫേസ് വരുന്നത്. അപ്പൊ ആ ഒരു Both ചെറിയൊരു both പ്രിപ്പറേഷൻ parents ടൈം need തരണമായിരുന്നു. okay. Both parents need to partner to take care of a child. സിബിൻ should take equal response. പറഞ്ഞിട്ടുണ്ട് വൈസ് രാഗൻ. സിബിൻ അത് ഏറ്റിട്ടുണ്ട്, ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. Unfortunately, in such situations, women end up taking up most of the responsibility. Exist just escape easily. ഇത് അങ്ങനെയല്ല, അയാൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, ചെയ്യുന്നില്ല എങ്കിലല്ലേ നമ്മൾ വേറെ ആക്ഷൻ എടുക്കേണ്ടുള്ളൂ. ചെയ്യാന്ന് പറഞ്ഞു, ഷുവർട്ടി തന്നിട്ടുണ്ട്. ഷുവർട്ടി ചേച്ചി അത് തന്നതുകൊണ്ടാണ് ചെയ്യാന്ന് ഞാൻ അതാ സിബിന്റെ ഞാൻ അടുത്ത് പറഞ്ഞത്. സംസാരിച്ചത്. ലേറ്റ് ഫോർത്ത് ആകാതിരിക്കാൻ ജംഗ്ഷന്റെ ശ്രമിക്കുക. ലേറ്റ് ചെയ്യണ്ട, ലേറ്റ് ആക്കണ്ട. മനസ്സിലായോ? ലീവ് അതാണ് എടുക്കുന്ന ചേച്ചി, ഡേറ്റ് ലേറ്റ് ആക്കാൻ പറയും. പറ്റില്ല. അത് എത്രയും പെട്ടെന്ന് അത് സോൾവ് ചെയ്യാമെങ്കിൽ എനിക്കും ഉപകാരമാണ്. കാരണം ഞാൻ ഈ ഒരു വർഷമാണ് മോനെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇത്രയും വർഷം മോനെ 8 വയസ്സായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ വർഷം തൊട്ട് മോനെ എന്തായാലും ഞാൻ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. സ്പെഷ്യൽ സ്കൂളാണ്. അപ്പോൾ ഞാനും ഈക്വൽ, ഇപ്പം പറഞ്ഞതുപോലെ ശരിയാണ്, ഈക്വൽ റെസ്പോൺസിബിലിറ്റി രണ്ടുപേർക്കും ഉണ്ട്. കണ്ണം പറയുന്ന കേട്ടോ, സിബിൻ ഉണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. ഹി കെയിം ആൻഡ് ജോയിൻ എന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. അപ്പൊ പുള്ളി അതിൽ പറഞ്ഞതോ ചേച്ചി, പുള്ളി പറയുന്നുണ്ടല്ലോ സിബിനോട് ഞാൻ സംസാരിച്ചു, സിബിനും ഒപ്പം ഇതിൽ ജോയിൻ ചെയ്യുവാണെന്ന്. അത് ഓൾറെഡി റെക്കോർഡഡ് ആണ് ആ ലൈവ്. ഓക്കെ ഓക്കെ, പോട്ടെ, ഒരു മിസ്റ്റേക്ക് എന്തിനാണ് അങ്ങനെ എല്ലാവർക്കും. മാറ്റി മാറ്റി പറയുന്നത് ചേച്ചി? ഇതൊക്കെയാണ് പ്രശ്നം, മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് എനിക്കൊരു അതൊരു നല്ല കോംപ്രമൈസ് കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് പറയാനുള്ള ഒന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല അതില്. പുള്ളി മാത്രമാണ് കിടന്ന് ഇങ്ങനെ എന്ന് പറയുന്നത്. ഞാൻ അതില് ലിവ് ഇൻ റിലേഷന്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. മേ ബി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അത് തെറ്റ്. ഞാൻ ചോദിച്ചത് അതാണ്, ലിവ് ഇൻ ഒരു നമ്മൾ വൈഫ് മിസ്റ്റേക്ക് ചെയ്താൽ മോളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യൂ. തെറ്റ് അത് അഡ്മിറ്റ് ചെയ്യില്ല. അപ്പം നേരത്തെ എന്നോടൊന്ന് പറയണം പുള്ളി ഉണ്ട് എന്ന്. കാരണം അപ്പം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കയറുമ്പം ഡെഫിനറ്റ് ആയിട്ടും ഇത് ഓർഗനൈസ് ചെയ്ത ആൾക്കും അറിയാം ഞാൻ എന്തൊക്കെ സംസാരിക്കും. കാരണം ഞാനായിട്ട് ആവശ്യപ്പെട്ടല്ല, പുള്ളി തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ കുറച്ച് എവിഡൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി തന്നെ പറഞ്ഞു, നിങ്ങളുടെ സൈഡിൽ ജെനുവിനിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇൻസ്റ്റാഗ്രാം ലൈവോ. അപ്പൊ എന്റെയിലും ഉണ്ട് ചേച്ചി. ഞാനും പുള്ളിക്ക് മെസ്സേജ് അയച്ച കാര്യങ്ങൾ എന്റെയിലും കിടപ്പുണ്ട്. അപ്പൊ പുള്ളി ഇപ്പം ഇന്ന് രാവിലെ തൊട്ട് സ്റ്റോറി എന്നെ ടാഗ് ചെയ്തൊക്കെ സ്റ്റോറി ഇടുന്നുണ്ട്. ഇത് ഈ വൾഗറാക്കണ്ട കണ്ണ, വിട്ടേരണ. അത് വിടൂ, അവര് സെറ്റിൽ ചെയ്യട്ടെ. അതങ്ങ് വിട്ടേക്ക്, പോട്ടെ. ഹാപ്പനീസ് ഹാപ്പൻ ഉണ്ടോ? ഇന്നലത്തേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കണ്ടല്ലോ. ഞാൻ എനിക്ക് divorce ആണ്. കണ്ണിന്റെ കമന്റ് ഒന്നും കാണുന്നില്ല. ആരാണ് ഇതില് എനിക്ക് ഉണ്ടോ? അറിയുന്നില്ല. ഞാൻ വായിച്ചു തരാം. എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ മറ്റുള്ളവരുടെ ടൂൾ ആകുന്നത്? ചോദ്യം. മറ്റുള്ളവരുടെ ടൂൾ എന്നല്ല ചേച്ചി. ഇതാ ഞാൻ പറഞ്ഞത്, ഒരു വിഷയം നടക്കുകയാണ്. ഈ ഒരു കണ്ടന്റ് അവരുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടും തോന്നിയിട്ട് ഇടുന്ന കുറെ പേരുണ്ട്. ഞാൻ പോയി ടൂൾ ആയതല്ല. പിന്നെ എനിക്ക് ബാക്കിയുള്ളൊരു ഒരു എന്താ പറയാ, ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ തന്നിട്ട് നമ്മുടെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ച് സംസാരിച്ച് കുഴിയിൽ പോയി ചാടിയത് ശരിയാണ്. ഇല്ല എന്ന് പറയുന്നത് അത് എന്റെ മിസ്റ്റേക്ക് ആണ്. ആൾക്കാരെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്തു. അത് എന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അടുത്ത വായിക്കണ്ടേ? ഇതാ ഞാൻ ഡിവോഴ്സ് ആണ്.
ഇതൊക്കെ ലൈഫിൽ വേറെ ഒരു മുഖം മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മളായി ജീവിക്കുക, ഇമോഷണലി ഒരു തീരുമാനം എടുക്കാതിരിക്കുക, മനസ്സ് കൂളാക്കി മാത്രം തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. സിബിൻ ഉണ്ടെന്ന് ഞാനും അറിഞ്ഞില്ല. ഹി കം ആൻഡ് ജോയിൻ. അത് കണ്ണൻ്റെത്. ചിഞ്ചു, യു ക്യാൻ ബിലീവ് ഷെഫീന സിസ്റ്റർ. എനിക്ക് വന്നിട്ടുണ്ട് ശ്രീകുട്ടി സത്യം, എന്നെ പുകഴ്ത്തിയാണ് കേട്ടോ. ബാല അമൃത ഇഷ്യൂ പെർഫെക്റ്റ് ആയിട്ട് ഷെഫീന സിസ്റ്റർ ഡീൽ ചെയ്തതാണ്. അതിന്റെ റിസൾട്ട് ആണ് അമൃതയുടെ ഇപ്പോൾ ഉള്ള പീസ്ഫുൾ ലൈഫ്. ഇന്റർവ്യൂസ് ഇനി കൊടുക്കാതെ എല്ലാം സെറ്റിൽ ചെയ്യൂ. ഡോണ്ട് ലെറ്റ് അതേഴ്സ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇഷ്യൂ ബിറ്റ്വീൻ യു ആൻഡ് സിബിൻ. അത് എന്റെയും വാക്കാണ് കേട്ടോ. ഇനിയും എക്സ്പ്ലനേഷൻ പറയേണ്ടി വരും. വേണ്ട കണ്ണാ, ഇത് വിട് കണ്ണാ. ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് പ്ലീസ്. അവർ തമ്മിൽ തീർക്കുകയാണല്ലോ, വിടുക. കണ്ണനെ മിസ്റ്റേക്ക് എന്നല്ല പറഞ്ഞത്. ഇറ്റ്സ് ഓക്കെ, ഫിനിഷ്. ഇനി ഇതിന്റെ പേരിൽ ഒരു വിഷയം എങ്ങും സംസാരിക്കാൻ പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ച് തീർക്കൂ. അത്രേ ഉള്ളൂ. Good to know Sibin has said he will take up equal responsibility, especially for special needs child. It is not easy, correct? To be a single parent. സിബിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. നിങ്ങൾ കോംപ്രമൈസ് ടാക്ക് നടത്തിയത് നിങ്ങളാണ്. എല്ലാ ചേച്ചിയും പറയുന്നതിന് മറുപടി ഞാൻ പറഞ്ഞോളും. ഹലോ സിസ്റ്റർ, സുഖാണോ? സിസ്റ്ററിന് സുഖാണോന്ന് ചോദിക്കുന്നുണ്ട് ബ്രദർ. ഡ്രാമ, ദാറ്റ്സ് ആൾ. ചാനൽ പേര് പറയൂ. ചിഞ്ചുവിന്റെ ചാനൽ ഉണ്ട്. ഞാനിതിന്റെ ഫസ്റ്റ് കമന്റില് ചിഞ്ചുവിന്റെ ചാനല് പിൻ ചെയ്ത് വെച്ചേക്കാം. തെറി വിളിക്കാനുള്ള സ്ഥലമല്ല കേട്ടാ. ഒരു തെറി വരാതിരിക്കുന്ന ഓപ്ഷൻ ഞാൻ പഠിപ്പിച്ചു തരാം. ബ്ലോക്ക് ചെയ്യാനുള്ള വേർഡ്സ് ബ്ലോക്ക് ചെയ്യാനുള്ള പറഞ്ഞുതരാം. അപ്പൊ ഇവര് വന്ന് തെറിയിട്ട യൂട്യൂബ് അമ്മാവൻ നോക്കി വെരിഫൈ ചെയ്തിട്ടേ തരുള്ളൂ. അപ്പൊ അത് ടെൻഷൻ അടിക്കണ്ട. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ ഇത്രയും പഠിച്ച പിള്ളേർ ഇങ്ങനെയാണെങ്കിൽ ഒന്നും അറിയാത്ത ഞാൻ ഇതൊക്കെ കാട്ടിക്കൂട്ടി നിൽക്കുന്ന കണ്ടില്ലേ? വല്യാപ്പന്മാരെ അറിഞ്ഞിട്ടില്ല ഞാൻ ലൈവിലെന്ന്. 10:30 വരുള്ളൂ. ഞാൻ 10:30 വരുന്നേ. ഇനി ഞാൻ ഇതിലേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇനി എന്റെ കാര്യം നോക്കി പോകട്ടെ. എടാ ഡാനി കുട്ടാ, അജ്ജ ഇല്ലേ നമ്മടെ മുത്തജ്ജ അവിടെ നില്ലേ, ഓടാതെ. സംഭവിച്ചത് പോട്ടെ, ഇനി ശ്രദ്ധിക്കുക. ചേച്ചി, എനിക്കൊരു കാര്യം പറയാൻ സമയം തരുമോ? ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ്. സത്യം പറഞ്ഞാ ഡാനി എനിക്ക് സപ്പോർട്ട് ചെയ്ത പോലെ സത്യം പറഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ ഒരു ടൈമില്, ഞാൻ ഇപ്പോഴത്തെ കാര്യം, ആ ഒരു ടൈമിൽ ഡാനി സപ്പോർട്ട് ചെയ്ത പോലെ എനിക്ക് ആരും സപ്പോർട്ട് തന്നിട്ടില്ല. കാരണം ഞാൻ പറയുമ്പോഴും അവരെല്ലാരും അതർ പേഴ്സന്റെ കാര്യങ്ങൾ കേൾക്കാനായിരുന്നു കൂടുതൽ നിന്നിട്ടുള്ളത്. ഡാനി എന്ന് പറയുന്ന ഒരാള് സിബിന്റെ വീഡിയോസ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത് പെട്ടെന്ന് അത് മാറിയത് വേറൊന്നും കൊണ്ടില്ല, ഞാൻ കാരണം തന്നെയാണ്. കാരണം ഞാൻ കൊടുത്ത എവിഡൻസ് ഞാൻ പറഞ്ഞു കേട്ടപ്പം ഒരു ബ്രദർ ലൈക്ക് പോലെ എന്റെ കൂടെ നിന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ആ ഹെൽപ്പ് ചെയ്തത് ഞങ്ങൾ ഇട്ട വീഡിയോസ്, അത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കാര്യങ്ങളൊക്കെ അറിയാം എങ്ങനെയാണ് അത് പോയതെന്നൊക്കെ. അപ്പോ നല്ല പോലെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാനി കുറെ കാര്യങ്ങൾ ഡാനിക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നത് ഡാനിയുടെ കൂടെ ഞാൻ കൂടരുത് എന്ന് ഞാൻ കുറെ കമന്റിൽ കണ്ടു. ഡാനിയുടെ കൂടെ കൂടിയത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ സത്യം പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഈ ഒരു പുള്ളി സംസാരിക്കാനെങ്കിലും റെഡി ആയത്. കാരണം എന്റെ ആ ഒരു വീഡിയോയില് ഞാൻ പറയുന്ന കാര്യങ്ങൾ പുള്ളിക്ക് വാട്സാപ്പിൽ ഞാൻ ബ്ലോക്ക്ഡ് ആണ്. ആ ഒരു വീഡിയോ വീണ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം പുള്ളി അൺബ്ലോക്ക് ചെയ്തിട്ട് എന്റെ അടുത്ത് സംസാരിക്കുകയാണ് ചെയ്തത് വാട്സാപ്പില്. അപ്പൊ അതിനൊരു ഡെഫിനറ്റ് ആയിട്ടും അതിനൊരു കാര്യം റീസൺ എന്ന് പറഞ്ഞ ഡാഡി തന്നെയാണ്. അവൻ അതുപോലെ ഇട്ടു. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ ഇട്ടു. അതിൽ വന്നിട്ട് പുള്ളി പോയി വീഡിയോ ഡിലീറ്റ് ആക്കാനുള്ള ഒരു ചെറിയ സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പം എല്ലാരും പറഞ്ഞത് ഡാനിക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് കുറച്ച് കാര്യങ്ങളാണ്. ഒരു കമന്റ് വന്നിട്ടുണ്ട് ചിഞ്ചു, അതൊന്ന് വായിച്ച്. നിങ്ങൾ പറയുന്നതൊക്കെ കറക്റ്റ് ആണ്, ബട്ട് പറഞ്ഞ ടൈം വളരെ തെറ്റിപ്പോയി. ഫേസിനെ ടഫ് ഫേസ്, അപ്പോ അത് മോർ ടഫ് ആക്കാതെ അയാളെ സപ്പോർട്ട് ചെയ്യലേ അയാളെ നാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാ ഞാൻ പറഞ്ഞു. ഞാൻ ഈ നടന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കേരളത്തിലുള്ള അല്ല. അപ്പൊ ഞാൻ കർണാടകയാണ്, ബാംഗ്ലൂരാണ് ബേസ്. എല്ലാ കാര്യങ്ങളും ഒന്നും എനിക്ക് അപ്പോഴെപ്പോഴും അറിയാൻ പറ്റാറില്ല. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, ഞാൻ ഈ 24 hours ഞാൻ ടി വി ഓപ്പൺ ആക്കിയിരിക്കണം? ഒരിക്കലും അല്ല. ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞ് ഈവനിങ്ങിലോ നൈറ്റിലോ ആണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന സ്റ്റോറീസും കാര്യങ്ങളും കണ്ടിട്ട് മാത്രമാണ് ഇത് അറിയുന്നത്. അപ്പൊ ഈ ഒരു സെയിം സാധനം തന്നെയാണ് പ്രസ് മീറ്റ് നടന്ന സമയത്തും പറ്റിപ്പോയത്. മൺഡേ ഇന്റർവ്യൂ കൊടുത്തു, അവര് ട്യൂസ്ഡേ എഡിറ്റ് ചെയ്യാനായിട്ട് ടൈം എടുത്തു. വെനസ്ഡേ അവര് എന്റെ ഒരു ഡോക്യുമെന്റ് കൂടെ അവർക്ക് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് അയച്ചു കൊടുത്തത് ട്യൂസ്ഡേ ആണ്. അപ്പൊ അത് വെനസ്ഡേ ആണ് അവർ ടെലികാസ്റ്റ് ചെയ്തത്.
പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഞാൻ നോക്കുമ്പോൾ മൺഡേ എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു. ഇവര് പറയുന്നത് പ്രസ് മീറ്റ് വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്തു, പുള്ളിയുടെ ആ ഒരു മോശ സമയം യൂട്ടിലൈസ് ചെയ്തു. ഒരിക്കലും അല്ല, എനിക്കറിയില്ല, ഞാൻ അറിയുന്നതല്ല പ്രസ് മീറ്റ് അന്ന് ഉണ്ടെന്ന്. അതിന് മുന്നേ ഞാൻ ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞു. അത് ആർക്കും മനസ്സിലാവണം. അവരുടെ വിചാരം വെച്ചേക്കുന്നത് പ്രസ് മീറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു അവിടെ പോയി വീഡിയോ എടുത്ത് അവരവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് എന്നെ കൊണ്ട് മറ്റേ ഇതൊക്കെ വോയിസ് ഓവർ ഒക്കെ ചെയ്തു. അങ്ങനെയൊന്നും അല്ല. അതെന്തുകൊണ്ട് അത് നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഉടനെ വന്ന് എന്റെ ഫേസ്ബുക്ക് അത് മൊത്തം ഫേസ്ബുക്ക് മനസ്സിലാക്കാത്തെന്ന് പറഞ്ഞു മെസ്സഞ്ചർ കഴിഞ്ഞാൽ കൊച്ച് അത് എവിടെയും പറയുന്നില്ലല്ലോ. എന്താ ചേച്ചി? എവിടെയെങ്കിലും അത് പറഞ്ഞോ? പറയണ്ടേ? ഞാൻ പറഞ്ഞു. അതാണ് ചേച്ചി ഒരു പ്രോബ്ലം. എന്റെ ചാനലിൽ നിന്ന് തന്നെയാണ് എപ്പോഴും റിയാക്ട് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആരെങ്കിലും എടുത്തുനിന്ന് ഷെയർ ചെയ്യാനോ അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഞാൻ എന്റെ ചാനലിൽ നിന്ന് ഷെയർ ചെയ്യുമ്പം അന്ന് തന്നെ ആ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടപ്പോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കുക ചെയ്തത്. പിന്നെ ആ വീഡിയോ ആരും കാണില്ല. മൂപ്പൻസ് വ്ലോഗ്. മൂപ്പൻസിന് കോപ്പിറൈറ്റ് അടിപ്പൊക്കെ ഉണ്ടോ? മോശം. എനിക്ക് വന്നു ശരത് എം. ദിസ് വീഡിയോ ഹാസ് ബീൻ കോപ്പിറൈറ്റ് ക്ലെയിം ബൈ ശരത് എം എന്ന് കണ്ടു. അപ്പൊ ശരത് എന്ന് പറയുന്നത് മൂപ്പൻ വ്ലോഗിലാണല്ലോ. അപ്പൊ ഞാൻ പുള്ളിയോട് സംസാരിച്ചു. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, പുള്ളിയുടെ അടുത്ത് സംസാരിച്ചപ്പം പുള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് ആ പുള്ളി ഇട്ട വീഡിയോ പുള്ളി റിമൂവ് ആക്കുകയും ഞാൻ എന്റേത് ഹൈഡ് ആക്കി വെക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പം ഈ ഒരു എന്താ പറയാ, എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും ചോദിക്കുന്നത് എവിടെയാണ് സിബിൻ നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞത്? ഞാൻ അതാ പറഞ്ഞത്, പല ഇന്റർവ്യൂവിലും ചെന്നിട്ട് നല്ല രീതിയിലും പറയുന്നു, മോശ രീതിയിലും പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ മൂപ്പൻസ് വ്ലോഗിൽ വന്ന ആ ഒരു 2 സ്റ്റേറ്റ്മെന്റ്. അത് പുള്ളി വെരിഫൈ ചെയ്യാതെ എന്നോട് പോലും ചോദിക്കാതെ, അത് ഡാനി കറക്റ്റിന് എനിക്കൊന്ന് ഡാനി അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഡാനി അതിൽ ഇടപെട്ട് ചോദിക്കുകയൊക്കെ ചേട്ടാ അങ്ങനെ ചെയ്തത് ശരിയാണോ, വെരിഫൈ ചെയ്യാതെയാണല്ലോ നിങ്ങൾ കണ്ടന്റ് ഇട്ടത്. അപ്പം എന്ത് പറ്റും വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ചാനലിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. എനിക്കൊന്ന് സാത്താൻസ് വീഡിയോ ശിവജിത്ത് അവനെ പറ്റിയും പറയണം. കാരണം ഞാൻ പോലും പറയാതെ ഓരോ പ്രാവശ്യവും എന്താ പറയാ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇട്ടപ്പം പുള്ളി എടുത്തോണ്ട് പോയിട്ട് അതിനെപ്പറ്റി ഒരു റിയാക്ഷൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചിട്ട് അവസാനം ഞാൻ പുള്ളിയോട് സംസാരിച്ചു, ഇങ്ങനെ ചെയ്യരുത്. ഞാൻ എന്തുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ എന്റെ ഞാൻ അങ്ങനെ അല്ല. മനസ്സിലാവുന്നില്ല മോക്ക്, അത് പറയുന്നത് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നെന്ന് മോക്ക് മനസ്സിലാവുന്നില്ലേ? മോള് വിചാരിക്കുന്നത് അവര് മോളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നതാണ്. ആരാണ് ചേച്ചി? റിയാക്ഷൻ ആണോ? റിയാക്ഷൻ ചെയ്യുന്നവര് മോളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നതാണ്. വ്യൂസ് കിട്ടുന്നുണ്ട്. ഒരിക്കലും അല്ല. തന്റെ ഈ വിഷയം, തന്റെ ഏറ്റവും സെൻസിറ്റീവായ ഈ ഒരു പോർഷൻ കച്ചവടവൽക്കരിക്കുകയാണ് അവര്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ലൈഫ് ഇപ്പം ഡാനി ചെയ്തത് കൊണ്ട് സിബിൻ സംസാരിക്കാൻ വന്നു. എന്നിട്ട് ഡാനി അത് സ്റ്റോപ്പ് ചെയ്യാതെ സിബിനെയും തന്നെയും ഇരുത്തി സംസാരിച്ചത് ക്ലിയർ ചെയ്യണമായിരുന്നു. അതല്ലേ അവന്റെ ഇന്റൻഷൻ? നിങ്ങളുടെ ഈ പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതല്ലേ? ചേച്ചി അത് സോൾവ് ചെയ്യാൻ പോകുമ്പോഴും ഡാനിയോട് സിബിന് ദേഷ്യമുണ്ട്. അപ്പോ ഡാനിയോട് സംസാരിക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ ടോൺ അത് വേറെയാണ്. അപ്പൊ ഇത് കോംപ്രമൈസ് ടോക്ക് നടക്കില്ല. ഓക്കെ, അതെനിക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെയാണ് നമ്മളൊരു വിഷയം എടുക്കുമ്പോഴേ നമ്മളെ കൊണ്ട് പറ്റിപ്പോ എന്റെ വിഷയത്തിൽ എന്റെ അടുത്ത് മോശമായിട്ട് സിബിൻ പെരുമാറില്ല. ഇനി പെരുമാറിയാൽ ഞാനും തിരിച്ച് അതേ രീതിയിൽ ഞാനും പെരുമാറുകയുള്ളൂ. മനസ്സിലായോ? മര്യാദ ഇങ്ങോട്ട് മര്യാദ തന്നാൽ അങ്ങോട്ടും മര്യാദ, അല്ലെങ്കിൽ മര്യാദ ഇല്ല. ഈ വിഷയത്തില് ഞാൻ ആദ്യം ചിഞ്ചുവിന്റെ അടുത്ത് സംസാരിച്ച ശേഷം ഞാൻ സിബിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിബിനെ ഇതിനകത്ത് ഞാൻ ഇടപെടുകയാണ്, ഞാൻ ഒരു പ്രോമിസ് ആ കുട്ടിക്ക് പബ്ലിക്കിൽ കൊടുക്കും. ഞാൻ ഈ പ്രോമിസ് തെറ്റിക്കുന്ന കണക്ക് സിബിൻ ആക്ട് ചെയ്താൽ പിന്നെ സിബിൻ എന്നെ ഇപ്പുറത്ത് പ്രതീക്ഷിച്ചോന്നാ ഞാൻ പറഞ്ഞത്. ഈ എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പിന്നെ ഡേ 1 ഡേ 2 എന്നല്ല, ഒരു 365 ദിവസവും എനിക്ക് പിന്നെ വേറെ സബ്ജക്ട്, നമ്മളെ കണ്ടന്റേ അവനായിരിക്കും. മനസ്സിലായോ? ഞാനത് പറയും. അപ്പൊ അത് ഞാൻ തുറന്നു പറഞ്ഞു, പുള്ളി അത് സമ്മതിച്ച ശേഷമാണ് ഞാനിത് സംസാരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് മൂപ്പൻസിനെ ഡീഗ്രേഡ് ചെയ്യോ, ഡാനിയെ ഡീഗ്രേഡ് ചെയ്യോ, കൊച്ചാരടുത്ത് മിണ്ടരുതെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞ സമയമാണ് പ്രശ്നം. ഇപ്പൊ അവൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിന് നമ്മള് ഇപ്പൊ അവന് സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ അവൻ എന്തെങ്കിലും ഏണിങ്സ് വരുള്ളൂ. ആ ഏണിങ് കിട്ടിയാലേ നമ്മളുടെ പ്രോബ്ലത്തിനുള്ള പ്രശ്നം ഇത് അവന് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കുട്ടിക്ക് ചെലവിന് കിട്ടണമെങ്കിൽ ഭ്രാന്ത് പിടിച്ച് അവൻ കയറി തൂങ്ങിയാൽ കൊച്ചിന് ചെലവിന് കിട്ടുമോ? അതേസമയം കോംപ്രമൈസ് ചെയ്ത് നമ്മൾ അവന്റെ കൂടെ ഈ വിഷയത്തിൽ ഇതിനകത്ത് എനിക്ക് ഏഷ്യാനെറ്റിയുടെ തല്ലുകൂടുക അല്ലെങ്കിൽ വേറെ ആരുടെയും അടിവാദം എന്താ ചെയ്തു, എന്റെ പ്രശ്നം എന്താ ഇതാണ്, എനിക്കിത് കിട്ടണം. ഇത് ജെന്യുവനായ ഒരു ഡിമാൻഡാണ്. അവൻ എവിടെ പോയി നിന്ന് എന്ത് പറഞ്ഞാലും അതിനൊക്കെ പോയി കൊച്ച് ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. കൊച്ചിന്റെ പ്രശ്നം ഇനി എടുക്കരുത്. വൈഫ് എന്ന് പറയുന്നത് നോ കമന്റ്സ് എന്ന് പറയാനുള്ള ഇത് സിബിൻ പറയും, അതുപോലെ വൈഫിന്റെ കാര്യം ചോദിച്ചാൽ നോ കമന്റ്സ്. അപ്പോ നമ്മൾ ഇത് അങ്ങനെ വേണമായിരുന്നു ആദ്യം തൊട്ടേ, അങ്ങനെ വേണം പറയാൻ. അതിപ്പം ലൈഫ് ചോദിക്കുമ്പോ പെട്ടെന്ന് കയറിയിട്ട്
അത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചത് ഇവരെ ട്രസ്റ്റ് ചെയ്ത് ഇവര് നിന്നാ ഇവരൊപ്പിച്ചു തരും, അല്ലെ അവരെ വിചാരിച്ച അവരൊപ്പിച്ചു തരും എന്ന് സിബിനും വിചാരിച്ചു കാണും, കൊച്ചും വിചാരിച്ചു കാണും. ഇവർ രണ്ടുപേരും അതൊരു കണ്ടന്റ് ആക്കി എടുക്കുന്നതിന് പകരം ഇത് സോൾവ് ചെയ്യാൻ ആദ്യം കണ്ണൻ മാത്രമാണ് ശ്രമിച്ചത്. കണ്ണനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും അതിങ്ങനെ ഫ്ലോപ്പ് ആയി പോയത്. എനിവേ ഇപ്പൊ പ്രശ്നമില്ലല്ലോ, ഇപ്പൊ ഇത് ഓക്കെ അല്ലേ, സാറ്റിസ്ഫൈ അല്ലേ? ഇനി എന്തെങ്കിലും ഒരു കൂടുതലുണ്ടോ? സ്റ്റേറ്റ്മെന്റ് ഒറ്റ കാര്യം. ഇപ്പം കണ്ണൻ കുറെ മെസ്സേജ് ഇടുന്നോണ്ട് ചോദിക്കുകയാണ്. കണ്ണനോട് ഞാൻ പറഞ്ഞതാണ് ഇതുപോലെ, അത് പുള്ളിക്ക് മനസ്സിലായ കാര്യം ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂ കൊടുത്തതെന്നുള്ളത് കണ്ണനോട് ഞാൻ പറയുവാണ്. കണ്ണൻ ഇത് കഴിഞ്ഞിട്ട് സിബിന്റെ തന്നെ ടീമിലുള്ള കുറച്ച് ആൾക്കാർ വന്ന് എന്റെ കമന്റ്സിൽ ഒക്കെ വളരെ മോശമായിട്ട് ഇട്ടിട്ട് ഞാൻ നോക്കി അത് ആരാണ് അത് ട്രിഗർ ചെയ്തതെന്ന് എനിക്ക് അറിയണമായിരുന്നു. കാരണം കുറച്ചൊക്കെ ഞാനും കൂടെ നിന്നതുകൊണ്ട് എനിക്ക് എന്റെ എക്സ് ഹസ്ബൻഡിനെ നല്ലതുപോലെ അറിയാം കണ്ണ. അപ്പോ ഞാനിത് ഒരു 3-4 പേര് അതിൽ പരാമർശിച്ചപ്പോഴത്തേക്കും ആ കറക്റ്റ് ടൈമിൽ, കാരണം അത് ഒരാൾക്കുള്ള റിപ്ലൈ ആണ്, ഒരിക്കലും അത് സിബിന്റെ നോട്ടിഫിക്കേഷൻ പോയില്ല. അതൊരാൾക്കുള്ള റിപ്ലൈ ആണ്. ആ റിപ്ലൈ അതുപോലെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സിബിന് അയച്ചു തന്നിട്ട് അത് അങ്ങനെ പറഞ്ഞത് ഒന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അതെങ്ങനെയാണ് ആ കറക്റ്റ് സെയിം സെക്കൻഡിൽ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി, അത് പുള്ളി തന്നെ പറഞ്ഞിട്ട് ഇട്ടതാണ്. കാരണം ഒരുപാട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കറക്റ്റ് ടൈമും പുള്ളി ഇട്ട ടൈമും. അപ്പോ അത് ഇപ്പൊ ഞാൻ കണ്ണനോട് പറയാണ്, അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കോംപ്രമൈസ് അവിടെ മര്യാദയ്ക്ക് കൺക്ലൂഡ് ആയെന്ന് തോന്നാത്തതും ആ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കൊടുക്കാൻ അക്സെപ്റ്റ് ചെയ്തത്. ഇത് നേരത്തെ വന്ന ഇന്റർവ്യൂ ആണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഞാനത് അക്സെപ്റ്റ് ചെയ്തത് അതിന് തലേ ദിവസമാണ്. ഞാൻ അവനോട് പറഞ്ഞു ഓക്കെ ഞാൻ വരാം, കാരണം എനിക്ക് പറയാനുണ്ട്, കാരണം എനിക്ക് കിട്ടിയ പ്ലാറ്റ്ഫോമിൽ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്ത ഒരു ഇന്റർവ്യൂ ആണത്. ഞാൻ കണ്ണനോട് അത് ഇപ്പൊ പറയുവാണ്, റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ണനോട് നേരത്തെയും പറഞ്ഞു അങ്ങനത്തെ കമന്റ്. അപ്പം കണ്ണന്റെ പേര് ഞാൻ ഒന്ന് അവിടെ മെൻഷൻ ചെയ്തപ്പം കണ്ണന് ദേഷ്യവും എന്റെ അടുത്ത് ആ ഒരു ഇതിട്ടിട്ട് ടാഗ് ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റോറിയിലൊക്കെ. അതുപോലെ തന്നെയാണ് എനിക്കും എന്റെ പേര് വരച്ചിട്ട് ഞാൻ ആരുടെ കൂടെ ഓടിപ്പോയി, സെക്കൻഡ് ബേബി എന്റെ അല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഉള്ളപ്പോ തന്നെ ലിവ് ഇൻ റിലേഷനിലൊക്കെ ആയിരുന്ന ഒരാളുടെ അടുത്ത് പിന്നെ ഞാൻ എന്ത് ഇതാണ് കാണിക്കേണ്ടത്? അതും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. എനിക്കും അപ്പൊ റിയാക്ട് ചെയ്യണ്ടേ? എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നിയിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ഞാൻ പിന്നെ എവിടെ പോയി റിയാക്ട് ചെയ്യണം? പുള്ളിനെ കാണാൻ പറ്റുന്നില്ല, പുള്ളിനെ ഫോൺ വിളിച്ച് സംസാരിക്കാനും പറ്റില്ല. അറിയാം സിബിൻ. ഞാൻ എവിടെ പോയാ എന്റെ ഇത് ഞാൻ അതൊക്കെ ഇവിടെ ശരിയാണ്. കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ സിബിൻ, ഞാൻ പറയട്ടെ. ചിഞ്ചു ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾ താൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? അതായത് പിന്നെ കുട്ടിയുടെ കേസ്, ഇപ്പൊ എമൗണ്ട്, മ്യൂച്വൽ ഡിവോഴ്സ് ഓക്കെ അല്ലേ? കൊച്ചിന് ചെലവിന് കൊടുക്കാമെന്നുള്ളത് പറഞ്ഞിരുന്നു, മ്യൂച്വൽ ഇറ്റ്സ് ഓക്കെ അത് ഓക്കെ അതെല്ലാം സമ്മതിച്ചു, അത് ഓക്കെ. ഇല്ല അങ്ങനെയൊന്നും വരില്ല. ഇല്ല അങ്ങനെ വരില്ല. ഓക്കെ. അതന്നെയല്ലേ ഞാൻ പറയുന്നത്. അത് പ്രശ്നമില്ല. കൊച്ചിന് പറയാനുള്ള പറഞ്ഞിട്ട് പോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? ഒരു പ്രശ്നവും ഇല്ല. 100% കുഞ്ഞിന്റെ ചെലവ് തനിക്ക് കിട്ടും. താൻ ചോദിച്ച 3 ഡിമാൻഡും ഓക്കെ. താനായിട്ട് ഇനി അവൻ പറഞ്ഞു, ഇവൻ പറഞ്ഞു, അവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രശ്നം ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. മനസ്സിലായോ? ചേച്ചി അതുപോലെ എനിക്കും പറയാനുള്ളത്, ഇന്റർവ്യൂവേഴ്സിനെ കൊണ്ടിട്ട് ഇങ്ങനെ ചെയ്യിക്കരുത്. ചിഞ്ചു, ഞാൻ പറയണേക്കാം. പറയൂ ചിഞ്ചു പറഞ്ഞാലും ഈ ലൈവിലേക്ക് സിബിനെ ആഡ് ചെയ്താൽ ഞാൻ ആഡ് ചെയ്യില്ല. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് വെളുക്ക പറഞ്ഞാലും രണ്ടുപേരും ഇത് സ്റ്റോപ്പ് ചെയ്യില്ല. ഇത് തീരൂല. മനസ്സിലായോ? നിങ്ങൾ പരസ്പരം സംസാരിക്കേണ്ട ലൈവിലല്ല, ഒരു ബെഞ്ചിന് ചുറ്റുമാണ്. നമുക്ക് ഇരുന്ന് സംസാരിച്ചത് തീർക്കാം. പരസ്പരമുള്ള പ്രശ്നം നമുക്ക് ഇരുന്ന് സംസാരിച്ച് തീർക്കാം. മനസ്സിലായോ? ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരരുതെന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. ഷെഫീന ബീവിയുടെ റിക്വസ്റ്റ്
പബ്ലിക് പ്ലാറ്റ്ഫോമിൽ രണ്ടുപേരൂടെ ചേർന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയരുത്. ആൻഡ് പ്ലീസ് പ്ലീസ് യൂട്യൂബേഴ്സ്, നിങ്ങളുടെ വീട്ടിലും പേരൻസ് ഉണ്ട്, നിങ്ങളുടെ വീട്ടിലും ബ്രദേഴ്സ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടിക്ക് ഇതുപോലൊരു അപകടം സംഭവിച്ചാൽ അത് വെച്ച് പൈസ ഉണ്ടാക്കാൻ നിൽക്കരുത് ദയവേത്. എനിക്ക് തീർത്തും ഇഷ്ടം ഉണ്ടായിട്ടല്ല ഞാൻ ഇത് ലൈവിൽ കൊണ്ടുവന്നത്. ഇത് ലൈവിൽ കൊണ്ടുവന്നതിന്റെ കാരണം ഈ പ്രശ്നം ഒന്ന് ഒതുങ്ങട്ടെ എന്ന് വെച്ചിട്ടാണ്. ആ പയ്യൻ നിൽക്കുന്ന സ്ഥിതിക്ക് അവൻ നേരിടാൻ പോകുന്ന സൈബർ ബുള്ളിങ്, അവൻ നേരിടാൻ പോകുന്ന പ്രോബ്ലത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ ഇതിപ്പോ ഒരു വ്യൂ ആക്കണമെന്നാ ഈ കുട്ടി പറഞ്ഞാൽ ഞാൻ ഇത് ഹൈഡ് ചെയ്യും, ഈ കുട്ടി പറഞ്ഞാൽ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യും, ഇതിന്റെ റവന്യൂയോ ഇതൊന്നും ഞാൻ എനിക്ക് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, നിങ്ങൾ ഈ വിഷയം ഒന്ന് വിടൂ, അതുങ്ങളുടെ വഴിക്ക് വിടൂ. അവരുടെ പ്രശ്നത്തില് ഞാൻ ഇപ്പൊ പറയുന്നു, എത്ര 159 കൂടുതൽ ആൾക്കാർ വന്ന് കണ്ടോളൂ. നിങ്ങളെ ഒക്കെ സാക്ഷി നിർത്തി പറയുന്നു, ഈ കുട്ടികളുടെ പ്രശ്നത്തിൽ ഇവർ പറഞ്ഞ 3 ഡിമാൻഡ് അത് അവിടുന്ന് വന്നിട്ടുണ്ട്, സിബിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. സിബിനാണ് അത് ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്, മ്യൂച്വൽ വേണമെന്നുള്ളത്. സിബിൻ തന്നെ 100% കുഞ്ഞിന്റെ ചെലവ് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിഷയവും ഒക്കെ നമുക്ക് ഇരുന്ന് സംസാരിച്ച് വക്കീലിനെ ഇരുത്തി രണ്ടുപേരും മ്യൂച്വൽ പറഞ്ഞ് പരസ്പരം ചെളിവാരി എറിയാതെ ഇത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഇതിൽ കണ്ണൻ തെറ്റ് ചെയ്തോ, ഡാനി തെറ്റ് ചെയ്തോ, ഡാനി നല്ലവനോ കണ്ണൻ നല്ലവനോ പിന്നെ മറ്റേ CID മൂസ നല്ലതോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അവർക്കൊക്കെ പേഴ്സണൽ ലൈഫ് ഉണ്ട്. അവരാരുടെയും പേഴ്സണൽ ലൈഫ് റിവീൽ ആവുന്നില്ല, പബ്ലിക്കിൽ വരുന്നില്ല. ദയവ് ചെയ്ത് എന്റെ 2 മക്കളും മനസ്സിലാക്കാൻ, സിബിനായാലും ചിഞ്ചു ആയാലും മനസ്സിലാക്കാൻ പറയുന്നതാണ്. നിങ്ങൾ നല്ല ട്രാപ്പിലാണുള്ളത്, നിങ്ങൾ രണ്ടും നല്ല ട്രാപ്പിലാണുള്ളത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഞാൻ രണ്ടുപേരോട് സംസാരിച്ചപ്പോഴും പരസ്പരം ഇത്രയും ദേഷ്യമില്ല. പെട്ടെന്ന് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നു, നിങ്ങൾ അപ്പൊ തന്നെ ബൈക്ക് എടുക്കണു, അങ്ങ് അലറുന്നു എന്നതിനപ്പുറം നിങ്ങൾക്ക് പരസ്പരം ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ തമ്മിൽ തെറ്റി രണ്ടുപേർക്കും വേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും ജീവിക്കുന്നു. രണ്ടുപേരെ ഭാഗവും ന്യായീകരിക്കാൻ ഞാൻ ശരി എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് പേഴ്സണലി എന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേർക്കും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. ഒരു ഇടത്തിരുന്ന് ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് സമാധാനത്തോടെ ഈഗോ വിട്ട് സംസാരിച്ചാൽ ഈ പ്രശ്നം തീരും. നിങ്ങൾ വെറുതെ നിങ്ങൾ ആരുടെയെങ്കിലും ചട്ടുകമാകാതിരിക്കൂ എന്നാ പറയുന്നത്. ഇപ്പൊ ചിഞ്ചു മനസ്സിലാക്കാൻ ഞാൻ ഒന്നും കൂടെ പറയാം. ചിഞ്ചുവിനെ സപ്പോർട്ട് ചെയ്യാനല്ല ഏഷ്യാനെറ്റ് ആയാലും വേറെ ഏത് ചാനലുകാരും ചിഞ്ചുവിന്റെ റിവ്യൂ എടുക്കുന്നതോ അല്ലെങ്കിൽ ചിഞ്ചുവിന്റെ ഇന്റർവ്യൂ എടുക്കുന്നതോ അവർക്ക് വ്യൂവിനാണ്. ഇപ്പം ഈ വിഷയം കത്തിക്കേറി നിൽക്കുകയാണ്. ഇത്രയും നാള് ചിഞ്ചുവിന്റെ പിന്നെ യൂട്യൂബിൽ കൂടെ ചിഞ്ചു ഇത് പറഞ്ഞിട്ട് ഒരു പട്ടിച്ചാത്തനും നോക്കിയില്ല, മൈൻഡ് പോലും ചെയ്തില്ല. ഇത് ഇന്നലെ അല്ല കൊച്ചത് പറയുന്നത്. കുറെ ദിവസങ്ങളായി, കുറെ മാസങ്ങളായി നിങ്ങൾ പിരിഞ്ഞ സമയം തൊട്ട് ഇതിനെപ്പറ്റി പറയുന്നു, എവിടെയൊക്കെ കമന്റ് കൊണ്ടിടുന്നു, ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇത് മൈൻഡ് ചെയ്യുന്നത് സിബിൻ എന്ന വ്യക്തി നിൽക്കുന്ന ഒരു പൊസിഷൻ അവർക്ക് വ്യൂ കിട്ടാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അതിന് നീ ഞാനൊരു മെറ്റീരിയൽ ആണ്, എന്നെ ആളുകൾ ഉപയോഗിച്ചോട്ടെ എന്ന് കൊച്ചിന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൊച്ചു പോകണം. ഞാൻ പിന്നെ ഇതിനകത്ത് സംസാരിക്കാൻ വരത്തില്ല. മനസ്സിലായോ? ഇപ്പോഴും പറയുന്നു, ഈ വിഷയത്തിൽ ബാക്കിയുള്ള ഒരു സബ്ജക്റ്റും ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾ വേറെ എന്തോ പറഞ്ഞോ, പരസ്പരം എന്തുവേണോ കിടന്ന് പറഞ്ഞോളി. പറ്റുമെങ്കിൽ രണ്ടുപേരും കൂടെ ഓരോ വെച്ച് നിനക്കൊരു വെട്ടുത്തി അവനിക്കൊരു കൊച്ചരിവാളും കൂടെ കൊടുക്കുക, രണ്ടും കൂടെ വെട്ടി തീരി. അതുകൊണ്ട് ആർക്ക് ലാഭം? ഒരു മകനുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതമുണ്ട്, നിനക്ക് മറ്റൊരു വിവാഹം കഴിക്കണം, അയാൾക്ക് മറ്റൊരു വിവാഹം കഴിക്കണം, സെക്യൂറായ ഒരു ലൈഫ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഈ ഒരു വിഷയത്തിൽ നിർത്തുക. ഞാൻ ഇതിനകത്ത് ചിഞ്ചു ശരിയാണെന്നോ സിബിൻ ശരിയാണെന്നോ പറയുന്നില്ല. നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്ത് നിങ്ങളുടേതായ ന്യായമുണ്ട്. ആ ന്യായം മറ്റൊരാൾക്ക് വളരെ അന്യായമായ കാര്യമാണ്. ഇപ്പൊ ചിഞ്ചുവിന്റെ ശരികൾ സിബിന് തെറ്റും, സിബിന്റെ ശരികൾ ചിഞ്ചുവിന് തെറ്റുമാണ്. ആണോ? കറക്റ്റ് ആണോ? രണ്ടു കൂട്ടരും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ രണ്ടു കൂട്ടരുടെയും ശരികളും തെറ്റുകളും എടുക്കാൻ ഒക്കത്തില്ല. അത് നിങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കിട്ടുമ്പോ ഫോൺ വിളിച്ച് പറ. ഇപ്പൊ വാട്സപ്പ് ഒക്കെ ഇല്ലേ, ശരിക്കും അങ്ങോട്ട് പറഞ്ഞു, അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ശരിക്കും പറഞ്ഞോളി, രണ്ടുപേരൂടെ പറഞ്ഞോളി. പറ്റുമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലി തീർത്തോളി. വേറുള്ള ആൾക്കാരെ എടുക്കാതിരിക്കുക, മറ്റ് പെൺകുട്ടികളെ ചേർത്ത് അവനെ പറയാതിരിക്കുക, സിബിൻ മറ്റുള്ളവരെ വെച്ച് അവളെയും പറയാതിരിക്കുക. നിന്റെ കുഞ്ഞിന്റെ അമ്മയാണ് അത്. അതേപോലെ ചിഞ്ചു നിന്റെ കുഞ്ഞിന്റെ അപ്പനാണ് അവൻ. മനസ്സിലായോ? എത്ര പുണ്യം ചെയ്ത് വളർത്തിയാലും ഈ കൊച്ചുങ്ങൾ തലയെടുക്കുമ്പോ അപ്പൻ അന്വേഷിച്ചു പോകും. അന്ന് നമ്മൾ തല കുനിക്കരുത്. കൊച്ചു നമുക്കൊപ്പം നിൽക്കണമെങ്കിൽ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കരുത്. അവൻ പോയി അനുഭവിച്ചിട്ട് അവൻ മനസ്സിലാക്കി വരട്ടെ. ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞ അവന് പുള്ളി കാണണമെന്ന് പറയുമ്പോഴൊക്കെ കാണിച്ചിട്ടേ ഉള്ളൂ. ഞാനിങ്ങനെ നിങ്ങളൊന്നും വിചാരിക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ. പുള്ളി ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് പിന്നെ കാണാൻ വരുന്ന നിർത്തിയതാണ്. അല്ലാതെ
എന്താ പറയാ, ഞാൻ കാണിക്കാതിരുന്നൊന്നും അല്ല. അതൊന്നും അങ്ങനെയൊന്നും അല്ല. കാര്യത്തിന്റെ കണ്ണനത് ഒന്നും കണ്ണനത് സത്യാവസ്ഥ ആർക്കും അറിയില്ല. മുക്കിയപ്പോഴത്തേക്ക് ചിഞ്ചുവിന്റെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്തു. അത് കണ്ണൻ മനഃപൂർവ്വം മുക്കിയതാണ്, ആരോ പ്ലേ ചെയ്യുന്നതാണ്, മനഃപൂർവ്വമാണ് എന്നുള്ള രീതിയിലാണ് ചിഞ്ചുവിന് അത് കിട്ടിയത്. കണ്ണൻ അത് മുക്കാതെ ഇട്ടിരിക്കണമായിരുന്നു. അത് അത് ചേച്ചി, ഒളിക്കണ്ടായിരുന്നു. അതുകൊണ്ടല്ല ഞാൻ ആ കണ്ടന്റ് ചോദിച്ചത്. എന്റെ ലോയർ ചോദിച്ചിട്ടാണ് ഞാൻ ആ ഒരു ലൈവ് വീഡിയോ ചോദിച്ചത്. കാരണം അതിൽ ആ ലാസ്റ്റ് പറഞ്ഞത്. കാരണം ഒരുപാട് ഇടങ്ങളിൽ 2021 തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട്, അത് ഈ ഒരു കേസ് പുള്ളി ഫയൽ ചെയ്തപ്പോ തന്നെ പുള്ളി പറയുന്നതാണ്, ഞാൻ ഇതുപോലെ ചെയ്തോളാം, ഞാൻ അതുപോലെ ചെയ്തോളാം. പക്ഷെ 2024 വരെയും അതിലൊന്നും ആയിട്ടില്ല. അപ്പം പറയുന്നത്, പിന്നെ ഇപ്പോഴും ഞാൻ ലാസ്റ്റ് ടൈം കൂടി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, അത് എന്റെ കൂടെ നിൽക്കാതെ പോയതിന് നീ എനിക്ക് ഇങ്ങോട്ട് തരണം എന്നുള്ള രീതിയിലാണ് പുള്ളി എനിക്ക് വോയിസ് ഇട്ടത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഞാനും ആലോചിക്കും, അയ്യോ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയല്ലേ, അപ്പൊ ഇപ്പൊ മാറ്റി മാറ്റി പറഞ്ഞു. അപ്പൊ എനിക്ക് പ്ലാനിങ് പറ്റുന്നില്ല, എനിക്ക് എന്റെ ലൈഫിലെ പ്ലാനിങ്സ് പറ്റാത്തത് കൊണ്ടാണ്. രണ്ടുപേരും ഒരു കാര്യം ചെയ്യുക, നല്ല ബിസിയായ ഒരു ഡേയിൽ രണ്ടുപേരും കൂടെ ലീവ് എടുക്കുക. എന്നിട്ട് ആ കുടുംബ കോടതി പോയി ഇച്ചിരിയേറെ ഇരുന്ന കാര്യം മനസ്സിലാവും. നമ്മളാരും ഒന്നും പറഞ്ഞു തരണ്ട, ആ കുടുംബ കോടതി പോയി ഇരുന്നാ മതി. ഈ ഇനിയൊരു അഭിപ്രായം ഞാൻ പറയാം. ഇവിടെ നമ്മളെ ഭാര്യയാണ്, നമ്മുടെ ജീവനാണ്, നമ്മുടെ ആളാണ്, നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ ഇറങ്ങി പോകുമ്പോ കൈ വെട്ടിയെടുക്കുന്നു, കാല് വെട്ടിയെടുക്കുന്നു, ആസിഡ് ഒഴിക്കുന്നു, കൊന്നു കളയുന്നു. ഇതൊന്നും അവൻ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ബെനിഫിറ്റ് ആണ്. അത് നമ്മൾ എടുത്തു പറയണം. അങ്ങനത്തെ യാതൊന്നിനും വരുന്നില്ല. പിന്നെ വായ്ത്താളം, നാക്കല്ലേ മോളെ, അതിന് എല്ലില്ല, അത് ഇഷ്ടം പോലെ പറയട്ടെ, നീയും അതാണ് തിരിച്ച് ചേച്ചി പേടിയും. പറയാൻ ശ്രമിക്കുകയാണ്. ഒന്നും മൈൻഡ് ചെയ്യാൻ പോണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം പറയുന്നതാണ്. ഇതിന്റെ മകളിൽ പറഞ്ഞതാണ്. ഇപ്പൊ എന്റെ കൊച്ചിന്റെ കേസ് വന്നപ്പോ എന്റെ ഡിവോഴ്സിന്റെ കാര്യം പറയാം, ഒരു എക്സ്പ്ലനേഷൻ തരാം. എന്റെ മകനെ ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് എന്റെ ദേഹത്ത് ഒരു ചെറിയ മുഴ പോലെ വന്നിട്ട് ക്യാൻസറിന്റെ സിംറ്റം ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഈ കുട്ടിയെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിലാണ് താളപ്പിഴ തുടങ്ങുന്നത്. ഞാൻ അബോർട്ട് ചെയ്യത്തില്ല, കുട്ടി എനിക്ക് വേണമെന്നുള്ള രീതിയിൽ. പിന്നെ അപ്പോഴേ വളരെ ചെറിയ പ്രായമാണ്. ഈ കുട്ടി ഡെലിവറി ആയ ശേഷം പുള്ളി കാണാൻ വരുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കൂലായിരുന്നു. ഞാൻ ഭയങ്കര കുഴപ്പമായിരുന്നു, കാണിച്ചു കൊടുക്കൂല, അതാണ് വസ്തുത. ഇതിനു വേണ്ടി പുള്ളി എന്നെ പറയാത്ത മോശമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10-12 വയസ്സ് വരെ ഞാൻ ഇത് കേട്ടു. 12ാമത്തെ വയസ്സ് ഞാൻ കൊണ്ടങ്ങ് കൊടുത്തു, നോക്കിക്കോ, കണ്ടോളാൻ വയ്യാത്തല്ലേ, നോക്കിക്കോ, നീ തന്നെ നോക്കി തീർക്ക്. അത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു ബലമാണല്ലോ. പിന്നെ കൊച്ചു നടക്കാൻ പരുവായി, അത്യാവശ്യ ബോധങ്ങളൊക്കെ ആയി, നീ അങ്ങ് കൊടുക്കാം, നോക്കിക്കോ. അപ്പൊ വേണ്ട. പിന്നെ ഇതേ ഡ്രാമ തന്നെയായിരുന്നു, ഇതേ ഡ്രാമ കളിയാണ്. വന്നിട്ട് പറയും എന്നെ കൊച്ചിനെ കാണിക്കത്തില്ല. ഇതൊക്കെ ഇവരുടെ ഒരു നമ്പറാണ്. കൊച്ചിനെ നോക്കൂല്ല, എടുക്കൂല്ല, ഒന്നും. ഈ നമ്പറാണ് ഈ ആളുടെ പരിപാടിയായിരുന്നു. ഒടുക്കം കുടുംബക്കാർ ഇടപെടാതെ ഇടുന്നെടുത്ത് ഞാൻ ഒരു ദിവസം അവിടെ ശരിക്കും ആ സ്റ്റേഷൻ പരിധി പോയിട്ട് ഞാൻ പറഞ്ഞതാണ്, ഇനി വിളിച്ചോണ്ട് വരിക ആളെ, ഞാൻ അത് കഴിഞ്ഞേ ഇവിടുന്ന് പോകുന്നുള്ളൂ, കൊച്ചിനെ അങ്ങേര് കൊണ്ടുപോട്ടെ, എനിക്ക് വേണ്ട. ഇപ്പൊ 12 വയസ്സ് വരെ ഞാൻ വളർത്തി, എനിക്ക് കോമ്പൻസേഷൻ വേണം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, പ്രസവിച്ചതിന്റെ ഒരു എമൗണ്ട് എല്ലാം കൂടെ സെറ്റിൽ ചെയ്യണം. അപ്പൊ തലതിരിഞ്ഞ വർത്തമാനമാണെങ്കിൽ പോലും അപ്പോഴമ്മയ്ക്കൊപ്പം വിടുക. നമ്മുടെ ബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പല കോപ്രായങ്ങളും വന്നിരുന്ന് പറയാൻ തെറി പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലായി, ഇനിയും ടോർച്ചർ ചെയ്താൽ ഞാൻ ഉണ്ടാവൂല. മനസ്സിലായി. എനിക്ക് അതാണ് സിബിനോടും പറയാനുള്ളത്. ഇനിയും ടോർച്ചർ ചെയ്താൽ സിബിൻ ജയിക്കുകയല്ല ചെയ്യുക, സിബിൻ കൂടുതൽ തോൽക്കും. വിട്ടുകളാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ചിഞ്ചുവിന്റെ അടുത്തും അത് തന്നെ. ഇപ്പോഴ് താനൊരു ഭാര്യ ആയിരുന്നു എന്നുള്ളത് തെളിയിക്കാൻ പറ്റിയൊരു അവസരവും അവനൊരു പ്രശ്നത്തിലാണുള്ളത്. അത് താൻ വിചാരിക്കുന്ന കണക്ക് ഒരു സിമ്പിൾ പ്രോബ്ലം അല്ലത്. ഒരു കോർപ്പറേറ്റിന്റെ കൂടെ കിടന്ന് അടികൂടുന്നതാണ്. അവൻ ആ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഈ ഷോ കൊണ്ട് എത്രയോ മനുഷ്യർക്ക് ലൈഫ് നഷ്ടപ്പെട്ടു എന്നറിയാമോ? ഇപ്പോഴും അതിനകത്തുള്ള ഇപ്പൊ നമ്മളൊക്കെ എടുത്തു വെച്ച് പറയുന്ന ഒരുപാട് പേർക്ക് അവരുടെ ലൈഫ് നഷ്ടപ്പെട്ടതാണ് ഈ ഷോ കൊണ്ട്. അതിന്റെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ക്യാരക്ടർ അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ചിലർ പർപ്പസ്ലി ചെയ്യുന്നുണ്ട്, പക്ഷെ ചിലരുടെ ക്യാരക്ടർ മാനിപ്പുലേഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒളിച്ചു വെച്ച് മോശം കാര്യങ്ങൾ പബ്ലിക്കിൽ കൊടുത്ത് അതിൽ കണ്ടന്റ് ഉണ്ടാക്കി അതിൽ റീച്ച് ഉണ്ടാക്കിയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്നും കൂടെ അതിനെ ഇത് ചെയ്യേണ്ട ഒരു കാര്യം. ഇത് ലവൻ പറയണ എന്തെന്ന്, വാഴ പറയണ എന്തോന്നാ, ക്ലെൻസിങ്. ആ സുനാഫിക്കേഷൻ വേണം. അതിന് ഇതുപോലുള്ള ആരെങ്കിലും ധൈര്യത്തോടെ വരണം. അപ്പൊ ആ ഒരു പാതയിൽ പുള്ളി സഞ്ചരിക്കുമ്പോ നമുക്ക് ഇതിന് സമയമുണ്ടല്ലോ. ഇതില് പുള്ളി വരും, മ്യൂച്വലായിട്ട് എഴുതും, മോള് ഡിമാൻഡ് ചെയ്ത കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ആ കൊച്ചു ചെയ്തു തരും. അത് സോഷ്യൽ മീഡിയ വന്നത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് അവന്റെ വലിയ മനസ്സാണ്. നീ സോഷ്യൽ മീഡിയ കിടന്ന് കുറെ പാട്ട് പാടിയാൽ അവൻ പറ്റൂല പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല ചിഞ്ചു. നമുക്ക് നിർബന്ധിക്കാം. എത്രയും ആണുങ്ങൾ അങ്ങനെ ഉണ്ടെന്നറിയാം, നോക്കൂല, എനിക്ക് സൗകര്യമില്ല നോക്കാന്ന് പറഞ്ഞാൽ ചിഞ്ചു ഫേസ് ചെയ്യുന്നത് വേറെ ലെവലായിരിക്കും. മനസ്സിലായേ? ഇപ്പൊ റീസെന്റ്ലി നമ്മൾ ഇടപെട്ട് വരണമെന്ന് DNA പറഞ്ഞവൻ, കൊച്ചിന് ചെലവിന് കൊടുക്കണ്ടെന്നാ DNA കാര്യം പറഞ്ഞാൽ മതിയല്ലോ. DNA എടുത്തു കൊണ്ടത് തെളിയിച്ചാലേ കൊച്ചിന് ചെലവിന് പിന്നെ കിട്ടൂ. അത്തരത്തിലൊരു അപമാനമൊന്നും സിബിൻ കൊച്ചിന് തന്നിട്ടില്ലല്ലോ.
അങ്ങനെ കുറെ ചേച്ചി കാര്യങ്ങൾ ഇതിനകത്ത് വേറെ ഉണ്ട്. അത് പോട്ടെ പറഞ്ഞത് പോട്ടെ അത് കൊണ്ടാണ് ചേച്ചി ഞാൻ മനസ്സിലായി, അത് റിയാക്ട് ചെയ്തത്. മനസ്സിലായി. അതല്ലേ? നമ്മള് ഇപ്പൊ നിങ്ങളൊക്കെ ഇതെനിക്കറിയത്തില്ല. നമ്മള് മുസ്ലിങ്ങള് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ഷമിക്കുന്നവനിക്ക് ഈമാൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഈമാൻ ഉണ്ടെങ്കിൽ സ്വർഗ്ഗത്തില് 40, 72 ഹൂറിമീനുകളെ കിട്ടും. പെണ്ണുങ്ങൾക്ക് കിട്ടത്തില്ല, പക്ഷെ ആണുങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മള് ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമിച്ച് നമുക്ക് ഹൂറികളെ കാത്തിരിക്കും. നമുക്ക് ഹൂറിമീനുകളെയോ ഹൂറന്മാരെയോ ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യും. നമുക്ക് സ്വർഗ്ഗത്തില് നല്ല അത്താഴവും ചാപ്പാടും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യണം. അതിലൊരു നല്ല പ്രവൃത്തിയായിട്ട് ഇത് ക്ഷമിച്ചങ്ങ് ഷെമീഷ് ബേഗു കളഞ്ഞേക്ക. അത്രേ ഓക്കെ, ഉള്ളൂ ചേച്ചി. സൈലന്റ് ആയിട്ട് ഇരിക്കുക. ചിഞ്ചു ഷെഫീന പറയുന്ന ഞാന് കാര്യം ചേച്ചി നല്ല കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ റീസൺ ഇതാണ്. ഞാൻ റിയാക്ട് ചെയ്തു മുന്നോട്ട് വന്നതിന്റെ റീസൺ ഇത് തന്നെയാണ്. ഞാൻ ഇതില് കുറെ പ്രാവശ്യം പറഞ്ഞായിരുന്നു. എന്താണ് പറഞ്ഞത്? മതിയായിരുന്നു. ഈ സമയം ചിഞ്ചു മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ മിണ്ടാതിരിക്കുവായിരുന്നു. പക്ഷേ ഈ പ്രസ് മീറ്റിന്റെ ഇതിന്റെ ഒന്നും കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, പ്രസ് മീറ്റിന്റെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. മൺഡേ ആണ് ഇന്റർവ്യൂ കൊടുത്തത്. അത് എങ്ങനെയോ ടെലികാസ്റ്റ് വെനസ്ഡേ അവരുടെ ചാനലിൽ അവരാണ് അത് ടെലികാസ്റ്റ് ചെയ്തത് വെനസ്ഡേ. അപ്പം എനിക്കിതില് പറയാനുള്ളത്, ഞാൻ വെനസ്ഡേ അല്ലെങ്കിൽ പ്രസ് മീറ്റോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് അറിഞ്ഞിരുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു എന്താ പറയാ ആ ഒരു ലെവലിലേക്കാണ് ഇത് പോകുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പുള്ളി ഓരോയിടത്തും പോയി ഇന്റർവ്യൂ കൊടുത്തതിന്റെ റീസൺ ആയിട്ടാണ് ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തത്. അതും മോശമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഇന്റർവ്യൂ കൊടുത്തത്. കാരണം എനിക്കും നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, പുള്ളി ഇങ്ങനെ കുറെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ എനിക്ക് ആരും ഇല്ലാന്നാണോ? എനിക്ക് ഒരുപാട് പേരുണ്ട്. അവരെല്ലാരും വന്ന് എന്നോടും പറയുന്നുണ്ട്, നമ്മൾ ഒരാൾ കുറെ പേര് പറഞ്ഞു 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 നമുക്കും തോന്നും എന്തുകൊണ്ട് ചെയ്തുകൂടാ. അങ്ങനെ ചെയ്ത ഒരു ഇന്റർവ്യൂ തന്നെയാണ്. എന്നിട്ട് ഞാനിപ്പോ പറയുന്നത് ഞാൻ റെഡിയാണ്. എനിക്ക് തോന്നുന്നു പാർട്ട് 2 എന്തോ വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ട്. അതായത് ഇതിന്റെ അവരുടെ അണിയറ പ്രവർത്തകരോട് ഞാൻ സംസാരിക്കാൻ എന്തായാലും ഇരിക്കുവാണ്. അപ്പോ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും അത് തന്നെയാണ് ഇപ്പൊ ഇതിന്റെ കമന്റിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആരുടെ അവിടെ കമന്റ് ഇടുന്ന? ആർക്കാ ഇപ്പൊ കുഴപ്പം? ചിഞ്ചു, ഷെഫീന പറയുന്ന കാര്യം നല്ലതുപോലെ മനസ്സിലാക്കാൻ നിനക്ക് പറ്റുന്നുവെങ്കിൽ നീ ബോൾഡായ പറ്റുന്നുണ്ട്. ഒരു കുട്ടിയായി മാറും. ഞാൻ ഷെഫിയുടെ ചാനൽ എന്ന് മുതൽ കണ്ടു തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ ബോൾഡാണ്. കണ്ട? ഓ, എനിക്കിനി മരിച്ചാ മതി. അന്ന് കൃതാർത്ഥയായി, ഞാൻ കൃതാർത്ഥയായി. ചേച്ചി അത് എക്സ്പീരിയൻസ് ആണ് ചേച്ചി. ചേച്ചിയുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ചേച്ചിക്ക് ഇത്രയും പറയാൻ പറ്റുന്നത്. എനിക്ക് അത്ര എക്സ്പീരിയൻസ് എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അപ്പൊ ഒരാള്, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് റിയാക്ട് ചെയ്യാനായിട്ട് എനിക്കൊരു വേദിയില്ല. അതുകൊണ്ട് എനിക്കെതിരെ ഇങ്ങനെ ഒരു അനീതി പോലെ സംസാരിച്ചു, ഇന്ന വ്ളോഗറെ കൊണ്ടൊക്കെ അങ്ങനെ ചെയ്യിപ്പിച്ചപ്പോ എന്റെ മൈൻഡിൽ, എന്റെ പൊട്ടുബുദ്ധിയിൽ എനിക്ക് തോന്നിയത് എനിക്കൊരു ചാനലുണ്ട്, അതുവഴി ഞാൻ റിയാക്ഷൻ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. പിന്നെ അത് കൊണ്ടുപോയി ആൾക്കാർ കണ്ടന്റ് ചെയ്യുന്നു. അത് അത് ഓരോരുത്തരുടെ ഫ്രീഡം ആണ്. ഓക്കെ, ഞാൻ എന്തായാലും പബ്ലിക്കലി അത് വിട്ടു. അപ്പൊ എനിക്ക് ഒരിക്കലും അവരോട് ചെന്നിട്ട് അത് എടുത്ത് കളയണമെന്ന്, കാരണം ഞാനായിട്ട് ഇട്ട കാര്യമാണ്. അപ്പൊ അവരുടെ അടുത്ത് റിയാക്ഷൻ ചെയ്യേണ്ട ഞാൻ പറയാൻ പറ്റില്ല. നമ്മുടെ ആവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ ഫുൾഫിൽ ആയി. എന്റെ പ്രോബ്ലം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇത് എത്രയും പെട്ടെന്ന് സിഗ്നേച്ചർ കിട്ടുക, ബാക്കി സെറ്റിൽമെന്റ് കിട്ടുക എന്നുള്ളത് തന്റെ ആവശ്യം. അതിനപ്പുറം ഒരു വ്യക്തി എത്തിയെത്താൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ഇല്ല സിബിനെ ഇല്ല, അതൊന്നും ഇല്ല. കൊന്നവരൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റിയാക്ട് ചെയ്യേണ്ട റീസൺ ഇത് മാത്രമാണ്. എന്നെ പറ്റി മോശമായിട്ട് അത് ഒരു പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതിന് ഞാൻ റിയാക്ട് ചെയ്തില്ലെങ്കിൽ വേറെ ആര് റിയാക്ട് ചെയ്യും? അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തതാണ്. അത് നിങ്ങളിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്തേനെ. അതുകൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ ഇടുന്ന ഷൂവിൽ എന്നെ കൂടെ ചിന്തിക്കൂ. നിങ്ങൾ ഇടുന്ന ഷൂ എന്താ പറയാ, ഈ കൊള്ളാത്ത ഷൂ ആണെങ്കിൽ നിങ്ങളത് മാറ്റിയിട്ട് അത് നിങ്ങൾ വേറെ എടുക്കും. ഞാനും അങ്ങനെ തന്നെയാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ മാറും. അത് തന്നെയാ. പേഴ്സണാലിറ്റീസ് ഇഷ്ടപ്പെടാത്തവർ എന്ത് ചെയ്യും? ആ പേഴ്സണാലിറ്റി വേണ്ടാന്ന് വെച്ച് അവര് വേറെ ആൾക്കാരെ തിരഞ്ഞെടുക്കും. അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഉള്ള സമയത്ത് ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തതിലാണ് എനിക്ക് പ്രശ്നവും. അതുപോലെ റിയാക്ട് ചെയ്തതും അതുകൊണ്ടാണ്. അന്ന് തൊട്ടേ കമന്റ് റിയാക്ട് ചെയ്യുന്നുമുണ്ട്. കമന്റ് ഒന്ന് വായിച്ചു. ഞാന് പണ്ട് തൊട്ട് പിന്നെ ഒരുപാട് പേര് എന്നെ ഇങ്ങനെ ചൊറിയുന്നുണ്ട്. ഇത് കുറച്ചിലൊന്നും അല്ല, ആ കുട്ടി എഴുതിയിടുന്നുണ്ട്. ഇറ്റ്സ് എ കോമൺ പ്രോബ്ലം. മെൻ തിങ്ക് they can escape of all responsibilities of taking care of a child by just giving monthly compensation, which is not fair on the women. Equal responsibility is must. Let's keep your personal life personal and do approach court for further steps. Shafina aunty will definitely sort out your problem. Other YouTubers out there are using you as a bait. അത് നിഹാരിക ഫിലിപ്പ് കറക്റ്റ് ആണ്. ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ പേഴ്സണലായിട്ട് എന്നെ വെച്ചിരുന്നതാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഓരോ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് ഒരു ഡോസ് കൊടുക്കുന്ന പോലെ പോയി കമന്റ് ചെയ്യാറുണ്ട്.
അത് പണ്ടാണ് 2021 2023 ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം 2024 ഞാനൊരു കമന്റ് ഇട്ടതോ അല്ലെ ഞാൻ ലൈവിൽ പോയി പറഞ്ഞതോ ഇത്രയും വലിയ പ്രശ്നമായത് പുള്ളി ഒരു ബിഗ് ബോസ് ഫെയിം ആയതുകൊണ്ടാണ്. അല്ലാതെ പുള്ളിക്ക് എതിരെ ഞാൻ അപ്പം വന്ന് ചാടിക്കേറി ബിഗ് ബോസ് ഫെയിം ആയതുകൊണ്ട് ചെളിവാരി തേച്ചതല്ല. അതും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഡെഫിനറ്റ്ലായിട്ടും ഷെഫിന് ചേച്ചി ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുന്നേ നമ്മൾ ഫോണിൽ വെച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു. എനിക്ക് വളരെ മനസ്സിലായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ലൈവിൽ വരാം, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞത്. ചേച്ചി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റാണ്. കാരണം ചേച്ചിക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഞാന് 2023 2013 ഞങ്ങൾ കാണുന്ന 2012 2013 ആയപ്പോഴാണ് ഇഷ്ടമായതും ഒക്കെ. അപ്പൊ എന്റെ 23 വയസ്സിലാണ് സ്റ്റാർട്ടിങ്. ഒരു മിനിറ്റ്, 24 ഇത്രയും നാൾ ഇവിടെ കല്യാണം കഴിച്ചു. ആദ്യമൊക്കെ പറഞ്ഞിട്ട് കുത്തിപ്പൊക്കിയതാണോ? ആഡിയൻസ് ആ ഒരു കാര്യത്തില് ചിഞ്ചുവിന് അറിവില്ല, വെറുതെ അനാവശ്യമായിട്ട് നരേഷൻ കൊണ്ടുവരണ്ട, അവരത് പബ്ലിഷ് ചെയ്തതൊക്കെ അവരുടെ ഇഷ്ടം, അതൊന്നുമല്ല. ഇന്റർവ്യൂ കൊടുത്തിരുന്നു, ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു പറയാന്നുള്ളത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. നമ്മളെ പറഞ്ഞു തിരിച്ചു പറഞ്ഞു, അത് എടുത്ത് ഇട്ട് അലക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ഉത്തരവാദി പുള്ളിക്കാരത്തിക്കും ഏഷ്യാനെറ്റ് ക്രൂവിന്റെ അടുത്തുമായിട്ട് പുള്ളിക്കാരത്തിക്ക് ഒരു ബന്ധവുമില്ല, സംസാരിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഈ വിഷയത്തിൽ ആ ഒരു സാധനവും കൊണ്ട് കുട്ടി മുന്നോട്ട് പോകുന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്. മാക്സിമം അവരോടൊന്ന് പറഞ്ഞിട്ട് അത് നമ്മളെ വെച്ച് മാർക്കറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞങ്ങ് ഒഴിവാക്കുക കേട്ടോ. ചേച്ചി ഇന്നിന് ലൈവ് ഉണ്ടോ? സ്ഥിരം ലൈവ്. ചേച്ചി ടേക്ക് റെസ്പെക്ട്, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അതാണ് എന്റെയും സബീന അല്ല അതാണ് അല്ലേ സബീന, അത് തന്നെയാണ് എനിക്കും ഉള്ളത്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഇത്രയും നാളും പുള്ളിക്ക് ഇഷ്ടമുള്ള പോലെ തന്നെയൊക്കെയാണ് നടന്നിട്ടുള്ളത്. ഞാൻ അതിലൊന്നും പോയി ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ പുള്ളിയോട് ചോദിക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ എനിക്കെതിരെ ഒരു അലിഗേഷൻ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്തതും ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പം പോയത്. വൈസ് അപ്പൊ ഡ്രാഗൺ റെസ്പെക്ട് ചെയ്യാൻ മോൾക്കത് ഉപകരിക്കുമെങ്കിൽ നോക്കിക്ക. depending on the spectrum your son is on, he can be as okay, he can be with medical help or therapy extra. ഇപ്പൊ കറന്റ്ലി ഒരു ഞാൻ പറഞ്ഞില്ലേ 2018 തൊട്ടിട്ട് ഇവിടെ തെറപ്പീസ് പൊക്കോണ്ടിരിക്കുകയാണ്. ഒക്യുപേഷണൽ തെറപ്പിയും സ്പീച്ച് തെറപ്പിയും പൊക്കോണ്ടിരിക്കുകയാണ്. വളരെ നല്ല എക്സ്പെൻസീവ് ആണ്. എനിക്കോട് വൈസ് ഡ്രാഗണിന് കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എത്രയാണ് ഒരു തെറപ്പിക്ക് ഒരു പെർ സെഷൻ 750 ആണ് ഒരു സെഷൻ. അപ്പോൾ ഒക്യുപേഷണൽ തെറപ്പി ആൻഡ് സ്പീച്ച് തെറപ്പി ഡെയിലി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാലോ എങ്ങനെയാണത്. നിങ്ങൾ കൗണ്ട് ചെയ്തോളൂ. അപ്പൊ ഞാനിവിടെ ഇത്രയും വർഷമായിട്ട് പുള്ളിയുടെ ഒരു ഹെൽപ്പും ഇല്ലാതെ ഞാൻ പ്രൗഡായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, കുട്ടിയുടെ ഒറ്റയ്ക്ക് തന്നെയാണ് നോക്കിയിട്ടുള്ളത്. പിന്നെ എനിക്ക് പുള്ളിയുടെ ക്യാഷിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ കുറെ പേര് എനിക്ക് വന്ന് കമന്റ് ചെയ്ത് ഭയങ്കര മോശമായിട്ട് പറയുന്നുണ്ട്. ഒരിക്കലല്ല, ഞാൻ ഇപ്പോഴും പറഞ്ഞ എനിക്ക് ഡൈവേഴ്സ് വേണം. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ടോക്സിക് റിലേഷനിൽ ഇരിക്കാൻ ഇനി പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഡിവേഴ്സ് വേണം. അത് മാത്രമായിരുന്നു എന്റെ ഡിമാൻഡ്. പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള ഫേക്ക് അലിഗേഷൻസ് ആയതുകൊണ്ട് അത് ഡിലേ ആയത്. കാരണം ഇത്രയും ഫേക്ക് അലിഗേഷൻസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ട് സൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിൽ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് അത് ഡിലേ ആയതാവാനാണ് ചാൻസ് കൂടുതലും. അപ്പൊ ഇപ്പൊ മ്യൂച്വൽ കൺസെന്റിന് പുള്ളി റെഡിയാണ്. പണ്ടും മ്യൂച്വൽ കൺസെന്റ് പറഞ്ഞ സമയത്ത് 2020 മ്യൂച്വൽ കൺസെന്റ് പറഞ്ഞു, പക്ഷെ പുള്ളി അത് ഫയൽ ചെയ്തിട്ടില്ലായിരുന്നു. 2021 നോക്കുമ്പോൾ ഫേക്ക് അലിഗേഷൻസ് ഒരു 42 പാരഗ്രാഫ് വെച്ചിട്ട് വരുമായിരുന്നു. അപ്പൊ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇത്രയും ഡിലേ ആയെന്ന് തോന്നുന്നു. സിബിൻ ഇവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന ഇന്റർവ്യൂ കണ്ടിരുന്നു? ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ്സ് വൈ ആസ്കിങ്. ഞാൻ ചോദിച്ച ആരും കണ്ടിട്ടില്ല. അതിനുള്ള ക്വസ്റ്റ്യൻ അതിനുള്ള ആൻസർ ബേബി ഗീച്ചു. മൂപ്പൻസ് വ്ലോഗ് എന്ന് പറഞ്ഞ ഒരു ചാനലില് ശരത് പരമേശ്വറാണ് അതിന്റെ ഓണർ. അപ്പം പുള്ളിയുടെ അടുത്ത് സിബിൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി ഒരു കണ്ടന്റ് ഇട്ടു മൂപ്പൻസ് വ്ലോഗില്. ചിഞ്ചു സിബിൻ ഇതാ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത കുറെ സ്ക്രീൻഷോട്ട്സും പിന്നെ അതിൽ ഞാൻ ആദ്യം തൊട്ട് ഈ ലൈവിന്റെ ആദ്യം തൊട്ട് പറയുന്നുണ്ട്, എന്നെ പറ്റി 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരുടെയോ കൂടെ അതായത് ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ സിബിനാണ് എന്നെ കൊണ്ടുവിടുന്നത്. അത് മറച്ചു വെച്ചിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയി. അതുപോലെ സെക്കൻഡ് കൺസീവ് ചെയ്ത ബേബി എന്ന് പറയുന്നത് പുള്ളിയുടെ അല്ല. ഇത് 2 കാര്യങ്ങൾ ഞാൻ സിബിനോടും ചോദിച്ചു. മൂപ്പൻ വ്ലോഗ് അത് അപ്ലോഡ് ചെയ്തപ്പോൾ സിബിനോട് ചോദിച്ചു എന്തിനാണ് അങ്ങനെ ഒരു വൃത്തിയുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അപ്പൊ പുള്ളി അന്ന് ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളി പറയുന്നു റായാൻ അതായത് ഫസ്റ്റ് കുട്ടി എന്റേത് തന്നെയാണ്. എന്നിട്ട് പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റി. അപ്പൊ അതൊക്കെ എനിക്ക് ട്രിഗർ ആവുന്നുണ്ട്. അത് മനസ്സിലായോ? എന്താ വിഷയം എന്നൊന്നും പറയാൻ പോണ്ട, വിട്ടേക്കുക. ഇറ്റ്സ് ഓക്കെ. ഹാപ്പൻ ഈസ് ഹാപ്പൻ. ഓവർ.
വേറെ അതിപ്പോഴും യൂട്യൂബ് അത് ആയിരുന്നെങ്കിൽ സിബിന്റെ ഭാര്യ ലൈവിൽ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞ് ടൈറ്റിൽ ഇട്ടേനെ. ചേച്ചി അങ്ങനെ ചെയ്യാത്തത് അയ്യോ എന്നിട്ട് വേണം ഇനി ഇവിടെ വന്ന് എന്നെ പച്ചത്തറി വിളിക്കാം. സിബിൻ ഫാൻസ് അസോസിയേഷൻ. ഞാനാരാ മോള്? ചിഞ്ചു കോടതി ലിപ്സ. നടക്കുന്ന കാര്യം ചിഞ്ചു കോടതിക്ക് കോടതിയിൽ വിടും. നടക്കുന്ന കാര്യം വിടൂ. പേഴ്സണൽ കാര്യങ്ങൾ ദയവ് ചെയ്ത്. ഞാൻ കോടതിയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തില് 5 2021 തൊട്ടിട്ട് പുറകെ നടക്കുകയാണ്. അപ്പോ ഒന്നും മൂവ് ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ പുള്ളി വരില്ല, അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അതുപോലെ ഞങ്ങളുടെ 3 ഹിയറിംഗ് കഴിഞ്ഞു, 2 മീഡിയേഷൻ കഴിഞ്ഞു. അതുപോലെ ഇതിങ്ങനെ പോകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഓരോ ഡിവോഴ്സ് കേസുകളും 10 വർഷമൊക്കെ കഴിഞ്ഞില്ല. 10 വർഷം എന്റെ മൂക്കിൽ കൂടെ ഒക്കെ പഞ്ഞി വെച്ചിട്ട് ആ ഒരു സമയത്ത് എനിക്കൊരു ലൈഫ് ഉണ്ടാവണം എന്നാണോ ചേട്ടാ പറയുന്നത്? അല്ല ഇതിപ്പോ ഇത് ഇങ്ങനെ പറഞ്ഞു എത്രയും പെട്ടെന്ന്. കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഹെൽപ്പ് ആകും. കാരണം കൊച്ചിന്റെ കാര്യത്തിന് എക്സ്പെൻസ് ഉണ്ടല്ലോ, അത് മീറ്റ് ചെയ്യണം അതെ, അല്ലേ? അപ്പൊ ഇതിങ്ങനെ തന്നെ പോട്ടെ കേട്ടോ, പരസ്പരം വെല്ലുവിളിക്കണ്ട കേട്ടോ. വൈബ്സ് മീഡിയ എന്താണ് ആ വീഡിയോ ഞാൻ കണ്ടതാണ് ചിഞ്ചു. മൂപ്പൻ പറഞ്ഞത് 2023 വരെ പേയ്മെന്റ് പേഴ്സണൽ കാര്യം തന്നിട്ടുണ്ടല്ലോ. പബ്ലിക് ഒന്ന് 2021 പറയല്ലേ വരെ കണ്ട് എന്നൊക്കെയാണ് പുള്ളി ഇംഗ്ലീഷിൽ. ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ചിഞ്ചു ചിഞ്ചു എന്തോ 2021 വരെ എന്തോ പേയ്മെന്റ് തന്നിട്ടുണ്ടോ? കൊച്ചിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? 2020 വരെ. അത് ഞാൻ അത് നിഷേധിക്കുന്ന കാര്യമൊന്നുമല്ല. 20 വരെ ട്രീറ്റ്മെന്റ് ചാർജ് ആണത്. അപ്പൊ അതുവരെ ആൾക്കാര് ശരത്ത് പറഞ്ഞത് കുട്ടിക്ക് നിങ്ങൾ എന്താ ആ ശബ്ദത്തിന് വീഴും. അതിപ്പം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സിബിന് വേണമെങ്കിൽ കൊച്ചിന്റെ അടുത്ത് പറയാം ഏഷ്യാനെറ്റ് പറഞ്ഞ് കൊച്ചു ചെയ്തു എന്ന് പറയാം. അതേപോലെ ഒരു പറച്ചിലുള്ളൂ. മൂപ്പൻ ചെയ്തെങ്കിൽ മൂപ്പന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായോ? അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കാം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ഇപ്പൊ പുറത്തേക്ക് വിടുന്നുണ്ടല്ലോ. അത്രേ ഉള്ളൂ. അത് പിന്നെ ഇതൊരു വലിയ കണ്ടന്റ് ആണ്, വലിയ പ്രശ്നം. അതൊന്നും ഇനി ഇതാരും എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. എന്തായിരുന്നു പ്രോബ്ലം അത്രേ ഉള്ളൂ. എന്നുള്ളത് നമ്മളിപ്പോ പറയണ്ടായിരുന്നു. ചിഞ്ചു അത് പറയണ്ടായിരുന്നു. പറഞ്ഞ സ്ഥിതിക്ക് അത് ദേഷ്യത്തിൽ പറഞ്ഞു എന്ന് മാത്രം മനസ്സിലായി. അങ്ങനെയൊന്നും ആരും എന്റെ അടുത്ത് അങ്ങനെയൊന്നും സിബിൻ പറഞ്ഞിട്ടില്ല. കൊച്ചിനെ പറ്റി ഒരു വകയും മോശം സിബിൻ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ കണ്ടന്റ് പുറത്തു പോയി 3 ആഴ്ചയോളം അത് അവിടെ കിടന്നു ചേച്ചി. ഇപ്പൊ നമ്മള് വായി മൂടി കെട്ടാൻ പറ്റത്തില്ലല്ലോ കൂട്ടാ. നമുക്ക് കുട ആണെങ്കിലല്ലേ പൊത്തി പിടിക്കാൻ പറ്റൂ. അപ്പൊ ഒരാൾ പറഞ്ഞു പോയി, അത് അവര് പറഞ്ഞു, അത് സിബിന്റെ ഇതോടുകൂടിയാണ് എന്നുള്ള ധാരണ വിട്ടേക്കുക. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ട് മഹാപടുമോശം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാമല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ഒക്കെ പറയണം. ഈ സൊൽബുദ്ധി എന്നും செயல்புத்தி എന്നും തമിഴിൽ சொல்லுவாங்க. நம்ம சொல்புத்தியா இருக்கக்கூடாது, நம்ம செயல்புத்தியா இருக்கணும். നമ്മൾ ഒരു വിഷയത്തെ பார்த்தோம்னா அதை பார்த்து அதுக்கு ஏதாவது ചെയ്യണോ, எப்படி பண்ணணும் എന്നല്ല നമ്മൾ സ്വയമേ നനച്ച് നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്നതിന് செயல்புத்தி എന്ന് പറയും. മോളെ സൊൽബുദ്ധി ആകരുത്. വല്ലവരും പറയണത് കേട്ടോണ്ട് എടുത്തോ പിടിച്ചോന്ന് ചാടരുത്. ഒരു ബഹളത്തിനെടുത്ത് കെട്ടിച്ചാടിയ പടിയില്ലാത്ത കിണറാണെങ്കിൽ തിരിച്ച് കേറാൻ പോലും പറ്റൂല. ഇതിപ്പോ വഴുക്ക് പാതയുള്ള ഒരു പടിയുള്ള കിണറിൽ വീണ് കിടക്കുക. പയ്യെ അതിൽ നിന്ന് കേറി വരാനുള്ള വഴി ആലോചിക്കും. ആര് എന്ത് വന്ന് പറഞ്ഞു, ഞാൻ ഇപ്പോഴും പറയുന്നു, വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നു. ഇനിയിപ്പോ വരും എന്തായാലും. പിന്നെ വാഴ ലൈനകത്തായോണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ വാഴ വിളിച്ചേനായിരുന്നു. വാഴ ഇപ്പൊ വിളിച്ച് അവരെ വിശ്വസിക്കരുത്. അവര് ഭയങ്കര കുഴപ്പമാണ്. വേണമെങ്കിൽ 10 രൂപയും തരും. എന്നിട്ട് അവർക്കെതിരെ വീഡിയോ ഇട്ടേക്കാൻ പറയും. പക്ഷെ പറയണ കേൾക്കുക. ആർക്കും പ്രശ്നം ഉണ്ടാവാതെ സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തു എന്നുള്ളതാണ്. ഇത് വീഡിയോ ഇടണ്ട, ഇത് ഇവിടെ കിടക്കണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അതും ഡിലീറ്റ് ചെയ്തേക്കാം. നോ ഇഷ്യൂസ് ആറ്റാ. അത് കൊച്ചിന്റെ ഇഷ്ടം. മനസ്സിലായോ? എന്താന്ന് വെച്ചാൽ അതുപോലെ പറഞ്ഞാൽ അതുപോലെ ചെയ്യാം. ഇനി ആർക്കും പോയി വീഡിയോ ഇന്റർവ്യൂ കൊടുത്ത് ഇപ്പൊ മനസ്സിലുള്ള ഒരു ഭാരം അങ്ങ് മാറിയില്ലേ, ഒരു ടെൻഷൻ അങ്ങ് ഫ്രീ അതെ ചേച്ചി, ആയില്ലേ? അതാണ്. അത്രയല്ലേ ഉള്ളൂ. പിന്നെ അവിടെ എവിടെ സ്ഥലം? ബാംഗ്ലൂരില്. അവിടെ ബാംഗ്ലൂരാണ് ചേച്ചി. വല്ല തൊഴിലുറപ്പിന് സ്കോപ്പ് ഉണ്ടായി? എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല, ഞാനിങ്ങനെ തേരാപ്പാര നടക്കും. വല്ല ചേച്ചി ഫേമസ് തൊഴിലുറപ്പ് അല്ലേ ചേച്ചി? ചേച്ചി ഈ ഫേമസ് ആയി പോവില്ല കുട്ടി. നമുക്ക് ജോലിയൊന്നുമില്ല. അത് മാത്രല്ല, ഒരു ലൈവ് ഇട്ട ഒരു 10-100 കമന്റ് ആണ്. നിനക്ക് വേറെ പണിയില്ലേ, നിനക്ക് വേറെ പണിയില്ലേ, ഇത് തന്നെ. പകല് വന്നാൽ ഇത്, ഉച്ചയ്ക്ക് വന്നാൽ ഇത്, രാത്രി വന്നാൽ ഇത്, യാത് നേരം ഈ ചോദ്യം. അതങ്ങ് മാറി കിട്ടും. ചേച്ചി കണ്ടന്റ് വെച്ചിട്ട് ഒരുപാട് നല്ല ജോബ്സ് ഉണ്ട്. അതായത് നമ്മൾ വീഡിയോ വഴി തന്നെ കണ്ടന്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ബേസ്ഡും കുറച്ചുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ കുറച്ച് എന്തെങ്കിലും ഒന്ന് കാര്യങ്ങളുണ്ട്. ഞാൻ അതൊന്ന് പറഞ്ഞേരെ. അത് ഇവരെടുത്ത് അതൊന്ന് പറഞ്ഞുതരാം. പറഞ്ഞേരെ. എനിക്ക് ജോലി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ വന്ന് എന്റെ അടുത്ത് ജോലി എന്തെന്ന് ചോദിക്കരുത്. എനിക്ക് ചിഞ്ചു ജോലി തന്ന്. മനസ്സിലായില്ലേ? അതിനൊരു പേരും കൂടെ ഇട്. ഇത്തിരി വായി കൊള്ളാത്ത ഒരു പേരങ്ങ് പറ. എന്തെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ അങ്ങ് പറഞ്ഞുതരാം. നമുക്ക് അതങ്ങ് ഫിക്സ് ആക്കാം. യൂട്യൂബിലൊന്നും കണ്ടന്റ് പറയരുത്. റൈറ്റർ. കണ്ടന്റ് കണ്ടന്റ് റൈറ്റർ. റൈറ്റർ.
കണ്ടന്റ് റൈറ്ററായി ഞാൻ ഉദ്യോഗം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി മേൽ കൊണ്ട് വന്നിരുന്നിട്ട് എന്നടുത്ത് ഈ ചോദ്യം ചോദിച്ചാൽ മുത്തനും മുത്തപ്പനും മുത്തുമുത്തിക്കും ഞാൻ തെറി തരും. മനസ്സിലായല്ലോ? അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ അറിഞ്ഞാ കപ്രി ഉണ്ടല്ലേ, അവളെ വേണ്ടാന്ന് വെച്ച് അവര് മാറി മൂലക്കിരിക്കുന്ന പെങ്കൊച്ച് വേറൊരിടത്തിരിക്കുന്നു. നമ്മളിനി എന്തോ ചെയ്യും മല്ലയ്യ? കണ്ടന്റ് ഇല്ല, രണ്ടും കൂടെ രണ്ട് മൂലക്കിരിക്കുന്നു. നീ പുറത്തിറങ്ങുമ്പോ കാര്യം മനസ്സിലാവുന്നു. കഷ്ടല്ലേ? എനിക്ക് ഇന്നങ്ങ് ഭയങ്കര സിമ്പതി തോന്നി. എന്റെ ജാസ് മോൾക്ക് ഇങ്ങനെ ഒരു ഗതികേട്. അത് പോട്ടെ, അത് നമ്മടെ കാര്യം. ശരി. കഴിഞ്ഞില്ലേ ട്രോളപ്പ? ചോദിക്കരുത്, ചോദിക്കരുത്. ഇനി ഇവര് ചോദിച്ചാൽ ഇവരെ എല്ലാത്തിനെയും ശരിയാക്കണം. മനസ്സിലായില്ല പെണ്ണുങ്ങളെ? അദൂസ് ലോഗിന്റെ മകനും മോളുടെ മകൻ ഉള്ളതുപോലെ സെയിം ഇഷ്യൂസ് ഉണ്ട്. അവളൊരു വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട്. ഫേമസ് ഒന്നും അല്ല കേട്ടോ, വലിയ ഫേമസ് ഒന്നും അല്ല. കാരണം എന്നെ കോപ്പി അടിയാണ്. ഞാനൊരു വീഡിയോ ചെയ്ത് അതുപോലെ കോപ്പി അടിച്ചിടും. അതുകൊണ്ടാണ് അവള് ഫേമസ് ആവാത്ത. അവളുടേതായ ഒരു കണ്ടന്റ് അവക്കില്ല. ആ കുഞ്ഞിനെ വെച്ചിട്ട് പാട്ട് പാടലല്ല, വേറെ ഒന്നും അറിഞ്ഞുകൂടാ. ചോറും കറിയും വെച്ച് കാണിക്കണം, അത്യാവശ്യം സാരി ഉടുത്ത് കാണിക്കണം, ഇതൊന്നുമില്ല. ഞാൻ എന്ത് കണ്ടന്റ് ഇടുന്നോ അത് കോപ്പി പേസ്റ്റ് ചെയ്യും. ഈ സബീന മുനീർ ഒരു യൂട്യൂബറാണ്. ഒരുപാട് പേര് ഒത്തിരി എണ്ണം ഉണ്ട്. എല്ലാം യൂട്യൂബേഴ്സ് ആണ്, പെൺകുട്ടികൾ തന്നെയാണ്. നമ്മുടെ ഗ്രൂപ്പിലെ ചെങ്കീരികളാ. ഫീമെയിൽ MBA പേഴ്സൺ ഡൂയിങ് ലേബർ വർക്ക് ഓൺ റോഡ്. ഇത്ത പറയുന്നത് പോലെ ചെയ്യൂ ചിഞ്ചു. ഇത്ത ഒരുപാട് പ്രോബ്ലംസ് ഇടപെട്ട് അവർക്കൊന്നും ഒരു കോപ്പും മനസ്സിലായില്ല. അവർ പിന്നെ പ്രോബ്ലംസിൽ നിന്ന് കൂടുതൽ പ്രോബ്ലത്തിലേക്ക്. അത് സത്യം. അത് ഈ കുട്ടി അങ്ങനെ പോവില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ കുറെ ഇല്ല, നെഗറ്റീവ്സ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതുപോലെ ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് പുറത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് പോയെന്നുള്ളൊരു കാര്യം കറക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ അമ്മയൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഫുൾ ടൈം ഇരിക്കുന്ന അങ്ങനെ ആയതുകൊണ്ട് അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ ഞാൻ ഈ വർക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ടൈം ആകുമ്പോൾ ഈ കറണ്ട് ഉള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നത് വളരെ വൈകിട്ടാണ്. അപ്പൊ നെക്സ്റ്റ് ഡേ ഇപ്പം എല്ലാം അവിടെ എല്ലാം ശരി, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈ സായി വന്നിട്ട് കാശ് തരുമ്പം ഞാൻ മഹാകുഴപ്പമാണെന്ന്, എന്റെ കൊച്ചു മഹാപിഴയാണെന്ന് ഞാൻ മൊബൈൽ വാങ്ങിച്ച് ചെക്ക് ചെയ്തെന്നുള്ള വിശാല മനസ്കതയുള്ള കമന്റ്സ് കൊണ്ട് വരരുത്. ഞാൻ ഒന്നിനും വന്നിട്ടില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, ഒന്നിനും ഇല്ല കേട്ടോ. കാറ് കയറ്റി കൊല്ലാൻ വന്നെന്ന് പറഞ്ഞ ഇളയത് സായി വരും. ഇപ്പ വണ്ടി പിടിച്ച് വരും അവൻ. മനസ്സിലാക്കിക്കോ, ശത്രുക്കൾ ഉള്ളതാണ്. അവര് വന്നിട്ട് പറയും ഞാൻ സിബിന്റെ പിന്നെ ഏജന്റ് ആണെന്ന് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കിക്കളെ. അതുകൊണ്ട് അതൊന്നും കൊണ്ടുവന്ന് ഉപദ്രവിക്കരുത്. പാവമാണ്. ആ ജോലിയുടെ കാര്യം മാത്രം ഒന്നും കൂടെ ഊന്നി ചിന്തിച്ചോളൂ കേട്ടോ. ചായ വിളിച്ചിട്ട് ചേച്ചിക്ക് ചിഞ്ചു വക പണി കൊടുക്കരുത് പ്ലീസ്. എനിക്കൊരു ജോലി വേണം ചേച്ചി, ഗീതഗീത. ഇന്നിപ്പോ രാത്രിയായില്ലേ മോളെ, ഇന്ന് വേണ്ട, നാളെ വെഴക്കെട്ട്, നേരം വെളുത്തിട്ട് തരാം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണൻ എന്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ പറയല്ലേ പ്ലീസ്. മനസ്സിലാകാത്തത് കൊണ്ടാണ്. നമുക്ക് സംസാരിക്കാം. ഓക്കെ? കണ്ണനിക്കോ ഡാനിക്കോ കൊച്ചിന്റെ അടുത്ത് ഒരു പിണക്കം വരത്തില്ല. അത് നമുക്ക് പറഞ്ഞ് തീർക്കാം. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയും. അത്രേ ഉള്ളൂ, വേറെ ടെൻഷൻ ഇല്ല കേട്ടാ. പറഞ്ഞു തീർക്കാം. കൊച്ചു ആവശ്യമില്ലാതെ ആർക്കും ബാക്കിയുള്ളത് ഇനി ഇടരുതെന്ന് അവരുടെ അടുത്ത് പറയുക കേട്ടോ. മറ്റേ ഞാൻ അവരോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു ഇൻഫോർമേഷൻ ആണ്. ഇതിന്റെ യൂട്യൂബ് ഞാനാണ് ഹാൻഡിൽ ചെയ്യണത്. ആരെങ്കിലും ഇതിന്റെ ഫോട്ടോ വെച്ച് കളിക്കാന്ന് വിചാരിച്ചാ അപ്പൊ തരും ഞാൻ സ്ട്രൈക്ക്. തർക്കമേ വേണ്ട. ചാനലിന് പിന്നെ കരഞ്ഞുകൊണ്ട് വരരുത്, സ്ട്രൈക്ക് അടിക്കും. സിബിന്റെ ഫോട്ടോയോ ഈ കുട്ടിയുടെ ഫോട്ടോയോ അനാവശ്യമായി ഇവരുടെ ഫാമിലി സ്റ്റാറ്റസ് പറയാനായിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ചാനലിന് സ്ട്രൈക്ക് തരും, 100 തരം. തർക്കമേ വേണ്ട. മാനനഷ്ടത്തിന് കേസും കൊടുപ്പിക്കും ഇതിനെ കൊണ്ട്. അത് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേറെ ഒരുപാട് കണ്ടന്റ്, ഇതോ വാഴത്തോട്ടത്തിൽ പോയി, അവിടെ ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ട്, ചെല്ലി. അതൊക്കെയാണ് കണ്ടന്റ്. അതിലിട്ട് പോയി. ഇത് പേഴ്സണൽ ഇഷ്യൂ. അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു പിണക്കം, അതിൽ അവര് കോംപ്രമൈസ് ആകും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി പോലെ ചീച്ചിമുള്ളി കളിച്ചതാണ്. അത് ശരിയായിക്കോളും, സെറ്റ് ആക്കാം കേട്ടോ. മോളെ ചിഞ്ചു, ചേച്ചിക്കുട്ടി പറയുന്നത് പോലെ ചെയ്തോ. ഒരിക്കലും ഒരു മോശം സംഭവിക്കൽ ഉറപ്പാണ്. ഇതെല്ലാം നമ്മുടെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമുക്ക് സപ്പോർട്ട് പറയണം. വാഴകൾ അറിഞ്ഞിട്ടില്ല, 10:30 ആകുമ്പോഴേ അറിയുള്ളൂ. അപ്പൊ വരും വാഴത്തോട്ടത്തിലേക്ക്. വാഴയുടെ വെള്ളത്തല. അങ്ങനത്തെ ഒരു കമന്റ് കണ്ടില്ലേ ചേച്ചി? പറഞ്ഞില്ലേ ഇങ്ങനെ കുറെ ആൾക്കാരല്ലേ ചിഞ്ചു, അത് മനസ്സിലാക്കി. ഇത് ഞാൻ തനിച്ചിരുന്നാലേ വരുള്ളൂ. കൊച്ചിന്റെ അടുത്ത് ഇതൊന്നും വന്ന് പറയും. ഇത് ഞാൻ തനിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ബെല്ലും ബ്രേക്കൂലാതെ വന്ന് തെറി വിളിക്കുന്നത്. അത് അവന്മാർക്ക് ഒരു സുഖം. ഡിവോഴ്സ് പുള്ളിയുടെ അടുത്ത് പറഞ്ഞത്, അതായത് ഇങ്ങനെ പെട്ടെന്ന് എനിക്കത് പെട്ടെന്ന് വേണമെന്നുണ്ട്. കാരണം എനിക്കും കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ തിരക്കിലെങ്ങാണ്ടാണല്ലോ ഒരു 2-3 വീക്സിനുള്ളിൽ വരാൻ പറയാം. കൊച്ചു സമയം എടുത്ത് വരിക. ഇത് വേറൊരു സിസ്റ്റം ഉണ്ട്, കൊറിയർ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ പറ്റും. അതായാലും കുഴപ്പമില്ല ചേച്ചി.
അപ്പൊ അത് ചെയ്യാനുള്ള ഇത് ചെയ്യാൻ ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക, എന്നിട്ട് കോൺഫറൻസിൽ ഇട്ട് വിടാം. ദയവ് ചെയ്തിട്ട് പഴയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ. ആറിയ നീ എന്നോടല്ല ചേച്ചി, ഞാനങ്ങനെ ചെയ്യാ, സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. സെറ്റ് അത് നമ്മൾ പറഞ്ഞോളാം കേട്ടോ, ടെൻഷൻ അടിക്കണ്ട. കോംപ്രമൈസ് ആകണം, കീപ് ഗോയിങ്. ഐ പ്ലേ ക്രിക്കറ്റ്. എന്താണ് കോംപ്രമൈസ് ആക്കണം, കീപ് ഗോയിങ്. ഓഫ് കോഴ്സ്, അതൊക്കെ ശരി തന്നെ. കരച്ചിലായിട്ട് ആര് വന്നാലും മനസ്സറിയാതിരിക്കണം. എനിക്ക് തരുന്ന പണി കുത്തുന്നതാ. ചിഞ്ചു, everything will be fine. It takes time to be patient and move forward. Okay? അനിത തോമസ്, ഞാന് കമന്റ്സ് വായിച്ചായിരുന്നു. എനിക്ക് തിരിച്ച് റിപ്ലൈ തരാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പറഞ്ഞായിരുന്നു, ഡോണ്ട് ആസ്ക് ഹർ ടു നോട്ട് ഡ്രാഗ് ഇഷ്യൂസ് ടു പബ്ലിക് പ്ലാറ്റ്ഫോം. ഒരിക്കലും ഇല്ല, അത് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബാക്കിയുള്ളവരുടെ ആക്ഷൻസ് നമ്മുടെ റിയാക്ഷനും ഒക്കെ ഏതാണ്ട് ഡിപ്പെൻഡന്റ് ആണ്. പുള്ളി ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്തതാണ് അത്. ഇനി എന്റെ സൈഡിൽ നിന്ന് എന്തായാലും ഇനി ഒരു വീഡിയോയോ ഒന്നും വരില്ല. നമ്മുടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്താ ചേച്ചി? നമ്മുടെ സൈഡിൽ നമ്മൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെ ഇനി വെടിവെക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വലിയ ആറ്റം ബോംബ് ഇടും, അല്ലെ? അതല്ലേ നമ്മളെ ഉദ്ദേശം? അണുബോംബ് ഇടാം നമുക്ക്. അത്രേ ഉള്ളൂ. ആറ്റം ബോംബല്ല, അണുബോംബ് അപ്പുറത്തേക്ക് വരും. അതിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ശല്യം ചെയ്യാതിരിക്കുക. ദൈവത്തെ ഓർത്ത് ചേച്ചിക്കുള്ള ക്വസ്റ്റ്യൻ ആണോ എനിക്കാണോ? അല്ല, മോക്ക് പറയുന്നതാ. എനിക്കിട്ട് തട്ട് തരല്ലേന്ന്. പുതിയ കല്യാണ ഓഫർ വല്ലതും വന്നോന്നു? അയ്യോ എന്റെ പൊന്നെ, എനിക്ക് കല്യാണം കേൾക്കുമ്പോ എനിക്ക് പേടിയാണ്. കണ്ണൻ കമന്റ് ഇട്ടിട്ടുണ്ട് മോളെ. എനിക്കൊരു ദേഷ്യവുമില്ല. സിസ്റ്റർ. താങ്ക്സ് കണ്ണ. എനിക്ക് സത്യം പറഞ്ഞാൽ ആരുമായിട്ടും പേഴ്സണൽ വെഞ്ചൻസിന്റെ ഒന്നും അല്ല. പറഞ്ഞത് മനസ്സിലായില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം മനസ്സിലായില്ല, പറഞ്ഞത് മനസ്സിലായില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും എന്നെ ടാഗ് ചെയ്ത് എന്തൊക്കെയോ സ്റ്റോറി ഇടുന്നു. ഞാൻ പിന്നെ അത് പോട്ടെ, ഞാൻ പുള്ളിയുടെ അടുത്താണ് ഞാൻ സംസാരിച്ചെങ്കിൽ കണ്ണൻ അത് മനസ്സിലാവുമായിരുന്നു. I know it's hard to stay strong and love your child and move forward. ഇവിടെ വന്ന് അടിച്ചോണ്ട് ഇതിപ്പുണ്ട്. ഞാനിങ്ങനെ റൂം അടച്ചിടാറില്ല. കാണിക്കാൻ പറ്റും. ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. അവൻ എന്നെ വിട്ട് മാറത്തില്ല. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. കുളിക്കുന്നു. അപ്പൊ അത് ക്യാനി കുടിക്കുമ്പോ ടേസ്റ്റ് ആണ് ഇല്ലേ? ഒരു പുളിപ്പുണ്ട്. What is this? See. ഇവിടെ വീഡിയോ ഉണ്ട്. ബാ. അയ്യോ, നേരെ ഇരിക്ക്. ഓക്കെ, ഹായ്. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഒരു ഫ്ലൈങ് കിസ് കൊടുത്ത്. ഫ്ലൈങ് കിസ്. ശരിയാവും. വാട്ട് ഈസ് യുവർ നെയിം? റിയാൻ. ഗുഡ് ബോയ്. ഇപ്പൊ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വാട്ട് ഈസ് അമ്മാസ് നെയിം? ചിഞ്ചു. ഗുഡ് ബോയ്. നല്ല ഇമ്പ്രൂവ്മെന്റ് ചേച്ചി. തെറാപ്പീസ് ഒക്കെ നല്ലപോലെ നടക്കുന്നുണ്ട്. ഹായ്. ഇത് ആരാ ചേച്ചി? ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ബാ. ഹായ് പറഞ്ഞേ. ഹായ് പറ. ഓക്കെ മോളെ. ഓക്കെ, ശരി. ബൈ. ശരി. മമ്മ വരാം. ശരി. കൊച്ചിന് കാര്യം മനസ്സിലാകുന്നു. പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നു. നിർത്തിയെങ്കിൽ ഇനി അതിനെ കുറിച്ച് സംസാരിക്കാതെ ഇരിക്കിപ്പോ. ഇല്ലില്ല, അവന് അങ്ങനെ അറിയില്ല ചേച്ചി. അവന് 8 വയസ്സായിട്ടുണ്ടെങ്കിലും അത് ആ ഒരു ഏജ് ലെവലിലല്ല. ചേച്ചി ലൈവ് നോക്കിക്കേ. ചപ്രി എവിടെ മുത്തുകവ് കളിച്ചോണ്ടിരിക്കണം. ഇനി ചിന്നുവിന് കുറെ കോൾസ് വരും. ഇവരുടെ കൂടെ കൂടരുത് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. അവർക്ക് അവരുടെ പേഴ്സണൽ റിവെഞ്ച് തീർക്കാനാണ്. സോ ബി കെയർഫുൾ. ഓക്കെ, കേട്ടോ?
ഫേസ് വാങ്ങിക്കാം. അത് കേട്ടായിരുന്നോ? ചേച്ചിക്ക് നെഗറ്റീവ് കമന്റ്സ് കാണണമെങ്കിൽ ഏജന്റിന്റെ ഫാമിലി ഹെൽത്ത്. ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റിസ് ഞാൻ ഇന്നലെയും പറഞ്ഞത് അത് തന്നെ. അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് അവര് കണ്ടുപിടിക്കട്ടെ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ, പുള്ളിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കട്ടെ. ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല. പ്ലീസ് മനസ്സിലാക്കൂ. മനസ്സിലാവും. Sivan having a family health issue, having to take care of parents, divorce issue and fighting with corporate, at last all money matters. അത് കറക്റ്റ് ആണ്. അത് ഇൻ ടൂറിസ്റ്റ് പുള്ളി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. മണി മാറ്റേഴ്സ്. ഈ ക്യാഷ് ഇല്ലാതെ ഒന്നും നീങ്ങില്ല ഈ ലോകത്ത്. അത് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അത് മോന്റെ സിറ്റുവേഷൻ ആയാലും ശരി, നല്ലപോലെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത് വെറുതെ അനാവശ്യമായിട്ട് ഡീഗ്രേഡ് ചെയ്യാതിരിക്കും. ഇവിടെ മണി മാറ്റേഴ്സിനേക്കാൾ ഉപരി ആ കുഞ്ഞിനെ അതിന്റെ അപ്പന്റെ അടുത്ത് നിന്നാ വാങ്ങിക്കുന്നത്. അതിന്റെ അപ്പനെയാ ചോദിക്കുന്നത്. ആർക്കാ ഇപ്പൊ ഇത്ര വേദന വരുന്നത്? എന്ത് മണി മാറ്റർ എന്നാണ്? അവൻ എഫർട്ട് എടുത്തിട്ടുണ്ട്, അവന്റെ ലൈഫ് വെച്ച് റിസ്കിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോയിൽ വന്നത് കൊണ്ടല്ല അവനക്ക് എത്ര സ്ട്രെസ്സും പ്രശ്നങ്ങളും വന്നത്. അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ അവന് പേ ബാക്ക് ചെയ്യണം. അത് മണി മാറ്റേഴ്സ് എന്നല്ല. എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ ഉടനീളം. ഇനി അവർ കോമ്പൻസേറ്റ് ചെയ്താൽ പോലും അവൻ നേരിടാൻ പോകുന്ന സ്ട്രഗിൾ എന്താണെന്ന് വല്ല ബോധമുണ്ടോ? അതേപോലെ ഈ കുട്ടിക്ക് അതിന്റെ അപ്പനെ കിട്ടണം, അതിന്റെ അപ്പൻ സപ്പോർട്ട് ചെയ്യണം. അത് തന്നെയാണ്. അത് മണി മാറ്റർ എന്ന് പറഞ്ഞ് ഇഴത്തി കളയാൻ നീയൊക്കെ ചുമ്മാ ഇരുന്നാ കിട്ടുമല്ലോ. ഇത് ഒരു കിലോ അരിയുടെ വില എത്രയടാ? അത് പറഞ്ഞാണ് എഴുതിയിട്ടോ. പിന്നെ കേരളത്തിലെ പോലെയല്ല ഇവിടെ അഡ്മിഷൻ ഫീ ചോദിക്കുന്നത് 2.75 lakhs ആണ് 1 year. അത് അക്കാഡമിക് ലെവലിലും അല്ല അവർ ചോദിക്കുന്നത്. അപ്പൊ അറിയാലോ. പേരൻസ് തന്നെ മക്കളെ നോക്കേണ്ടത്. അവരത് നോക്കുക തന്നെ ചെയ്യും. അത്രേ ഉള്ളൂ. അവന് പറ്റില്ല എന്ന് പറഞ്ഞില്ല, പിന്നെന്തുവാ? ഇന്ത്യ ടൂറിസ്റ്റിന് 52 വയസ്സായ അവന് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. ഓക്കെ മോളെ, എന്നാ ശരി. ശരി, ഗുഡ് നൈറ്റ്. ഇപ്പൊ ആർക്കും പുതിയ ഇന്റർവ്യൂ ഒന്നും കൊടുത്തതല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഫോം ചെയ്തേക്കണേ. ശരി ചേച്ചി. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ. അയ്യോ ബൈ ബൈ. സേ ബൈ ബൈ. ബൈ ബൈ. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പറഞ്ഞേ. സബ്സ്ക്രൈബ്, ഫോളോ പറഞ്ഞേ. ഫോളോ ബൈ. ഫോളോ പറഞ്ഞേ. ഫോളോ ബൈ. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ശരിടാ മക്കളെ, ശരി. അമ്മ വരാം. ഡാനിക്ക് എന്തോ പറയണ്ടെന്ന് പറയണം. ഡാനി ഒന്ന് കേക്കട്ടെ. ചേച്ചി ഞാൻ ഡാനി ഒന്ന് വിളിക്കട്ടെ. ഓക്കേടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ഡാനി എടുത്തൊന്ന് സംസാരിക്കട്ടെ. ഡാനി വരണം. ശരി. ശരി. പ്രണയനില മധുര ഇരുന്ന് കരയുന്ന. എന്തുവാളെ? പഴയ സാധനം എടുക്കും. സോറി. എവിടെ പോയി? വന്നില്ലല്ലോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹൗ ആർ യു? എവരിതിങ് ഗുഡ്? ഗുഡ് ആണ്. എന്തുവാ കഴിക്കുന്നു? ഇത് ഭയങ്കര ഉറക്കം. അങ്ങനെ റെഡ് ബുള്ള്. ഇത് മറ്റന്നാണെന്ന് വിചാരിച്ചല്ലേ. പിള്ളേ, നമുക്ക് ഇവിടെ എങ്ങും കിട്ടത്തില്ല മോനെ. കട്ടൻ ചായയും കിട്ടത്തില്ല. ഒന്നും കേട്ടാ. പ്രണയനില. നീ കണ്ടാ? വിക്കോസ് കണ്ടാ നീ? ഇരുന്ന് കരയുന്ന വാഴക്കകള്. ഒരു ഇൻട്രസ്റ്റ് പോയി കാണാൻ. അതെന്തുപറ്റി? എനിക്കിപ്പോ ലൈവ് കാണാൻ മൂടില്ല. ഇറ്റ്സ് ഓക്കെ. അത് ഇടയ്ക്കുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഡാനി, വേറെ ഒന്നുമല്ല. ഈ പഴയതൊക്കെ വിട്ടേരെ. അവർ തമ്മിൽ തീർക്കട്ടെ. പ്രോബ്ലം സോൾവ് ആയിട്ട് അത് അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ കേട്ടാ. അത് ആരൊക്കെ എടുത്ത് കണ്ടന്റ് ആക്കുന്നോ, ആർക്കൊക്കെ ഓണം ഉണ്ണാൻ പറ്റുന്നോ അവരൊക്കെ ഉണ്ണട്ടെ, എവിടെയെങ്കിലുമൊക്കെ മുഴക്കിട്ടു. അത്രയൊക്കെ അത് പറയാനുള്ളൂ. ആ കൊച്ചിന് അതിന്റെ ലൈഫും കൊണ്ട് മുന്നോട്ട് പോകാൻ നിൽക്കട്ടെ. അതിനെ ഒന്നും പറഞ്ഞ് ഇൻഫോം ചെയ്തിട്ട്
പിന്നെ പൊതുജനം പലവിധമാണ്. ഇപ്പൊ നമ്മളിത് സോൾവ് ചെയ്യാതെ വിടുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ എല്ലാവരും കൂടെ എടുത്ത് വലിച്ച് കീറി പീച്ചി കീറി മാന്തി അങ്ങ് വിടും. എന്തിനാണ് വെറുതെ? അതിന് ഇത്രേ ആവശ്യങ്ങളേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളാണ് അതിന്റെ ആവശ്യം. അത് ചെയ്യാമെന്ന് ഒരാൾ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്? ദേ വന്നെന്റെ കമന്റ് സബീന മുനീർ പറഞ്ഞ കവിയുണ്ട്. അങ്ങനാണെന്ന് അല്ല, തോന്നി. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞ എന്നെ എല്ലാരും ഏറി കയറ്റും. എന്നാലും പറഞ്ഞേക്കാം, ഞാൻ പുള്ളിയുടെ ഇൻസ്പിറേഷൻ ആയിട്ടാണ് സത്യത്തിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത്. ആരെ? സായിയോ? വാഴയോ? വിട് വിട് വിട്. ഞാൻ ചേച്ചി അതെ, ഇന്ന പോലെ എന്നോട് ചേട്ടൻ വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചതിന് ശേഷം ഓക്കെ എല്ലാം കഴിഞ്ഞാണ്. അപ്പൊ അതിനുശേഷം ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. എടാ, ഒരു ഡിവോഴ്സ് എനിക്കും കൊടുക്കാൻ തന്നെ താല്പര്യം, പക്ഷെ ചേച്ചി അങ്ങോട്ട് പോകുന്നില്ല, അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പൊ എന്തെങ്കിലും ആട്ടെ, ഇനി അതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ച ഒരു ഇതാവേണ്ട ആവശ്യമില്ല. പിന്നെ ലാസ്റ്റ് ഇൻസ്റ്റയിലെ നമ്മൾ ലൈവ് വന്ന സമയത്ത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അത് അപ്ലോഡ് ചെയ്യാത്തതിന്റെ ഏറ്റവും വലിയൊരു ഇതായിരുന്നു. അത് അല്ല, ചെയ്യണമായിരുന്നു. അത് ഞാനീ മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സിബിനാണ് ഗ്രൗണ്ട് സപ്പോർട്ട്. മനസ്സിലാവുന്നു? ഡാനി മനസ്സിലാക്കാൻ പറയുന്നതാണ്. സിബിന് ഗ്രൗണ്ട് സപ്പോർട്ടാണ്. ഇപ്പോ ഈ വന്ന് ഈ കാര്യം പറയുമ്പോ ഇതിനെ ആരോ പറഞ്ഞു വിട്ടതായിട്ട് പബ്ലിക്കിന് കിട്ടുള്ളൂ. ആ കുട്ടിയുടെ ഭാഗത്തുള്ള ഒരു ന്യായം ആരും എടുക്കൂല. അതൊരു ട്രൂ അതെ ഫാക്ട് ആണ്. ചേച്ചി, പ്രസ് മനസ്സിലായോ? മീറ്റിന് മുമ്പുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, പറഞ്ഞ അതൊക്കെ മനസ്സിലാവും. നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നിങ്ങൾ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ടോ? ഇല്ലല്ലോ. ഏഷ്യാനെറ്റിൽ സംസാരിച്ചിട്ടാണോ ഡാനി ആ വിഷയം എടുത്തോണ്ട് വന്നത്? അല്ലല്ലോ. ഡാനിക്ക് ഇതിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. മീൻസ് ഇങ്ങനെ ഒരു വിഷയം ചിഞ്ചു വന്ന് പറഞ്ഞു, ഡാനി അത് ചെയ്തു എന്നതിനപ്പുറം ഏഷ്യാനെറ്റിലോ ഹാഫിസ് അണ്ണനോ പറഞ്ഞിട്ടാണോ ഡാനി ഇത് ചെയ്തത്? അല്ലല്ലോ. അല്ലല്ലോ. അതേപോലെ ഒരു വിഷയം തന്നെയാണ് അപ്പുറത്തും നടന്നിട്ടുള്ളത്. ഈ രണ്ടുപേർ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂ പറയേണ്ട ഒരു സമയവും പറയേണ്ട വേദിയിലും പറഞ്ഞെങ്കിൽ ആ കുട്ടിക്ക് കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കിട്ടും. ഇപ്പൊ പറഞ്ഞാലുള്ള പ്രശ്നം, ഇപ്പോ അവന് ഫേവറായിട്ട് നിൽക്കുന്നവരും അവൻ ഒപ്പോസിഷൻ ആയിട്ട് നിൽക്കുന്നവരും തമ്മിലുള്ള അടിയെ അവിടെ നടക്കുള്ളൂ. അപ്പം ഈ ഫേവറായിട്ട് നിൽക്കുന്നവര് ഒപ്പോസിഷൻ നിൽക്കുന്നവര് നന്നായിട്ട് എടുത്തു കൊടുക്കും. ഇപ്പം ഡാനി പറയുന്ന അല്ലെങ്കിൽ ചിഞ്ചു പറയുന്ന കണക്ക് സിബിൻ പറഞ്ഞു അവള് മോശമാണ്, ഇങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നാളെ ആബിസുമായിട്ടും ഈ പെണ്ണിന് റിലേഷൻഷിപ്പ് ഉണ്ട്, വേണമെങ്കിൽ ഡാനിക്കുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വരെ പറയാം. മനസ്സിലായോ? നശിപ്പിക്കപ്പെടുന്നത് ആ കുട്ടിയുടെ ഫ്യൂച്ചർ, അതിനുണ്ടാകുന്ന പേരുദോഷം, അതൊരു റിയാലിറ്റിയാണ്. അതൊരു ഭയങ്കര വലിയ റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിഷയം നമുക്ക് ഇതിന്റെ ഔട്ട് ഓഫ് സോഷ്യൽ മീഡിയ തീർക്കുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. കണ്ടന്റ് ഒക്കെ ഇഷ്ടംപോലെ കണ്ടു. എന്റെ ലൈഫ് തന്നെ ഒരു ഹിസ്റ്ററിയാണ്, അത് കണ്ടന്റ് ആക്കിക്കോളൂ. അതിന് നിനക്ക് അറിയത്തില്ലല്ലേ, തെറി താത്തായെ ഞാൻ തെറി വിളിക്കാൻ തീരുമാനിച്ചു ഒരു ക്യാപ്ഷൻ ഇട്ടാണ്. ഇപ്പൊ വരെ നീ 100K സബ് എനിക്ക് ഞാൻ നേർച്ച നേരുന്നു, കൂടെ എന്റെ വക ഒരു കേസും ഉണ്ടാവും. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു സ്ട്രൈക്ക് ഉണ്ടാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതങ്ങ് വിട്ടേക്ക് മോനെ. അത് പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കണ്ണനുമായിട്ടുള്ളത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. പുള്ളി അത് മാറ്റി വെച്ചത് ഒരു നല്ല സേക്കോടെയാണ്. അതായത് ഇത് പബ്ലിക്കിലിട്ടാ ബാക്കിയുള്ളവർ എടുത്തോണ്ട് പോയി കുറെ അധികം കഥകൾ മെനഞ്ഞ് പുതിയ ഇഷ്യൂസ് ഉണ്ടാക്കും എന്നുള്ള പേടി കൊണ്ടാണ് പുള്ളി അത് ഹൈഡ് ചെയ്തത്. അത് ചിഞ്ചു അത് ഫേസ് ചെയ്യാൻ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഇഗ്നോർ ചെയ്തേക്കാം. ഇനി സിബിൻ ഇത് അനുസരിക്കുന്നില്ല, അല്ലെ സിബിൻ ഇത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം. മനസ്സിലായോ? നമുക്ക് ടുഗദർ ആയിട്ട് തന്നെ ചെയ്യാം. അത്രേ ഉള്ളൂ. നമ്മൾ രണ്ട് ചെറിയ പുഴുവാണെന്നുള്ള തോന്നലൊന്നും വേണ്ട. നമ്മൾ വലിയ പുഴുക്കളാണ്, അത്യാവശ്യം കാളകൂട സർപ്പങ്ങളാണ് നമ്മൾ. നമുക്ക് തെളിയിക്കാം. ഇപ്പൊ തൽക്കാലം ഇതൊന്നും മനസ്സിൽ വെച്ചേക്കാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക. ഞാനതൊക്കെ വിടും ചേച്ചി. എന്നെ സത്യത്തിൽ അടുത്ത ആർക്കും അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, അടുത്തറിയുമ്പോ ആൾക്കാർക്ക് എന്റെ രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല. സത്യത്തിൽ ഞാൻ അന്ന് അവരത്ര റിക്വസ്റ്റ് ചെയ്തു, അങ്ങനെ വന്നു. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എന്താ പറയണ്ടേ, ബിഗ് ബോസ് ഇയർ നമ്മുടെ കണ്ണൻ ചേട്ടനാണല്ലോ. ഇന്നത്തെ ഒരു ലൈവിൽ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ഈ പറയുന്ന കൊച്ചു കൊച്ചു വോയിസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിടുക. എന്താ പറയണ്ടേ, ആ ചേച്ചിയുടെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വിട്ട് കളയുക. അതാ എനിക്കൊരു റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ചേച്ചി കരയുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്റെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. കരയുന്നതോ പിടിക്കുന്നതോ ഒക്കെ വേണമെങ്കിൽ ഇടാം. അതൊന്നും ഒരു വിഷയമായിട്ടുള്ള കാര്യങ്ങളല്ല. അന്ന് സ്ട്രൈക്ക് സംബന്ധമായിട്ട് കുറച്ച് ഇതുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആം, ആ, അങ്ങനെ എന്താ പറയാ, ആ ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അല്ല, അതൊക്കെ നമ്മുടെ എടുത്ത് ഗബ്രി ഒന്നായെന്ന് അയച്ചതാ മെസ്സേജ് വാട്സപ്പ് വരിക. ഗബ്രി ഒന്നായെന്ന്. നമ്മള് ഓ ഇത് വിട്ടിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഗബ്രിയായിട്ട് ഇത്ര നേരം വഴക്കായിരുന്നു. അവർ രണ്ടിടത്ത് ഇരിക്കുകയായിരുന്നു. നമ്മൾക്ക് അത് ടെൻഷനല്ലേ. ഒരെണ്ണം തെക്കോട്ട് ഒരെണ്ണം വടക്കോട്ടിരുന്ന നമ്മൾ കണ്ടന്റിന് എന്തോ ചെയ്യും? ഇനി ആകെ 2 ദിവസമേ ഉള്ളൂ. അല്ല, ഈ എനിക്ക് കുറച്ച് കണ്ടന്റാണ് നമ്മൾ നിലനിർത്തിയത്. ചേച്ചി ഒന്ന് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഗബ്രി എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു സെയിം ഒരു ഇത് തന്നെയാണ് ഇതിനകത്ത് പിന്നെ എടുത്തോണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങള്
അന്നും ഇന്നും ഒരുപോലുള്ള രീതിയിൽ തന്നെ ആണെന്നുള്ള രീതിയിലാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് സത്യത്തില്. കാരണം അപ്പൊ പറഞ്ഞ പിന്നെ മനസ്സിലായോ? ഇപ്പൊ കുറച്ച് മുമ്പേ മുഖം വലിച്ചിറക്കിയിരുന്നത് എന്തിന്? അതെ അല്ല അവൻ പുറത്ത് ഇപ്പൊ ഇന്റർവ്യൂവിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അകത്ത് എന്നിട്ട് ആ പഴയ രീതിയിൽ തന്നെ അങ്ങ് പോവാ പുള്ളി. എന്നിട്ട് ഇപ്പൊ പിന്നെ ഓരോ കാര്യങ്ങൾ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് വീണ്ടും ഒന്ന് ഒരു ഉടക്ക് രീതിയില്ല. മീൻസ് ജാസ്മിന് കഥകളൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ ഈ ലൈവ് വരുന്നതിന് മുമ്പ് നോക്കുമ്പോ വാഴത്തോട്ടത്തിൽ ഇരിക്കുന്ന അവന്റെ അടുത്ത് പോയിട്ട് നീ എന്താ പിണങ്ങിയിരിക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇന്നത്തെ അവൻ കാലത്തില്ല. പറയുന്നത് ഇപ്പോ ഓ, വാഴത്തോട്ടത്തിൽ ഇരിക്കുന്നു. അപ്പൊ അവൻ പറഞ്ഞ് നിനക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, പുറത്തിറങ്ങുമ്പോ നിനക്ക് മനസ്സിലാവൂ. ഓ അതിന്റെ അങ്ങനെ. അർത്ഥം അവൻ തേക്കാണ്. അല്ല അത് അവൾ അർഹിക്കുന്നു. ആ ഫുൾ കരച്ച് കണ്ട് ഭയങ്കര നിലവിളി തന്നെ. ഫുൾ കരച്ചില് ഒന്നും പറയാനില്ല കണ്ടു. എന്റെ കൊച്ചു പുറത്തിറങ്ങിയിട്ട് ആദ്യം എനിക്കിട്ട് തരും. അതാണ് എന്റെ സങ്കടം. വാഴച്ചെറുക്കൻ ഫ്ലൈറ്റ് മിസ്സായി ഇതുവരെ അങ്ങ് എത്തിയില്ല. വാഴയും പെങ്ങളൂട്ടി റോഡിലും കണ്ട കിടക്കാണ് പെടുപ്പം സിജോയും. അങ്ങ് എത്തിയിട്ടില്ല. അവളോ എന്താ ഫ്ലൈറ്റ് മിസ്സായോ? ഫ്ലൈറ്റ് മിസ്സായി. അവരവിടെ കിടന്ന് തേരാപ്പാര നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ എയർപോർട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇപ്പൊ ഓ ഓ, ഓ. എപ്പോഴെത്തും നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ ചിഞ്ചുവിനെ ഫോൺ വിളിച്ചിട്ട് എനിക്കിട്ട് പാര വെച്ചേനെ. കണ്ടാ എന്താ? കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉടനെ വിളിച്ചിട്ട് പാര വെക്കും. അവൻ ആരാ മോനെന്നറിയാമോ? ഏജന്റ് ഷഫീന ബീവി. യു ആർ അഫക്റ്റഡ് ബൈ പീപ്പിൾ. എനിക്കൊക്കെ എനിക്കൊക്കെ കേസ് നിനക്ക് കിട്ടിയോ കേസ്? വേണോടാ ഇല്ല. അങ്ങനെ. എന്റെ അഡ്രസ് അറിയാൻ വയ്യാത്തോണ്ട് എനിക്ക് കേസ് തന്നില്ല. കേടി എന്നെ ഉപേക്ഷിച്ചു. ആര് അതുകൊണ്ടല്ല. അല്ല കേസ്? ജാസ്മിന്റെ പാപ്പ മുമ്പൊരു കേസ് കൊടുത്തു എനിക്കെതിരെ. അല്ല കണ്ണൻ ചേട്ടനെ എന്താ എടുത്ത് ട്രോളുന്നേ? കണ്ണൻ ഇത്തിരി കൂടുതലാണല്ലേ. കണ്ണൻ ഭയങ്കര ഭീകരമായിട്ടാണ് പിന്നെ മുല്ലപ്പൂവിനെ പറയുന്നത്. നമ്മളെയൊക്കെ കണ്ടുപിടിയാ മുല്ലപ്പൂവിന്റെ അടുത്തൊക്കെ എന്തൊരു സ്നേഹമാണ് ഞാൻ. സത്യം. ഒരു അക്ഷര ആ കൊച്ചിനെ പറ്റി മോശം പറയത്തില്ല. പക്ഷെ കണ്ണനാണെങ്കിൽ പച്ചയ്ക്ക് പറിച്ചില്ല. അപ്പൊ കേസ് കിട്ടണോടാ എനക്ക്. അല്ല ചേച്ചി ഞാൻ ഒരു 19 ദിവസം വരെ 80 ദിവസം വരെ ട്രോൾ ചെയ്യായിരുന്നു. പിന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോ അതിന്റെ ഒരു ഫ്യൂച്ചർ ഒക്കെ ആലോചിച്ച് നോക്കുമ്പോഴേ പക്ഷെ മൂക്കള എന്നാണ് അയാളുടെ മോളുടെ പേരെന്ന് അയാൾ തെളിയിക്കണം. ഇവിടെ അത് തന്നെയാണ് പ്രശ്നം. ഒരു കണ്ടന്റ് റൈഡ് നോർത്ത് ആൻഡ് റൈഡ് സൗത്ത്. എനിക്കൊക്കെ കേസ് കിട്ടിയാണ്. നോട്ട് മുല്ലപ്പൂ മൂക്കള. നീ അങ്ങനെയാണ് എഴുതിയ. മൂക്കള ഫാൻസ്, മുക്കട്ട ഫാൻസ്. കണ്ണന്റെ ചാനൽ അടിച്ചു പോയായിരുന്നു ഈ എന്ത് ബിഗ് പറ്റി? ബോസ്. അത് മറ്റേ ഏഷ്യാനെറ്റ് സ്ട്രൈക്ക് കൊടുത്തു. അല്ല തിരിച്ചു കിട്ടിയ യൂട്യൂബ് ചാനൽ അല്ലല്ല ഈ ഇൻസ്റ്റ. ബിഗ് ബോസ് ഷോ എടുത്തിട്ടതിന് ഓ ഓ ചാനൽ ഓ പോയി. അങ്ങനെ. ഇപ്പൊ സെറ്റായെന്ന് തോന്നുന്നു. എന്നാ പിന്നെ പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് റിയാക്ട് ചെയ്താൽ പോയായിരുന്നു. ഉണ്ടല്ലോ യൂട്യൂബ്. ദ ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറയുന്ന കണ്ണന്റെ ഞാനത് ചാനലാണ്. ഓർത്തല്ല ബിഗ് ബോസ് ഇയർ ഇതാ ചാനല് ഇതാ പേരുണ്ട്. ബിഗ് ബോസ് ഇയർ ഇതും ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്. അതിൽ റിവ്യൂ ഇട്ട് തുടങ്ങിയപ്പോഴേ ചേച്ചി ഒരു ദിവസം ലൈവ് വിളിച്ചൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു. പുള്ളിക്ക് ആര്? നല്ല ഇതുവാണ്. കണ്ണനെയാ? എന്റെ വൈബ് മീഡിയക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട്. ഞാൻ നല്ല ജിൻഡോ ഫാനാണ്. പക്ഷെ അർജുന് സപ്പോർട്ടായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എല്ലാം കൂടെ. അല്ല ഇവനോട് ചേച്ചി എനിക്ക് ദേഷ്യമുണ്ട് ചേച്ചി. ഞാൻ പറയാം 2 എപ്പിസോഡും ഉണ്ട്. അർജുൻ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡീഗ്രേഡ് ചെയ്യുന്ന മോശം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ ജിൻഡോയെ കപ്പെടുക്കത്തുള്ളടാ, അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി 12 മണിയായ അപ്പൊ വോട്ടുത്താൻ പോണായിരിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് അർജുനാണോ സപ്പോർട്ട്? ഡാനി അർജുനാണോ സപ്പോർട്ട്? അല്ല ഞാൻ ജിൻഡോ ഫാനാ. പക്ഷെ അർജുനെ നെഗറ്റീവ് അടിക്കുന്നുമുണ്ട്. അതിൽ അത് കുറച്ച് കാര്യം നമ്മൾ സംസാരിക്കണമല്ലോ. ഇത്രയും നാളില്ലാത്ത ഒരു ഇതെന്തിന് അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തെളിവ് ഒരു മൂപ്പൻ പറയുന്നുണ്ടല്ലോ. മൂപ്പൻസ് എന്തോ തെളിവൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊന്നും റൂമേഴ്സാ. എനിക്കറിയാം. പുള്ളി പുറത്തു കൊണ്ടുവരട്ടെ. ഞാനും അതാണ് അത് എടുക്കാതിരുന്നത്. എനിക്ക് തെളിവ് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. എല്ലാം അല്ല ചേച്ചി, റൂമറാണ്. ഓരോ സീസൺ വരുമ്പോ ശോഭ വിന്നർ ആവുമെന്ന് പറയും, അല്ലെങ്കിൽ മറ്റേ ആള് വിന്നർ ആവുമെന്ന് പറയും, ഇന്ന ആൾക്ക് കപ്പ് കൊടുക്കത്തില്ല. ഇത് തന്നെ എല്ലാ സീസണും ഓരോരുത്തരും നമ്മുടെ യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്ത സീസൺ വരുമ്പോ അങ്ങനെ അങ്ങ് പോകും. ഇതൊക്കെ എല്ലാവരും മറക്കും. ഇപ്പൊ നമ്മുടെ മുല്ലപ്പൂവായിട്ട് അങ്ങ് പോകുന്നു. ഞാൻ മോഹൻലാൽ ഫാനാണ്. പക്ഷെ എനിക്ക് ഫേവറേറ്റ് കുഞ്ചാക്കോ ആണ്. ഇവിടെ മോഹൻലാലിന്റെ ഫ്ലെക്സ് ഒക്കെ ഇരിപ്പുണ്ട്. ചേട്ടച്ചാര് കൊണ്ടുപോകുന്നേ. പക്ഷെ കുഞ്ചാക്കോനെ വിട്ടുള്ള കളിയില്ല. അങ്ങനെ സ്വഭാവമാണ്. ഇന്ന് പടം ഇറങ്ങിയിട്ടും പോയില്ല. ഇന്ന് ഇച്ചിരി മൂഡ് ശരിയല്ലായിരുന്നു. അർജുനെ നെഗറ്റീവ് ആക്കിയത് അഭിഷേക് ജയദേവ്, സായി കൃഷ്ണൻ. ഈ അഭിഷേക് എന്നല്ലേ പറയുന്നത്. അയാളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലായിട്ടില്ല. പുറത്ത് ഇന്റർവ്യൂവിലൊക്കെ തന്നെ പിന്നെ മുല്ലപ്പൂവിനെതിരെ പറഞ്ഞു. അതിനകത്ത് എന്നിട്ട് മുല്ലപ്പൂവിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നു. ഭയങ്കര ഇവർക്ക് സപ്പോർട്ടായിട്ടാണ് രണ്ടുപേരും അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല.
എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് ഇന്നലെ വിളിച്ചിട്ട് അവിടെ അവന്റെ അച്ഛനൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോ ഞാൻ ചോദിച്ചു ഇവൻ എന്താ ഇങ്ങനെയെന്ന്. ഡബിൾ ഇപ്പൊ ഫാദർ സിൻഡ്രോം അത്. അകത്ത് വന്നിരിക്കുന്ന ആൾക്കാർ മിക്കതും ജാസ്മിനെ സപ്പോർട്ട് ചെയ്താ സംസാരിക്കുന്നത്. ഇന്ന് പിന്നെ നമ്മുടെ ഗബ്രിയും നമ്മുടെ ജാസും കൂടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ നേരത്ത് യമുന റാണി ഇങ്ങനെ വന്ന ഒരു നിപ്പുണ്ട്. എന്നിട്ട് ഒരു അടി അടിച്ചിട്ട് ഒരു പോകുന്നുണ്ട്. അല്ല അവർക്ക് അവൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പുറത്ത് എത്രമാത്രം ഒരു ഇതാവുമ്പോഴേ പിന്നെയും വന്നിട്ട് അവന്റെ ഒരു പ്ലാനിങ് അവൻ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചേച്ചി. അതെന്താന്ന് ഗബ്രി അങ്ങോട്ട് എന്തോ ഒരു ഇതുപോലെ. അല്ല, അയാളൊരു ഓഫറും കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എന്ത് വന്നാലും ഞാൻ പുറത്തു വന്നാൽ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അത് ഇപ്പം കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോഴും അവൻ കൈവിടാതെ അവിടെ കൂടെ നിൽക്കുന്നില്ല, ഇത്രയും നെഗറ്റീവ് ആയിട്ടും എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് വരുന്നുണ്ടല്ലോ. അങ്ങനെ റാണി മല്ലു സായി കൃഷ്ണനാണ് അഭിഷേക് ജയദീപിന്റെ അടുത്ത് അർജുൻ ആയിട്ടുള്ള കോംബോ പിടിക്കാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഈ സീസണിലെ രാജാവ് ഓൺലി റാണി മുല്ലപ്പൂ. പിന്നെ ചേച്ചി സായി കൃഷ്ണ പറഞ്ഞതിൽ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇവിടെ നിന്ന് പോകാം എന്നുള്ളൊരു ഇത് പറയുന്നുണ്ടായിരുന്നു. അതിപ്പോ ആരാ കണ്ണൻ ചേട്ടൻ പറഞ്ഞപ്പോഴാണ്. കാരണം ഈ ഒരു ഗെയിം സോറി അർജുനും ഗെയിം കൂടെ തമ്മിലുള്ള ഒരു കോംബോ വരുവാണെങ്കിൽ മീൻസ് ആൾക്കാർ എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരും. മനസ്സിലായി. പക്ഷെ കേൾക്കാം, അത് തർക്കമൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ അല്ല ഈ പറയുന്ന തൊട്ട് മറ്റുള്ളവർ പറഞ്ഞിട്ട് ഗെയിം കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ എന്തൊക്കെയോ ഉണ്ട് അതിന്റെ ഇടയിൽ നമുക്കറിയത്തില്ല എന്റെ കാര്യം. ഞാൻ ഇത്രയും ചോദിക്കുന്നില്ല, ഈ സമയത്ത് ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല സത്യത്തിൽ എന്നുള്ളൊരു ഇത് മാത്രം. ഗബ്രി മുല്ലയെ കിട്ടും. കേട്ടോ, അകത്ത് വന്നവർ അർജുനെ സപ്പോർട്ട് ചെയ്യുന്നു, നോട്ട് ജാസ്മിൻ. ഐ തിങ്ക് നോ ജാസ്മിനെ തന്നെ. ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജ അഭിഷേകിനോട് പറയുന്നത്. അഭിഷേക് സ്റ്റോറി ഇട്ടത് ഡാനി കണ്ടോ? ഷെഫീന ചേച്ചിയുടെ കയ്യിലുണ്ട് അഭിഷേക് സ്റ്റോറി ഇട്ടത്. അഭിഷേക് അത് പറയുന്നു, ഞാനത് എനിക്ക് ഫോർവേഡ് ചെയ്ത് തരാം. അതിനകത്ത് പറയുന്നുണ്ട് ഒരാളുണ്ട് അതിനകത്ത് എന്ന്. അർജുനെ ഗേ ആക്കിയത് അഭിഷേക് ജയദേവാണ്. Danny, you're fan of great father Mohanlal, grandfather Mohanlal, who danced with the small girls on screen. I am fan of Somi Vivekananda ji. അഭിഷേക് സ്റ്റോറി ഇട്ടത് ഡാനിക്ക് അയച്ചു കൊടുക്കും. അയക്കാം. ഞാൻ കൊടുക്കാം. അവനാണ് സ്റ്റോറി ഇട്ടത്. ഓക്കെ. അർജുൻ ആണെന്ന് പറഞ്ഞത് അഭിഷേക്. ഓക്കെ നടക്കട്ടെ. ഡാനിക്ക് അപ്പൊ ഇതിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ ചേച്ചി ആ ചേച്ചിക്ക് ഒരു കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ, കുട്ടിയുടെ കാര്യം കുട്ടി കണ്ടില്ലേ, ഞാൻ അവനെ മിക്കപ്പോഴും ലൈവിലൊക്കെ കാണാറുണ്ട്. നല്ല രസമാണ് സംസാരമൊക്കെ കേൾക്കുമ്പോഴേ. അപ്പം ഇതൊക്കെ കണ്ടോണ്ടാ ചേച്ചി ഞാൻ കൂടെ നിൽക്കാന്ന് ഇത് ചെയ്തത്. അപ്പം അത് മനസ്സിലാക്കത്തില്ല ആൾക്കാരെ. എല്ലാരും കൂടെ എന്നെ എടുത്ത് നമ്മളൊരാൾക്ക് വാക്ക് കൊടുത്തു പോയത്, അതൊട്ട് പിന്നെ എല്ലാം കൂടെ എന്നെ എടുത്തിട്ടും കൊടുക്കുന്നു. ഇത് നോക്കി ട്രെൻഡിങ്ങിന്റെ കൂടെ പോകാനാണെങ്കിൽ ചേച്ചി എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഈ ചേച്ചി എന്റെ ലൈവിൽ വരുന്ന സിബിൻ ചേട്ടൻ ഔട്ടായി ഇല്ല എയർപോർട്ടിൽ വന്നിട്ട് ഇതെടുത്ത് ഇട്ടിട്ട് ഞാൻ സിബിൻ ചേട്ടൻ പോയി മോഹൻലാലെയും മറ്റേത് കാണിച്ച് മുല്ലപ്പൂവിന്റെ അടുത്ത് സോറി പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ് മറ്റാന്ന്. ഇപ്പൊ ചിഞ്ചു ചേച്ചി കമന്റ് ഇടാൻ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു താരാ ഞങ്ങളെ പറ്റിക്കുവാണോ എന്ന് ചോദിച്ചു. അപ്പൊ അല്ല ഫേസ്ബുക്ക് ഇൻസ്റ്റ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പറഞ്ഞു. അപ്പൊ ചെന്ന് നോക്കിയപ്പോഴാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞ ഫോട്ടോസ് ഒക്കെ കാണുന്നത്. പിന്നെ കുറെ ഡീറ്റെയിൽ കാണുന്ന 2 ദിവസം ഞാൻ അത് പഠിക്കാൻ വേണ്ടിയിരുന്നു. ഞാനങ്ങ് ഷോക്ക് ആയിപ്പോയി. അങ്ങനെയാണ് പിന്നെ വീട് ചെയ്യാൻ തുടങ്ങി. പറയാൻ മനസ്സിലായി ഈ സത്യാവസ്ഥ ഇങ്ങനെ പോയതാ കാര്യങ്ങളെ. മൈക്രോ ഡാനി ചേച്ചി ഞാൻ കണ്ടു, ഞാൻ വിളിക്കുന്നു. ചേച്ചി സ്ഥിരം ലൈവ് ഇടും. ആര്? ഞാനാ? ഡെയിലി 3 ലൈവ് ഇടുന്ന എന്റെ അടുത്ത്. അമ്മയാണോ? ബട്ട് യമുന ആൻഡ് ശരണ്യ ജാസ്മിൻ ഗബ്രിയെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ലല്ലോ പറഞ്ഞത്. അവര് അഭിപ്രായം പറഞ്ഞാലും അവർ കല്യാണം കഴിക്കും, അവര് സന്തോഷമായിട്ട് ജീവിക്കും, കൊച്ചുണ്ടാക്കും. അടുത്ത വർഷം കുട്ടിക്ക് പേര് വിടും. കൊച്ചിന്റെ പേരാണ് ചതിയൻ ചന്തു. അമ്മ പോയാ? അമ്മടുത്ത് ഹായ് പറഞ്ഞേരെ. പിന്നെന്താ വരട്ടെ. നീ ലൈവ് ഇല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളങ്ങുന്നവരെ എവിടെ ഇരുന്ന് ലൈവ് പറയാം. ഹായ്. ഞാനാണ് ഫോണ് വിളിക്കുന്ന ആള്. കണ്ടിട്ടുണ്ട്. മുമ്പ് ഒരിക്കൽ വന്ന വീഡിയോയിൽ പറഞ്ഞ സമയത്ത് ഞാൻ അപ്പം ഡാനിയെ വിളിച്ച് പറഞ്ഞിരുന്നു സൂപ്പർ അമ്മ.
അത് 35 എല്ലാം ഓക്കെ പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കി. മോളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇത് ആദ്യം ആയതുകൊണ്ട് മോളെ തീർച്ചയായിട്ടും കൂടുതൽ ആളിനെ കണ്ടോ, ആള് ഭയങ്കര ആളാ, പക്ഷെ മനസ്സിലെങ്ങും ഒന്നുമില്ല, കൊച്ചു കുട്ടികളുടെ ഇതാ. ഞാനിപ്പോ മക്കള് നാറ്റിക്കും ഇപ്പൊ നമ്മള്. അതെ നമിക്കുവാ. ലൈവ് കൂട്ട് 10-20 പേരല്ല, ഇത് കുറെ ആൾക്ക്. അത് കുറച്ചുപേരേ ഉള്ളൂ, കുറച്ചുപേരേ ഉള്ളൂ. സാധാരണ ഒത്തിരി പേര് വരുന്നതാ, എന്നെ തെറി വിളിക്കാനാണെങ്കിൽ ഇഷ്ടമാതിരി വരുന്നതാ. ഇപ്പൊ ഇത്തിരി കുറച്ച് പേരേ ഉള്ളൂ, അത് നന്നായി. അല്ല എന്തുവാ സച്ചിൻ, അല്ല എന്തുവായിരുന്നു ചിഞ്ചുന്റെയും നിന്റെയും കൂടെ വീഡിയോ കണ്ണൻ എന്തുവായിട്ട്? അയ്യോ അതെല്ലാം സോൾവ് ആയി. അതൊക്കെ അല്ല കഴിഞ്ഞു. വേറെ അല്ല അതൊക്കെ ഇവര് തമ്മിൽ സംസാരിക്കാത്തോണ്ടുള്ള പ്രശ്നമാണ്. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ എല്ലാം തീരും, അത്രേ ഉള്ളൂ. നമുക്കൊരു കിടാ വെട്ടി എല്ലാവർക്കും ബിരിയാണി കൊടുക്കാം, പ്രശ്നം എല്ലാം സോൾവ് ആയി. അത്രേ ഉള്ളൂ. മോളെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. കിടന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ, വലിയ ബഹദുമല കീഴടക്കുന്ന ഒന്നുമില്ല, ചെറിയ പ്രശ്നങ്ങൾ മൈന്യൂട്ട്. ഒരു സ്ക്രൂ ടൈറ്റ് ആക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ ടൈറ്റ് ആക്കി, ഇപ്പൊ ശരിയായി, എല്ലാം നോർമലായി. ഇനി എന്തെങ്കിലും പുതിയ അവതാരം കൊണ്ട് വന്നാൽ പിന്നെ ഒരു രക്ഷയിൽ ഒരു കാർ എടുക്കാൻ നമ്മൾ അങ്ങ് വരും. ഷിമിൻ വന്നതുപോലെ നിങ്ങൾ എന്നെ ട്രോളും. ഞാൻ ഇന്നലെ ഡാനിയോട് പറഞ്ഞ നമുക്ക് വിളിക്കണം ഒരു ദിവസം, ആ മോളെ വിളിക്കണേന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഞാൻ. അമ്മക്ക് വിളിക്കണം, ശരത്തല്ലേ മൂപ്പച്ചേട്ടനെ വിളിക്കണം. ഞാൻ പറഞ്ഞ ഒരു ദിവസം നമുക്ക് വിളിക്കണം, എല്ലാരും വിളിക്കാന്ന് പറഞ്ഞോണ്ടൊക്കെ ഇരിക്കുവായിരിക്കും. അപ്പൊ ഡാനിയുടെ കല്യാണത്തിന് വരാം, ഡാനിയുടെ കല്യാണത്തിന്. ഓക്കെ, നിങ്ങൾ അതൊന്ന് റെക്കമെൻഡ് ചെയ്യണേ. മോളെ റെക്കമെൻഡ് ചെയ്യാൻ നല്ല ഒരു വരുമാനമായിട്ടേ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ. മുല്ലപ്പൂ നല്ല ജോഡിയാ ഡാനി. വേണ്ട, എനിക്ക് അങ്ങനെ പറയരുത്, നിനക്ക് നന്നായി ചേരുന്ന കുട്ടിയാ. ജാസ്മിന്റെ സത്യ മീൻകറി പോലൊരു കൊച്ചി. ജാസ്മിനെ കൊണ്ട് കെട്ടിക്കാണോ? എന്താ അയ്യോ വേണ്ട, അങ്ങനെ പറയരുത്. നമ്മളെ പൊതുസമൂഹത്തിൽ ഇവിടുത്തെ കേരളത്തിലെ അമ്മമാർ ആഗ്രഹിക്കുന്ന മരുമകളാണ് അവള്, നിഷേധിക്കരുത്. ഞാൻ നോക്കാം. രാത്രി ഉറക്കത്തില്ല, സത്യമാണോടാ നീ ജാസ്മിനെ കിട്ടുമെന്ന് പറഞ്ഞ സത്യമാണോടാ എന്ന് പറഞ്ഞോളാം. ഇവന് നല്ല ഒരു വരുമാനമായിട്ടേ കെട്ടിക്കത്തുള്ളൂ, അല്ലാതെ ഇവരെ കെട്ടിക്കത്തില്ല. അതല്ലേ നല്ലത്. സ്വന്തം കാലം നിൽക്കാൻ വേണ്ടി ഇതാവട്ടെ, എന്നിട്ട് കല്യാണം കഴിക്കും. അതെ, ചിഞ്ചു ചേച്ചിനെ വിളിക്കുമെന്നാണ്, ചിഞ്ചു മോളെ വിളിക്കുമെന്ന് ചിഞ്ചു ചോദിക്കുന്നു കല്യാണത്തിന്. പിന്നെ പെങ്ങളുടെ സ്ഥാനത്ത് ആരെങ്കിലും ഒക്കെ വന്ന് നിൽക്കണ്ടേ? വേണ്ട, ഇവിടെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. എന്റെ മൂത്ത മോന്റെ കല്യാണത്തിനെ സ്റ്റേജ് നിറച്ച് പെൺപിള്ളേരായിരുന്നു, പെങ്ങന്മാർക്ക് വേണ്ടിയിട്ട്. അല്ല പെങ്ങന്മാരെ അത് കുഴപ്പമില്ല. അല്ലടാ പെങ്ങന്മാരായിട്ട്. ടിൻഡുക്കും പറയുന്നു ഡാനി സൂട്ട്സ് ജാസ്മിൻ കറക്റ്റ്. എന്നെ അറിയാവുന്നൊരു കുട്ടിയാണ്. സിവിൻ ചേട്ടന്റെ ഫാൻസ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഫാൻസ് ആയിട്ട് സെറ്റ് ആയിട്ടിരുന്നു. നിങ്ങൾ സംസാരിക്കും, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഡാനി അമ്മ സുന്ദരിയാണല്ലോ, ലവ് യു അമ്മ. അമ്മയുടെ ചെറുപ്പത്തിൽ ഭയങ്കര സുന്ദരിയായിരുന്നു. ഇപ്പം പിന്നെ പ്രായമൊക്കെ ആയി, അച്ഛന് സുഖമില്ല, ഒക്കെ ആയപ്പോഴേക്ക് ഒത്തിരി മാറ്റം. കള്ള പോയി ഫോട്ടോ എടുത്തോണ്ട് വരും, പഴയ ഐശ്വര്യ പറഞ്ഞു. ചേച്ചി സൈഡായി പോ. അല്ല എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, 1991 തൊട്ട് തുടങ്ങും. 91 ഞാൻ പറഞ്ഞതാണോ? അയ്യോ കൂടെ ചേർന്നാ പിന്നെ ഞാൻ പറഞ്ഞു കേട്ടല്ലേ. പിന്നെ പറയണ്ടായ. ഡാനി ജാസുമോൾക്ക് ഒരു 7 month കൊടുക്കണേന്ന്. അത് ശരിയാ, എൻഗേജ്മെന്റ് ചെയ്ത് വെച്ചാൽ 7 മാസം. അത് കഴിയുമ്പോ കണക്കനുസരിച്ച് വേറെ തേടിക്കോളുന്ന ടെൻഷൻ അടിക്കേണ്ട. നല്ല സൂപ്പർ ജോഡിയാണ്, ഞങ്ങളുടെ സജഷൻ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം, തള്ളാൻ കൊള്ളാം. എന്റെ കൺക്ലൂഷൻ ആയിട്ട് കല്യാണം കൂടെ ഉറപ്പിക്കാന്ന് ചിഞ്ചു ചേച്ചി പറഞ്ഞു. നൈസ്. ഓക്കെ ഓക്കെ ഓക്കെ.
അപ്പൊ ചേച്ചി ഇത് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാം സോൾവ് ഇപ്പൊ ആയല്ലോ, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചേച്ചി ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് അങ്ങ് അവിടെ കിടക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ നാളെ പിന്നെ ഒരു ഇതാ അത് ചിഞ്ചു പറഞ്ഞാൽ ഇട്ടേക്കും, ഇല്ലെങ്കിൽ ഡിലീറ്റ്. ചേച്ചി അത് ഓക്കെ ആയിരുന്നു, അത് ഓൾറെഡി പറഞ്ഞത് എന്തുണ്ടെങ്കിലും അതിനകത്ത് കിടക്കും. അവിടെ കിടക്കട്ടെ, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല. ഇപ്പൊ ഡാനിയുടെ എന്താ കല്യാണം ഉറപ്പിച്ചു, പെണ്ണിനെ കിട്ടിയാൽ മതി ഇനി. ഓ അതെ ഹാപ്പി നോ? പിന്നെ അവൻ ഡബിൾ ഹാപ്പി അല്ലേ? ടെൽ മീ ഹൂം യു ഗോണ മാരി. അല്ല അമ്മ, അയ്യോ അതൊരു പാവം, എന്തൊക്കെയോ പറയണേക്ക. ഇവന്റെ ഹിന്ദുത്വമാണോ? ബാംഗ്ലൂരുള്ള എന്റെ ഒരു ഫ്രണ്ടാ, നല്ല ക്യൂട്ടാ കാണാനൊക്കെ. അവിടെ കല്യാണം ഉറപ്പിക്കാറായി. പിന്നെ ഇനി അടുത്ത പരിപാടി എന്തുവാ? നീ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഒരു ലൈവ് വരണം, നമ്മുടെ ബിഗ് കോസും കൊണ്ട്. ഓ ഞാൻ നമ്മുടെ സ്ഥിരം കുട്ടികളത് എക്സ്പെക്ട് ചെയ്യേ. ഞാൻ ഇതൊന്ന് നിർത്തിയിട്ട് പോട്ടെ. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ചേച്ചി ഹാപ്പി അല്ലേ? അപ്പൊ തന്നെ പ്രോബ്ലംസ് ഒക്കെ ഇവിടെ സോൾവ് ആയി. ഇനിയിപ്പം ആരും പൊക്കിക്കൊണ്ട് വരുമൊന്നും വേണ്ട. ചേച്ചിക്ക് എന്തായാലും ആ ഒരു 3 കണ്ടീഷൻ ഓക്കെ അല്ല, 3 കണ്ടീഷൻ അന്നും ഓക്കെ ആയിരുന്നു. പക്ഷെ ആ ചേട്ടന്റെ ആ വീഡിയോ അന്ന് എനിക്ക് തോന്നി അപ്ലോഡ് ചെയ്യാമായിരുന്നു, അതായിരുന്നു ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഒരു ഇത് പിറ്റേന്ന് ചേച്ചിയുടെ ഒരു വീഡിയോ കൂടെ വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയിപ്പോയി. അങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷയങ്ങളായിരുന്നു സത്യത്തിൽ. അതിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കുറെ പേര് എനിക്ക് അയച്ചു തന്നു അതൊരു ട്രാപ്പ് അല്ലായിരുന്നു, അങ്ങനെയൊക്കെ കുറെ വിഷയങ്ങൾ. ഈ ഭാഗത്തു നിന്നുള്ള ഒരു കണ്ണനോ ഞാനോ ഒന്നും വ്യൂവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ചെണ്ടയാവുന്ന ആൾക്കാരല്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ല. ഭയങ്കര റിസ്കി ഗെയിം എടുക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര റിസ്ക് ഫാക്ടറെ ഞങ്ങൾ ടച്ച് ചെയ്യുള്ളൂ. അതിൽ ഞങ്ങൾക്ക് നഷ്ടം ചാനൽ അടിച്ചു പോവുക, ഉപജീവനം മുട്ടുക, മക്കളെ അപമാനിക്കുക, നമ്മളെ പിന്നെ ഈ വെർബൽ റേപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരുതരം ഭ്രാന്ത് പിടിച്ച സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അത്രേ ഉള്ളൂ. അതിനകത്ത് എനിക്ക് മനസ്സിലായി. ഈ ചാനലൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞങ്ങ് തീർക്കണം. അതിപ്പോ ഈ ചാനൽ അടിച്ച് കളയുന്നതിന്റെ കാരണം എനിക്ക് ഓൾറെഡി സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. അത് വെച്ച് എന്റെ ചാനൽ പോകുന്ന ഒരു സിറ്റുവേഷൻ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡാനി, ആശയമില്ലാത്തവരാണ് ഇമാതിരി പണി തരുന്നത്. ആശയമുള്ളവർ ആ പരിപാടിക്ക് നിൽക്കത്തില്ല. ആശയ ദാരിദ്ര്യമുള്ളവനാണ് അപ്പുറം പരിപാടിക്ക് ചെയ്യുന്നത്. ഞാൻ പക്ഷെ ചേച്ചി ശരിക്കും റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഒരു കാര്യത്തില്. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ കാത്ത് ഇപ്പം ഇവിടെ അമ്മ എന്നെ ഇതിലൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഒരാളും കൂടെ ഉണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി. അത് ചിലപ്പോ അത് നാട്ടിൽ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു ഇതുണ്ട്. അപ്പൊ എല്ലാം കൂടെ പോവോ എന്നുള്ള ഒരു ഇതും കാരണം അതുകൊണ്ട് ഞാൻ ശരിക്കും റിക്വസ്റ്റ് ചെയ്തത്. എന്റെ വിഷമങ്ങൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്ന് വോയിസ് ഇട്ടാ ഞാൻ തന്നത്. അപ്പൊ എനിക്ക് അത്രയ്ക്ക് സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇതുപോലുള്ള കാര്യത്തിന് ഞാനാണെങ്കിൽ ആരും ദ്രോഹിക്കാൻ പറ്റില്ല, പറയും, പറയേണ്ട കാര്യങ്ങൾ നല്ലതല്ല പറയും. ഞാൻ എന്ന വ്യക്തി എനിക്ക് ഡൗൺ ആയിപ്പോയി ആ ഒരു സിറ്റുവേഷനിലായി. അല്ല ഞാൻ എവിടെയും തുറന്നു പറയും. പിന്നെ ഞാൻ ഷിഞ്ചു വി നീഡ് റയാൻ റീൽസ്, ഹി ലുക്സ് സോ ക്യൂട്ട്. എക്സാക്ട്ലി. അവന്റെ കൂടുതൽ പിക്ചർ ഇട്, കൂടുതൽ വീഡിയോസ് ചെയ്യ്. അത് നല്ലൊരു വരുമാനമാണോ, അത് കളയണ്ട, ചെയ്യാവുന്നത് ചെയ്യാം. അവൻ ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ഫോട്ടോജനിക് ആണ്, സൂപ്പർ. അത് വെച്ച് ഞങ്ങള് കാണട്ടെ, ഞങ്ങളും ഒക്കെ ഒന്ന് കാണട്ടെ. അപ്പൊ എന്താണ് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? അല്ല, അവന് വേണ്ടിയാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. നമുക്ക് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ അപ്പൊ മുംബൈ പോകും. മുംബൈ പോയിട്ട് ഞാൻ റയാൻമോനെ കാണാൻ പോകുന്നുണ്ട് ചിലപ്പോ ഈ മാസം, ചിലപ്പോ അവസാനം. ഇനി എന്റെ അടുത്ത് എന്റെ ആൾക്കാർ വന്ന് എന്റെ അടുത്ത് എനിക്ക് ജോലി കിട്ടി, ലെറ്റർ ആയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. പോരെ? കണ്ടന്റ് റൈറ്റർ, ജോലിയുടെ കണ്ടന്റ് റൈറ്റർ. ഓക്കെ എന്നാ മോനെ, ഗുഡ് നൈറ്റ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ബൈ ബൈ ഗൈസ്, ലവ് യു. ഓഫ് ചെയ്ത് എങ്ങനെ ഓഫ് ചെയ്യണമെന്നുണ്ടായിക്കുണ്ടോ? ഇതാണ് വേണ്ടത്. ഇതൊന്ന് ഓഫാക്കിട്ടോ, ഞാൻ നോക്കട്ടെ. ഉറക്കമൊക്കെ വേണം കേട്ടോ, റെസ്റ്റ് ഒക്കെ എടുക്കണം. കണ്ണാ, ഉറക്കമില്ലാത്ത രാത്രി 2 ദിവസം കഴിഞ്ഞ ഞാൻ ഉറങ്ങും. വാഴത്തോട്ടത്തിൽ ഡ്യൂട്ടിയാ. ആ